ഞങ്ങൾ പലരും ശ്രദ്ധിക്കുന്നു. ഭക്തിയിലേക്ക് ആശ്രയം എന്നെ മാത്രം ശോകങ്ങളേറി വന്നാലും ലോകത്തിലേക്ക് ആശ്രയം എന്നെ മാത്രം ശോകങ്ങളേറി വന്നാലും വേണ്ടായി ലോകയിമ്പ പ്രിയനേ പ്രിയനേ നീ മതി എന്നോ വാഴ്ത്തിപ്പാടും ഞാൻ, എന്നോ വാഴ്ത്തിപ്പാടും ഞാൻ. കുറ്റങ്ങളെ കർത്താവ് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഗ്ലോറി ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അപജാതിൽപ്പാനാവശ്യമാന ദൈവകൃപയുടെ മേൽപ്പാരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു ഞായറാഴ്ച കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ചിരിപ്പാനും ദൈവവചനം ധ്യാനിപ്പാനും കൂട്ടായ്മ ആചരിപ്പാനും നമ്മുടെ കർത്താവ് നമുക്ക് അവസരം തന്നു. സ്തോത്രം പിതാവേ. അതിന് സന്തോഷമുള്ള ഹൃദയത്തോടെ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. സ്തോത്രം. നമ്മുടെ ചുറ്റുപാടുകളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ദിനംപ്രതിയുള്ള വാർത്തകൾ, സംഭവ അനുഭവങ്ങളൊക്കെ വളരെ വ്യക്തതയോടെ വിളിച്ചറിയിക്കുന്നൊരു കാര്യം വിശുദ്ധ തിരുവെഴുത്ത് എത്ര സത്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട ഒരു വാർത്ത, വളരെ ആക്റ്റീവായിട്ട് ഉത്സാഹത്തോടെ ഓടി നടന്നിരുന്ന കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിന്നിരുന്ന ഒരു കുടുംബത്തിലെ ഒരു സഹോദരൻ തിരിച്ച് കുറച്ച് കാലങ്ങളായിട്ട് അദ്ദേഹം ആശയക്കുഴപ്പത്തിലാണ്. തിരിച്ച് അദ്ദേഹം വീണ്ടും പഴയ എപ്പിസ്കോപ്പൽ ആരാധനയിലേക്ക് മടങ്ങിപ്പോയി എന്ന് കേൾക്കാനായിട്ടിടയായി. അപ്പോൾ തന്നെ നിലവിൽ വേർപെട്ട ദൈവജനം എന്ന അവകാശത്തോടു കൂടി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു എന്ന അവകാശത്തോടു കൂടി കൂടി വരുന്ന പെന്തക്കോസ്ത് സമൂഹങ്ങൾക്കകത്ത് നടക്കുന്ന തമ്മിലടി, പരസ്പരമുള്ള എന്താ പറയണ്ടേ വിഴുപ്പ് ചുമക്കൽ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അറിയപ്പെടുന്ന പ്രഗത്ഭന്മാരായ ദൈവദാസന്മാരൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ ഉള്ള അവരുടെ പ്രഭാഷണങ്ങൾ പബ്ലിക്കിനെ അറിയിക്കുമ്പോൾ ആ പ്രഭാഷണങ്ങളിൽ ഏറിയ പങ്കും നിലവിലുള്ള ആത്മീക മേഖലയുടെ മൂല്യച്യുതിയെ ഉയർത്തി കാണിക്കാനുള്ള ശ്രമത്തിന് വേണ്ടിയാണ് സമയം ചിലവിടുന്നതെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം ആളുകളും വളരെ ആശങ്കയിലാണ്. ഇവർ പബ്ലിക്കിൽ മൈക്കും വെച്ച് ഇങ്ങനെ പരസ്പരം പരിഹാസവും കുറ്റവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് സങ്കടപ്പെടുന്ന ഒരു വലിയ സമൂഹം മറുവശത്തുണ്ട്. ഇതിനകത്തുനിന്ന് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഇതെല്ലാം കർത്താവിനാൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ കർത്താവ് വളരെ വ്യക്തതയോടെ പറഞ്ഞിരിക്കുന്നൊരു വിഷയമുണ്ട്. മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? ഇത് ചോദിച്ചത് വേറെ ആരുമല്ല, മനുഷ്യപുത്രൻ തന്നെയാണ് ചോദിക്കുന്നത്. നമ്മുടെ കർത്താവ് തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ കർത്താവ് അത് ചോദിക്കുമ്പോൾ കർത്താവ് വളരെ വ്യക്തമായി അവരെ വെളിപ്പെടുത്തുകയാണ്. അവസാന കാലഘട്ടത്തോട് അടുക്കുമ്പോൾ മനുഷ്യൻ അഹങ്കാരികളും വമ്പ് പറയുന്നവരും സ്വസ്നേഹികളും ഒക്കെ ആകുമെന്നൊരു വശത്ത് പഠിപ്പിക്കുമ്പോൾ തന്നെ കർത്താവ് പറയുന്നു, ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വാസം വിട്ട് ഉഴലും. പലരും ഇന്ന് ആ ഉഴലിച്ചലാണ്. ചിലര് കൂട്ടായ്മയ്ക്ക് അകത്തിരുന്ന് ഉഴലുന്നു, ഉഴലിച്ച് അങ്ങേയറ്റം എത്തുമ്പോൾ കൂട്ടായ്മ വിട്ട് പുറത്തേക്ക് പോകുന്നു. മറ്റൊരു കൂട്ടർ ഉഴലിച്ചയുടെ ആഘാതം വർദ്ധിപ്പിക്കാൻ
സഹായകരമാകുന്ന സന്ദേശങ്ങൾ ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഉഴലിച്ചുകൾ ഇങ്ങനെ കൂടി വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിനുണ്ടാകേണ്ട ബോധ്യം എന്താണ്? അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ, അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എന്താ പറയാറുള്ളത്? വേനൽ അടുത്തിരിക്കുന്നല്ലോ. അതൊരു അടയാളമാണ്. വേനൽക്കാലം അടുക്കാറാകുമ്പോൾ മിക്ക വൃക്ഷങ്ങളും എന്ത് ചെയ്യും? തളിർക്കും. വൃക്ഷങ്ങൾ തളിർക്കുന്നത് വേനലിനോട് അടുക്കുമ്പോഴാണ്. അപ്പോൾ വേനലെന്ന് പറയുന്നത് വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടമായിട്ടാണ് സകല ജീവികളും അഭിമുഖീകരിക്കാറ്. പക്ഷേ വൃക്ഷങ്ങൾ ആ സമയങ്ങളിൽ എന്താ ചെയ്യുക? കൂടുതൽ ശക്തിയോടെ ആർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തിരുവഴുത്തുമായി നിൽക്കുന്നവർ തന്നെ ഈ തിരുവഴുത്തിനെ അപമാനിക്കുന്ന നിലയിൽ, ഈ തിരുവഴുത്തിനെ ഉപജീവനമാർഗമാക്കുന്ന നിലയിൽ, വ്യക്തമായി പറഞ്ഞാൽ ദ്രവ്യാഗ്രഹം അവരുടെ ഉള്ളത്തിൽ ശക്തമായി വർദ്ധിക്കുകയാണ്. ആ വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായി ഇതൊരു കോമ്പറ്റീഷൻ മേഖലയായി മാറുകയാണ്, മത്സര മേഖലയായി മാറുകയാണ്. ഓരോ സഭകളും മത്സരത്തിലേർപ്പെടുകയാണ്, ഓരോ ശുശ്രൂഷകരും മത്സരത്തിലേർപ്പെടുകയാണ്. അവരെക്കാൾ ബെറ്ററാണ് ഞങ്ങൾ, അവർക്ക് ഇന്ന പോരായ്മകളുണ്ട്, ഞങ്ങൾക്ക് ഇന്ന ഗുണവശങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇവർ തമ്മിൽ മത്സരത്തിലാണ്. എല്ലാ മേഖലകളും മത്സര മേഖലയിലാണ്. അത് ലോകത്തിലേക്ക് നോക്കിയാൽ, ബിസിനസ് മേഖല എടുത്ത് നോക്കിക്കോ, ഏത് മേഖല എടുത്ത് നോക്കിക്കോ, എല്ലാം കോമ്പറ്റീഷനിലാണ്, മത്സരങ്ങളിലാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പം മുതൽ തന്നെ മത്സര ബുദ്ധിയോടുകൂടിയാണ് ജീവിച്ചു പോരുന്നത്. മത്സരിക്കാൻ ആദ്യം അതിനെ പ്രേരിപ്പിക്കുന്നത് അതിന് ജന്മം നൽകിയ മാതാപിതാക്കൾ തന്നെയാണ്. സ്വന്തം വീട്ടിൽ തന്നെയാണ് പലപ്പോഴും മത്സരങ്ങൾ തുടങ്ങുന്നത്. മത്സരങ്ങൾ, വാശി, ചലഞ്ചിങ്, ഇത് വന്ന് ആത്മീയരിലും വളരെ ശക്തമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ചലഞ്ചിങ് ആണ്, എല്ലാവരും മത്സരമാണ്. മത്സരികളെല്ലാം ഒരു വശത്ത് തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കട്ടെ? മത്സരിച്ചു കൊണ്ടേ ഇരിക്കട്ടെ. ഞാനിത് പറയുമ്പോൾ വേദപുസ്തകത്തിലൊരു വാക്യം പെട്ടെന്ന് രാവിലെ എൻ്റെ ഹൃദയത്തിൽ ഓർമ്മ വന്നു. ഇപ്പോൾ വീണ്ടും വന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ആഭിചാരം ദൈവമക്കൾക്ക് ഫലിക്കത്തില്ല, അല്ലേ? ആഭിചാരം ഫലിക്കത്തില്ല. അത് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന, പക്ഷേ ആഭിചാരം ഫലിക്കുമെന്നാണ് ഇവിടുത്തെ ഏതാണ്ട് 90% ശുശ്രൂഷകരും അവരെ കേൾക്കുന്ന വിശ്വാസികളും വിശ്വസിച്ച് വയ്ക്കുന്നത്. ആഭിചാരം ഫലിക്കും, അതിന് ശക്തിയുണ്ട് എന്ന് തെളിയിക്കാൻ ഇവർ കാണിക്കുന്ന വ്യഗ്രത ദൈവത്തിന് ശക്തിയുണ്ടെന്ന് കാണിക്കുന്ന വ്യഗ്രതയെക്കാട്ടിൽ കൂടിയ വ്യഗ്രതയോടെയാണ് ആഭിചാരത്തിന് ശക്തിയുണ്ടെന്ന് തെളിയിക്കുന്നത്. അവരോടൊന്നും നമുക്ക് തർക്കവാദങ്ങളൊന്നുമില്ല. പക്ഷെ തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു, ദൈവ പൈതലിന് നേരെ ആഭിചാരം ഇസ്രായേലിന് ഫലിക്കത്തില്ല. പക്ഷേ തിരുവഴുത്തിൽ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മത്സരം ആഭിചാരം പോലെയാകും. മത്സരം എന്തായി മാറും? അപ്പം നമുക്ക് ആഭിചാരം ഫലിക്കുന്നുണ്ടെങ്കിൽ ആ ആഭിചാരം നമ്മൾ തന്നെ ചെയ്യുന്ന ആഭിചാരമാണ്. വേറെ ആരും ചെയ്യുന്ന ആഭിചാരം നമുക്ക് ഫലിക്കത്തില്ല. മറിച്ച് നമ്മൾ ചെയ്യുന്ന ആഭിചാരം എന്താ? നമ്മൾ ചെയ്യുന്ന ആഭിചാരം മത്സര ബുദ്ധി. അവനേക്കാൾ മെച്ചമാകണം, അവനേക്കാൾ നന്നാകണം, അവൻ്റെ പ്രസംഗത്തെക്കാട്ടി നന്നാകണം, അവരുടെ സഭയെക്കാട്ടി നന്നാകണം. ഏത് മേഖല എടുത്താലും, പള്ളിക്കൂടത്ത് പഠിക്കാൻ പോയാൽ അപ്പുറത്തിരിക്കുന്ന കുട്ടിയെക്കാട്ടിൽ ഒരു മാർക്കെങ്കിലും എനിക്ക് കൂടുതൽ കിട്ടണം. മത്സരങ്ങളാണ്. ഇപ്പോൾ വേൾഡ് കപ്പ് ഫുട്ബോൾ മാച്ച് നടന്നുകൊണ്ടിരിക്കുക, അതും മത്സരമാണ്. എവിടെ നോക്കിയാലും എന്താണ്? മത്സരമാണ്. ഈ വേൾഡ് കപ്പ് ഫുട്ബോൾ മാച്ചിനകത്ത് നമ്മുടെ യാതൊരു ബന്ധുക്കളും കളിക്കുന്നില്ല, നമ്മുടെ രാജ്യവും കളിക്കുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഏതെങ്കിലും ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് അങ്ങ് മാറും. എന്നിട്ട് നമ്മളും ഭയങ്കര വാശിയിലാണ്. നമുക്ക് ഈ മത്സരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ഒന്നുകിൽ ഞാൻ അർജൻറ്റീനയുടെ ഫാനായി. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിരുന്നോ, കഴിഞ്ഞ വേൾഡ് കപ്പ് മുതൽ ഞാൻ ഫ്രാൻസിൻ്റെ ഫാനായി, ഇപ്പോൾ ഞാൻ ഫ്രാൻസിൻ്റെ ആളാണ്. ഓരോ ടീമിൻ്റെ കൂടെ അങ്ങ് കൂടുക, എന്നാലേ കളി കാണാനൊരു സുഖമുള്ളൂ. മത്സരബുദ്ധി, എല്ലായിടത്തും മത്സരബുദ്ധി. ഇത് കർത്താവ് വളരെ വ്യക്തതയോടെ നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. നിങ്ങളിൽ അങ്ങനെ ആകരുത്. എല്ലായിടത്തും ഒന്നാമനാകാനുള്ള ഒരു മോഹമുണ്ടല്ലോ. കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങളിൽ ഈ ഒന്നാമനാകുക എന്ന് പറഞ്ഞാണല്ലോ കോമ്പറ്റീഷൻ, അല്ലേ? ഒന്നാമനാകാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നറിയോ? മത്സരിക്കുക, അവനേക്കാൾ അവൻ്റെ മുന്നിലെത്തുക, അതാണല്ലോ ഒന്നാമൻ. അവനെ രണ്ടാമനാക്കണം, ഏറ്റവും മുന്നിൽ നിൽക്കുന്നവനെ രണ്ടാമനാക്കണം. എനിക്കാരായി മാറണം? ഒന്നാമനാണ്. ഇതാണ് മത്സരബുദ്ധി. നിങ്ങൾ അങ്ങനെ ആകരുത്. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് പറഞ്ഞു? ദാസനായിരിക്കണം. ഏറ്റവും പുറകെ പോയി നിൽക്കാൻ. പുറകെ പോയി നിന്നാൽ ഒന്നാമനാകാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ പുറകെ നിൽക്കുന്നവനെ ഒന്നാമനാക്കുന്ന ഒരു സമയം കർത്താവിനുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? മത്സരം വേണ്ട. ഒരു തരത്തിലുമുള്ള മത്സര ചിന്ത നമ്മുടെ ഹൃദയത്തിൽ കയറരുതെന്നാണ് കർത്താവ് പ്രവൃത്തിയിലൂടെയും
പ്രഭാഷണത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഒരു തരത്തിലുമുള്ള കോമ്പറ്റീഷൻ, ആരോടും കോമ്പറ്റീഷൻ ഇല്ല. ആരെങ്കിലും അങ്ങനെ കോമ്പറ്റീഷൻ മൈൻഡോടുകൂടി വന്നു കഴിഞ്ഞാൽ നീ ചെയ്യേണ്ട കാര്യം തോറ്റു കൊടുക്കുക എന്നുള്ളതാണ്, വിട്ടുകളയുക എന്ന്. അതിന് കർത്താവ് നമ്മളെ വളരെ വ്യക്തതയോടെ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ എന്നെ അനുഗമിക്കും, നിങ്ങൾ ഫസ്റ്റിലെ ചെയ്യേണ്ടത് എന്തിയോ, നിങ്ങൾ നിങ്ങളെ തന്നെ ത്യജിക്കണം. അതാണ് കോമ്പറ്റീഷൻ കളയുക. ഞാൻ എന്നെ ത്യജിച്ചാൽ പിന്നെ കോമ്പറ്റീഷൻ ഇല്ലല്ലോ. ഞാൻ എന്നെ തോറ്റവനായി, പരാജിതനായി, ഏതുമില്ലാത്തവനായി ഞാൻ എന്നെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരോടും എന്തില്ല, മത്സരമില്ല. ഇതാണ് വാസ്തവത്തിൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ മൈൻഡിലല്ലാത്ത ഒരുത്തരും കർത്താവിനെ അനുഗമിക്കാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? മത്സരിച്ചു മത്സരബുദ്ധിയോടുകൂടി അവനേക്കാൾ ബെറ്ററാകണം, ഇവനേക്കാൾ ബെറ്ററാകണം. അത് ഏത് മേഖലയിൽ, ബിസിനസ് ആണെങ്കിൽ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ത്വരയാണ്. ആ മത്സരബുദ്ധി ഉള്ളിൽ കയറുമ്പോൾ അതൊരു ആഭിചാരദോഷമാകും, അതൊരു ആഭിചാരം പോലെയാകും. ഈ മത്സരബുദ്ധി ഉള്ളിൽ കയറിയാൽ പിന്നെ അവൻ ഒരു കാരണവശാലും യേശു കർത്താവിനെ അനുഗമിക്കാൻ കഴിയുകയുമില്ല. യേശു ക്രിസ്തു പറഞ്ഞ ഉപദേശങ്ങളെ സ്വീകരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് സമൂഹത്തെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണുന്നതെല്ലാം മത്സരമാണ്. എല്ലാ മേഖലയിലും മത്സരമാണ്. അതുകൊണ്ട് വളരെ മനഃപൂർവ്വമായി തന്നെ നമ്മൾ നമ്മളെ തന്നെ പരിശോധിച്ചുറപ്പിക്കണം. ഒരു മത്സരത്തിലും ഞാൻ ഇല്ല എന്ന് എന്നെ തന്നെ എന്ത് ചെയ്യണം. ഞാൻ ഏതെങ്കിലും മത്സരത്തിൽ എൻ്റെ മനസ്സ്, എൻ്റെ ആത്മാവ് ഏതെങ്കിലും വിഷയത്തിൽ മത്സരിക്കാൻ ഉത്സുകനാകുന്നുണ്ടോ എന്ന് ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യണം, പരിശോധിക്കണം. എന്നിട്ട് ഞാൻ ഉറപ്പിക്കണം, ഒരു വിഷയത്തിലും ഒന്നാമനാകാൻ, മുന്നിൽ നിൽക്കാൻ, മത്സരിക്കാൻ, ജയിക്കാൻ ഉള്ള ഒരു താല്പര്യവും എന്നിൽ ഇല്ല എന്നുള്ള കാര്യം ഞാൻ എന്നെ തന്നെ സ്വയം ശോധന ചെയ്ത് എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. ഉറപ്പ് വരുത്തിയിട്ടല്ലാതെ പ്രിയപ്പെട്ടവരെ ഇനിയുള്ള കാലങ്ങളിൽ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ പറയുന്നതിൻ്റെ ആശയവും അർത്ഥമൊക്കെ നിങ്ങൾ സമൂഹത്തെ വീക്ഷിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇന്നത്തെ ആത്മീയ ലോകത്തെയും എല്ലാ ലോകത്തെയും നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാവും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗം തെസ്സലോനിക്ക ലേഖനമാണ്. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിലാണ്. ചില നാളുകളായി നമ്മളത് തുടരുകയാണ്. കഴിഞ്ഞ ആഴ്ച 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളൊക്കെയാണ് നമ്മൾ 15, 16, 17, 18 വാക്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഇതല്ലോ ക്രിസ്തുവേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. അപ്പോൾ ക്രിസ്തുവേശു നമ്മളെക്കുറിച്ച് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പഠിച്ചതെങ്കിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് 19, 20, 21, 22 വാക്യങ്ങളാണ്. ആ വാക്യം ഒന്ന് വായിക്കാമോ? ആത്മാവിനെ നശിപ്പിക്കരുത്. ആത്മാവിനെ ചില തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നത് കെടുത്തരുത്, നശിപ്പിക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുവീൻ, സകലവിധ ദോഷവും വിട്ടകലുവീൻ. കുറേ കാര്യങ്ങൾ വിട്ടകലേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീക്കേണ്ട കാര്യങ്ങൾ. അതിനു മുമ്പ് പറഞ്ഞത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. നിങ്ങൾ ഉൾക്കരുത്തില്ലാത്തവരെ താങ്ങണം, പിന്നെ ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം, ബലഹീനരെ ധൈര്യപ്പെടുത്തണം. അല്ലേ? തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. എല്ലാവരോടും നിങ്ങൾ നന്മ മാത്രം ചെയ്തുകൊണ്ട് എല്ലാറ്റിലും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, ഇത് എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് വീണ്ടും പറയാണ് ആത്മാവിനെ നശിപ്പിക്കരുത്. അവിടെ ആ ട്രാൻസ്ലേഷനിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. പക്ഷേ എൻ്റെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ട്രാൻസ്ലേഷൻ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിലാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതിൽ എഴുതിയിരിക്കുന്നത് ആത്മാവിനെ കെടുത്തരുത്. ഞാൻ ഈ വാക്യത്തിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, പരിശുദ്ധാത്മാവാണ് നമുക്ക് ഈ ഗൈഡൻസ് എല്ലാം തന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയും തെസ്സലോനിക്ക ലേഖനം പൗലോസ് അപ്പോസ്തലൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്, തെസ്സലോനിക്കർക്ക് ഈ ലേഖനം ചമയ്ക്കുന്നതൊക്കെ പരിശുദ്ധാത്മാവ് നൽകിയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പൗലോസ് തെസ്സലോനിക്കർക്ക് ഈ ലേഖനങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നത്. പരിശുദ്ധാത്മാവിലാണ് ഈ തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലും ഉറപ്പ് കിട്ടിയിരിക്കുന്നത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിന് നമ്മളോട് പറയാനുള്ളത് എന്താണെന്നറിയാൻ വേണ്ടി നമ്മൾ ഞായറാഴ്ചകളിൽ കൂടി വരുന്നിടത്ത് ഈ തിരുവെഴുത്ത് എടുത്ത് വെച്ച് നമ്മൾ പരിശോധന നടത്തുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ച കുറേ കാര്യങ്ങൾ 5-ാം അധ്യായത്തിൻ്റെ കുറേ കാര്യങ്ങൾ 5-ാം അധ്യായത്തിൽ നമ്മളെ പഠിപ്പിച്ചു. അത് അവസാനിപ്പിക്കാറാകുമ്പോൾ പൗലോസ് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഈ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുത്, കെടുത്തരുത്, തുച്ഛീകരിക്കരുത്, കെടുത്തരുത് എന്നൊക്കെയുള്ള വാക്കുകളാണ്. അഥവാ ഇതുവരെ നിങ്ങളോട് പരിശുദ്ധാത്മാവാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് പറഞ്ഞ വാക്കുകളെ നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത് എന്നുള്ള ഒരു കാര്യം വളരെ ഗൗരവത്തോടെ സൂചിപ്പിക്കുക. നമുക്ക് ചില വാക്യങ്ങൾ വായിച്ച് മുന്നോട്ട് പോകാം, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമാകും. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലെ അതിൻ്റെ 3-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ാമത്തെ വാക്യം.
അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ. ഒന്നുകൂടി വായിച്ചേ. അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. ഈ ദൈവത്തിന്റെ പുത്രന്മാർ ഭൂമിയിൽ വന്ന് മനുഷ്യന്റെ പുത്രിമാരെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അതിന്റെ 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ വായിച്ചു. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾ ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല. നമുക്ക് അത് വേറെ കോണ്ടസ്റ്റിലൊക്കെയാണ് പറയുന്നതെങ്കിൽ നമുക്ക് അവിടുന്ന് സ്വീകരിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വാക്ക്, കർത്താവ് പറയുന്ന വാക്കാണ് മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും ബാധിച്ചുകൊണ്ടിരിക്കത്തില്ല. അത് റെക്കോർഡിങ് നടക്കുന്നുണ്ടോ നോക്കാം. മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും ബാധിച്ചുകൊണ്ടിരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? മനുഷ്യനോട് ദൈവത്തിൻ്റെ ആത്മാവ് സംഭാഷിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അവനത് കൂട്ടാക്കുന്നില്ല എങ്കിൽ അത് തുടർന്നുകൊണ്ടിരിക്കണമെന്നില്ല. സദാകാലം എല്ലാ കാലവും പരിശുദ്ധാത്മാവ് നമുക്ക് ഗൈഡൻസ്. ഞങ്ങളുടെ അപ്പൻ ചെറുപ്പത്തിൽ പറയും, അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പിന്നെ വന്ന വഴി അടിക്കുക. അങ്ങനെ കേട്ടിട്ടില്ലേ? റോമാലേഖനമൊക്കെ പഠിക്കുമ്പം മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ ക്രോധം വർദ്ധിക്കുന്നതിനെ കുറിച്ച് പറയുന്ന പരാമർശമുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. അവിടെ എന്താണെന്നറിയാം, അവരവരുടെ സ്വന്തം നിരൂപണങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാനാണ് തുടങ്ങുന്നതെങ്കിൽ ദൈവത്തിൻ്റെ കോപം അവർക്ക് നേരെ ജ്വലിക്കും. എന്നിട്ട് ദൈവത്തിൻ്റെ കോപം എങ്ങനെയാണ് ജ്വലിക്കുന്നതെന്ന് അറിയാമോ? അവരുടെ ഹൃദയങ്ങളിലെ മോഹങ്ങൾക്കനുസരിച്ച് അവരെ വിടുവെന്ന് എഴുതിയിരിക്കുന്നത്. അതാ ദൈവകോപം. അല്ലാതെ ഇങ്ങോട്ട് പിടിച്ചിട്ട് തല്ലുമല്ല. തല്ലുന്നത് ശിക്ഷയാണ്, ശിക്ഷിക്കുന്നത് സ്നേഹത്തിൻ്റെ ലക്ഷണമാണ്. അപ്പൻ മക്കളെ എന്ത് ചെയ്യും? ശിക്ഷിക്കും. അത് അപ്പന് മക്കളെ സ്നേഹമുള്ളതുകൊണ്ട് ശിക്ഷിക്കുന്നത്. ദൈവം താൻ സ്നേഹിക്കുന്ന മക്കളെ എന്ത് ചെയ്യും? ശിക്ഷിക്കും. പക്ഷെ ദൈവം എന്നും അങ്ങനെ ശിക്ഷിച്ചൊന്നും വളർത്തണമെന്നില്ല. പരമാവധിയൊക്കെ ഉപദേശിച്ചും ശിക്ഷിച്ചും ഒക്കെ നോക്കും. പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്നറിയോ? ഹൃദയത്തിലെ അങ്ങനെ വിട്ടുപോകുമ്പോൾ നമ്മുടെ പലരും സാക്ഷ്യം പറയുന്നുണ്ടെന്നറിയോ? മിക്ക ആളുകളും സാക്ഷ്യം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കർത്താവ് കഴിഞ്ഞ ആഴ്ച എനിക്ക് നല്ലവനായിരുന്നു, വല്ലവനായിരുന്നു, ഒരു ശിക്ഷ എനിക്ക് ഉണ്ടായില്ല, ഞാൻ ആഗ്രഹിച്ചതെല്ലാം ദൈവം എനിക്ക് തന്നുകൊണ്ടിരിക്കുക. നീ ആഗ്രഹിച്ചതെല്ലാം തരിക എന്ന് പറഞ്ഞാൽ ഞാൻ മോഹിക്കുന്നതല്ല, അല്ലേ? അവർ മോഹിക്കുന്നതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സാക്ഷ്യം. വചനം പഠിക്കുന്നത് നമുക്കറിയാം, ആളിനെ തമ്പുരാൻ കൈവിട്ടത് ആൾ അറിഞ്ഞിട്ടില്ല. മോഹിക്കുന്നതെല്ലാം നടക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നറിയോ? വിട്ടുകളഞ്ഞു. തീത്തോസിന്റെ ലേഖനം പഠിക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്. പ്രപഞ്ചമോഹം നമ്മുടെ ഉള്ളത്തിൽ ഇങ്ങനെ നിറഞ്ഞു വരുമ്പം ദൈവകൃപ നമ്മുടെ മേലുണ്ടെങ്കിൽ ദൈവകൃപ നമ്മളെ എന്ത് ചെയ്യുന്നറിയോ? ശിക്ഷിച്ചു വളർത്തും. എന്തിനു വേണ്ടിയാ? പ്രപഞ്ചമോഹം വർജിക്കേണ്ടതിനായി. അപ്പം മോഹിക്കുന്നതെല്ലാം നടക്കുന്നു എന്നുള്ളതല്ല കർത്താവ് എന്നെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമായിട്ട് ഞാൻ പറയേണ്ടത്. മറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന വഴിയിലൂടെ കർത്താവ് എന്നെ നടത്തുന്നുണ്ട്. എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഈ കർത്താവ് എന്നെ വിടുന്നതേ ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നറിയോ? എൻ്റെ വലം കൈയിൽ അവൻ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവൻ എൻ്റെ കൈക്ക് പിടിച്ചിരിക്കുന്നു എന്നുള്ള എനിക്കറിയാം. കാര്യം എന്നറിയാമോ? ഞാൻ അങ്ങോട്ട് നീങ്ങാൻ പോയാൽ ഇങ്ങോട്ട് നീങ്ങാൻ പോയാൽ എന്നെ വിടത്തില്ല, എൻ്റെ ഇഷ്ടത്തിന് വിടത്തില്ല. അവൻ ഇഷ്ടപ്പെടുന്ന വഴികളിലൂടെ മാത്രമാണ് അവൻ എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തിരിച്ചറിയുന്നതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ വളരെ ഉറപ്പുണ്ട്, ഞാൻ എവിടെ തന്നെയായിരിക്കുന്നത്? അവൻ്റെ ഉള്ളം കയ്യിൽ തന്നെയാണ്. ഇതാണ് വാസ്തവത്തിൽ നമ്മൾ അറിവുള്ളവൻ, ജ്ഞാനമുള്ളവൻ, ബുദ്ധിയുള്ളവൻ തിരിച്ചറിയേണ്ട വിഷയം. നമ്മുടെ വിഷയത്തിൽ ഇവിടെ കർത്താവ് പറയുന്നു, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? കെടുക്കരുത്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞു, എൻ്റെ ആത്മാവ് മനുഷ്യനോട് സദാകാലം ബാധിച്ചുകൊണ്ടിരിക്കത്തില്ല. നെഹമ്യാവിൻ്റെ പുസ്തകം എടുക്കാമോ? നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം. നെഹമ്യാവിൻ്റെ പുസ്തകം 9:30. പഴയ നിയമം അങ്ങനെ എപ്പോഴും എടുത്ത് വായിക്കുകയൊന്നും ചെയ്യാത്തത് കൊണ്ട് അവിടോട്ടൊക്കെ ചെന്ന് പിടിക്കണമെങ്കിൽ ഇച്ചിരി സമയം എടുക്കുമെന്ന് എനിക്കറിയാം. സാരമില്ല, നെഹമ്യാവിൻ്റെ പുസ്തകം എടുത്തു, അതിൻ്റെ 9-ാം അധ്യായത്തിലേക്ക് വന്നോളൂ. നെഹമ്യ എവിടെ കിടക്കുന്നറിയാമോ? എസ്രായ്ക്കൊക്കെ ശേഷമാണ് നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിലോട്ട് വരിക. അതിന് 30-ാമത്തെ വാക്യം കൊണ്ട് പരിശോധിക്കാം. 490-ാമത്തെ പേജാണ് ബൈബിൾ സൊസൈറ്റിയുടെ മലയാളം ബൈബിളിലുള്ളത്. 9-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ. നീ ഏറിയ സംവത്സരം അവരോട് ക്ഷമിച്ച് നിന്റെ ആത്മാവിനാൽ നിന്റെ പ്രവാചകന്മാർ മുഖാന്തരം അവരോട് സാക്ഷീകരിച്ചു, എന്നാൽ അവർ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് നീ അവരെ ദേശത്തെ ജനതയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. മതി. അവിടെ ഇസ്രായേൽ ജനവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് പറയുന്നത്. പലപ്പോഴും ഈ ഇസ്രായേൽ ജനത്തോട് ദൈവം ഇടപെട്ടു. അവരുടെ കുറവ് കുറ്റങ്ങളൊക്കെ അവരോട് അവരെ തിരുത്തി, അവരെ ശിക്ഷിച്ചൊക്കെ നടത്തി.
എന്നാലും അവരെ ആത്മാവിൽ ദൈവം അവരോട് സംസാരിച്ചു. പരിശുദ്ധാത്മാവ് അവരോട് ചെന്ന് പല കാര്യങ്ങളും അവരെ നടത്തി. പ്രവാചകന്മാരിലൂടെ, ന്യായാധിപന്മാരിലൂടെ ഒക്കെ ദൈവം അവരെ നടത്തി. പക്ഷേ എന്നാലും ഇവരെന്ത് ചെയ്തില്ല? ദൈവത്തെ അനുസരിക്കാൻ കൂട്ടാക്കില്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവരുടെ ശത്രുക്കൾക്ക് അവരെ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മൾ പരിശുദ്ധാത്മാവിനെ കെടുത്തരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, പരിശുദ്ധാത്മാവ് നമ്മളെ നിരന്തരം ഉപദേശിക്കുമ്പോൾ ആ ഉപദേശത്തെ അവഗണിച്ച്, അതായത് ഞായറാഴ്ച ഇവിടെ വന്ന് 1 മണിക്കൂർ ഇത് കേട്ടു, പിന്നീട് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നതേ ഇല്ലാത്ത ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ, ഇതിനെപ്പറ്റി വീണ്ടും ഒന്ന് ഓർക്കാൻ, കേട്ട വചനപ്രകാരമാണോ ഞാൻ ഇന്ന് നിൽക്കുന്നത് എന്ന് പരിശോധിക്കാൻ ഓരോ നിമിഷവും നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ കേട്ട വചനം ഒന്നും കൂടെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് എന്തായിരുന്നു, എന്നെ തിരുവഴുത്തിലൂടെ എന്താണ് പഠിപ്പിച്ചത് എന്നുള്ളത് പരിശോധിക്കാൻ മനസ്സില്ലാതെ ലോകമനുഷ്യരെ പോലെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകളെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഈ 1 മണിക്കൂർ നമ്മൾ കൂടി വന്നിരുന്നിട്ട് ഗൗരവമായി കർത്താവിൻ്റെ വാക്കുകളെ പഠിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ, ഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ചിന്തിക്കുന്ന കാര്യങ്ങൾ പിന്നീട് ഒരു നിമിഷം പോലും നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഒന്നുകൂടി ഒന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താൻ മനസ്സില്ലാതെ പോയാൽ എന്താ സംഭവിക്കാമെന്നറിയാമോ? ഈ വചനം നമുക്ക് പ്രയോജനരഹിതമാകുക മാത്രമല്ല, ആത്മാവ് പിന്നെ നമ്മളോടൊപ്പം ബാധിക്കുകയില്ല, സഞ്ചരിക്കാതെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കർത്താവ് എന്താ ചെയ്യുന്നത്? ശത്രുക്കൾക്ക് അവരെ എന്ത് ചെയ്യുന്ന? ഏൽപ്പിച്ചു കൊടുക്കും. നമ്മുടെ ശത്രു ആരാ? നമ്മുടെ ശത്രു ആരാ? നമ്മുടെ ശത്രു ജഡമാണ്, അല്ലേ? നമ്മുടെ ആത്മാവിനോട് പോരാടുന്നത് ആരാണ്? ശത്രുവാണ്. പിന്നെ ലോകത്തിൻ്റെ അന്ധകാര ശക്തി, അല്ലേ? സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകൾ, ഇവരൊക്കെയല്ലേ നമ്മൾ, അവരോടല്ലേ നമുക്ക് പോരാട്ടമുള്ളത്. അപ്പോൾ ഈ പിശാചാണ് നമ്മുടെ നമ്പർ 1 ശത്രു, ശരിയല്ലേ? അപ്പോൾ ശത്രുവിനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കിയത് നിങ്ങൾ? നമ്മുടെ ശത്രുവിനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ മിക്കവാറും ആത്മീയരായിട്ടുള്ള സഹോദരന്മാർ പല പ്രഭാഷണങ്ങൾ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഹൃദയത്തിൽ കിടക്കുന്ന ചിന്ത, ശത്രുവിനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശത്രു കൊണ്ടിട്ട് ചവിട്ടി ഓടിക്കുക എന്നാണ്. ശത്രു ഒരിക്കലും ആരെയും കൊണ്ടിട്ട് ചവിട്ടി ഓടിച്ചിട്ടില്ല. ഒരിക്കലും ശത്രു ആരെയും തല്ലിയിട്ടില്ല. ശത്രു എന്തോ കൊണ്ട് അവിടെ നിൽക്കുന്നതെന്നറിയാമോ? വടിയും ഒന്നുമായിട്ടല്ല ശത്രു നിൽക്കുന്നത്. ശത്രു അവിടെ നിൽക്കുന്നത് ലോകത്തിൻ്റെ മഹത്വങ്ങളുമായിട്ടാണ്. നീ ശത്രുവിൻ്റെ അടുക്കലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ശത്രു നിന്നെ ഇതെല്ലാം വാരി കോരി നിനക്ക് തന്നുകൊണ്ടിരിക്കും. അതാണ് ശത്രുവിൻ്റെ കൈപ്പെടുക. മനസ്സിലായോ? ലോകത്തിൻ്റെ ജ്ഞാനമല്ല, ലോകത്തിൻ്റെ ജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കി. ആത്മാവുള്ളവൻ ഗ്രഹിക്കട്ടെ. നിങ്ങൾ ശത്രുവിൻ്റെ പിടിയിലാകുക എന്ന് പറഞ്ഞാൽ, അതെ, ഒരിക്കൽ ശത്രു നമ്മുടെ കർത്താവിൻ്റെ അടുക്ക് വന്നു അവൻ്റെ പിടിയിലാക്കാൻ. എന്നിട്ട് അവൻ എന്നെ വടിയുമായിട്ടാണ് വന്നേ. അപ്പം ഞാൻ നിന്നെ ഗോപുരത്തിൻ്റെ മണ്ടയ്ക്ക് തെള്ളിയിടുമെന്ന് പറഞ്ഞ് തെള്ളിയിടുമായിരുന്നു? അല്ല. അവൻ നീ വലിയ ഭക്തനാണെന്ന് തിരിച്ചറിയി, എന്നിട്ട് പ്രാർത്ഥിച്ച് കല്ലെന്ത് ചെയ്യണം? നിന്റെ ആവശ്യങ്ങൾ, അപ്പം, അല്ലേ? നിനക്കിപ്പോൾ എന്തോ ആവശ്യം? അപ്പമാണ് ആവശ്യം. പ്രാർത്ഥിച്ച് കല്ലിനെ എന്ത് ചെയ്ത്? അപ്പമാക്ക്. കർത്താവിന് കാര്യം മനസ്സിലായി. എൻ്റെ ആവശ്യം ഈ അപ്പമൊന്നുമല്ല, ഞാൻ സ്വീകരിക്കുന്ന വചനമുണ്ടല്ലോ, ആ വചനമാണ് എന്നെ ജീവിപ്പിക്കുന്നത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് മറുപടി കൊടുക്കുകയാണ്. അങ്ങനെ ഒരുപാട് ഞാൻ ആ ഭാഗത്തോട്ട് പോകുന്നില്ല, ഒരുപാട് പരീക്ഷണങ്ങൾ അവിടെ നടത്തുകയാണ്. ആ നടത്തുന്ന ആ പിശാച് ഇവിടെ നമ്മുടെ അടുക്കലും ഉണ്ട്. എന്തിനാണ് നിൽക്കുന്നത്? നമ്മൾ അവൻ്റെ പക്ഷത്തായി എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഇലക്ഷൻ്റെ സമയത്ത് പെട്ടെന്ന് ചില ആളുകളൊക്കെ പാർട്ടി മാറുന്നു. പാർട്ടി മാറുമ്പോഴേ നമ്മൾക്കൊരു കാര്യം മനസ്സിലായി. എന്തോ മനസ്സിലായി? കോടികൾ കിട്ടിയിട്ടുണ്ട്, അല്ലേ? പാർട്ടി മാറിയാൽ ഉടനെ മറ്റേ പാർട്ടിയുടെ കയ്യിലോട്ട് പോയാൽ അതിൻ്റെ തെളിവ് തന്നെ അറിയോ? ഇഷ്ടം പോലെ കാശ് കിട്ടിയെന്നാ. അപ്പം അങ്ങനെയാണ് ലോകം വിലയിരുത്തുന്നതെങ്കിൽ ദൈവമക്കൾ തിരിച്ചറിയേണ്ടൊരു കാര്യം, നമ്മളെ ശത്രുവിനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ മോഹത്തിനകത്ത് നമ്മളെ വിട്ടുകിടക്കുകയാണ്. അയ്യോ, അങ്ങനാണെങ്കിൽ ഇപ്പോൾ ചിലർ ചിന്തിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്നെ ശത്രുവിൻ്റെ കയ്യിലങ്ങ് കൊടുക്ക്, ഒന്നുമല്ല ഈ ലോകത്ത് അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കാമല്ലോ. എന്നും ഇങ്ങനെ കട്ടവും നിന്നയും പ്രയാസവും ഒക്കെ ആയിട്ട് കഴിയുന്നതിന് ഭേദം 2 ദിവസം ജീവിച്ചുള്ളതിലും ഇതിലെ പിശാചിൻ്റെ കൂടെ കൂടാവുന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കിട്ടും. എന്നാൽ പിന്നെ അങ്ങോട്ട് പോകല്ലേ നല്ലത്. ബഹുഭൂരിപക്ഷം ആളുകൾ അങ്ങനെയാണ്. അല്ല, വന്നതെന്തിനാ? ഈ ലോകത്ത് വല്ലതൊക്കെ നേടാനല്ലേ. അപ്പോൾ അതിവിടെ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ തരാമെന്ന് പറയുന്നതിൻ്റെ അടുക്ക പോകുന്നതല്ലേ ബുദ്ധി. ഒക്കെയോളൂ, നിങ്ങൾ ഈ ലോകത്ത് വല്ലതുമൊക്കെ നേടാൻ വേണ്ടിയാണ് വന്നതെങ്കിൽ നിങ്ങൾക്ക് കുറേ കാലമൊക്കെ ഇതിനകത്ത് നിൽക്കാൻ പറ്റും. കാരണം ഇവിടെ ഈ ലോകത്തിൻ്റെ ഒരു സംഗതിയും ഇല്ല. അത് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളും ചർച്ചുകളും ഫെലോഷിപ്പുകളും ഒക്കെ ഇഷ്ടം പോലെ തിരുവല്ലയിലുണ്ട്. തിരുവല്ലയിൽ ഇതിനൊന്നും ഒരു കുറവുമില്ല. ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്നത് എന്തിനാണ്?
നിങ്ങളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഒറ്റ കാര്യത്തിന് എന്തിനാണെന്നറിയാമോ? യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ. ക്രിസ്തുവിനുള്ള മഹത്വം എന്താണോ സെയിം ആ മഹത്വമേ നിങ്ങൾക്ക് ഇവിടുന്ന് ലഭ്യമാകുന്നുള്ളൂ. ക്രിസ്തുവിന്റെ മഹത്വം എന്തുവാണ്? ശുശ്രൂഷ ചെയ്യിക്കലല്ല, ദാസനാകുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാണനെ വെച്ചുകൊടുക്കുക, സ്വന്തം പ്രാണനെ കൂടി വിട്ടുകൊടുക്കുക, മറ്റുള്ളവർ വാങ്ങുകയല്ല കൊടുക്കുക, മേടിക്കുകയല്ല കൊടുക്കുക. ഇവിടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വേറൊരു കാര്യമുണ്ട്, FCRA നിർത്തലാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ പണം വാങ്ങിക്കൊണ്ട് ക്രിസ്ത്യാനികൾ ഇവിടെ മതപരിവർത്തനം നടത്തുന്നു. എന്നിട്ട് എങ്ങാണ്ട് 50,000 രൂപ കൊടുത്തൊരു ഹിന്ദുവിനെ ക്രിസ്ത്യാനിയാക്കി. നിങ്ങളങ്ങനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മുടെ അറിവിൽ ഒരുപാട് ഹിന്ദുക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രിസ്ത്യാനിയായിട്ടുണ്ട്. ഇന്ന് വരെ ഒരു ഹിന്ദുവിനും 50,000 രൂപ പോയിട്ട് 5 രൂപ നിനക്ക് തരാം ക്രിസ്ത്യാനി ആകാമോ എന്ന് പറഞ്ഞിട്ട് 5 രൂപയെങ്കിലും ക്രിസ്ത്യാനി ആകാൻ വേണ്ടി കൊടുത്തതായിട്ട് എൻ്റെ അറിവിലില്ല. നിങ്ങളുടെ അറിവിലുണ്ട്? വിശ്വാസ ജീവിതത്തിൽ കൂട്ടായ്മയിൽ വന്നു കഴിയുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നതെന്ന് കാണുമ്പോൾ നമ്മൾ പരസ്പരം സഹായിച്ചെന്നിരിക്കും. അത് ക്രിസ്ത്യാനി ആകാൻ വേണ്ടി കൊടുത്താണോ? അല്ല. ക്രിസ്ത്യാനിയായി ക്രിസ്തുവിനെ നമ്മുടെ കൂടെ ചേർന്ന് അനുഗമിക്കുന്നത് കാണുമ്പോൾ അവനൊരു ഞെരുക്കം വന്നാൽ അവനെ സഹായിക്കുക. അത് അവൻ ഹിന്ദു ആയിരുന്നത് കൊണ്ടാണോ? അവൻ ഹിന്ദുവിൽ നിന്ന് വന്നാലും കൊള്ളാം, ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ നിന്ന് വന്നാലും കൊള്ളാം, എവിടെ നിന്ന് വന്നവനാണേലും കൊള്ളാം, നമ്മളൊരു കൂട്ടായ്മയായി പോകുമ്പം നമുക്കിടയിൽ ബുദ്ധിമുട്ട് വന്നാൽ വരുന്ന സഹോദരങ്ങളെ നമ്മൾ സഹായിക്കുക എന്ന് പറയുന്നത് കാര്യമുണ്ട്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഇവരതല്ല പറയുന്നത്. ഇവർ പറയുന്നത് ഇങ്ങോട്ട് വരുന്നതിന് 50,000 കൊടുക്കുകയാണ്. ആരെങ്കിലും അവിടെ നിന്ന് 50,000 പോയിട്ട് 5,000 രൂപ തരാം ഇങ്ങോട്ട് ചേർന്നേക്കൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓടിപ്പോകുന്ന സ്ഥിതിയിലാണ് നിങ്ങളുടെ മതത്തിലുള്ളവർ നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ അപജയം 5,000-ത്തിൻ്റെ പ്രലോഭനമല്ല, കൂടെ നിലനിർത്താൻ പറ്റിയ ഒരു മാർഗം നിങ്ങൾക്ക് ഇല്ലാതെ പോയതിൻ്റെ കുഴപ്പമാണ്. ഇനി ഞാനിത് നേരെ തിരിച്ചു പറയുക. ഇത് അവരുടെ ആർഗ്യുമെൻറ്റ്സ്. നേരെ തിരിച്ചു പറയുക. തിരിച്ച് ഞങ്ങളുടെ കൂടെ വരാമെങ്കിൽ ഇന്ന സൗകര്യങ്ങൾ തരാം. മക്കളെ കെട്ടിക്കാൻ, ചിലർ പിള്ളേരെ കെട്ടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, അതുകൊണ്ട് തിരിച്ച് പള്ളിയിൽ പോയി. അപ്പോൾ അവർ ഓഫർ ചെയ്ത് എന്താ? പള്ളി വരാമെങ്കിൽ കെട്ടിച്ചിടാം, വീട് വെച്ച് തരാം. അപ്പോൾ ഈ ഓഫറുകൾ കിട്ടിയാൽ അങ്ങോട്ട് പോകുന്ന ആളുകൾ നമുക്കിടയിൽ ധാരാളമുണ്ട്. 5,000-യും 10,000-യും ഒക്കെ 5 അപ്പവും 2 മീനും കൊണ്ടൊക്കെ നുറുക്കി കൊടുത്ത് വയറ് നിറച്ച് കഴിപ്പിച്ചിട്ട് പിന്നെ കൊട്ട കണക്കിന് വീട്ടിൽ കൊണ്ടുപോകാനും കൊടുത്ത ഒരു കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരിൽ ഒരുത്തൻ 30 വെള്ളി കാശ് അപ്പുറത്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് ചാടിപ്പോയാൽ അല്ലയോ? ആ സൈസ് സാധനങ്ങൾ ഇവിടെ ഉണ്ടെന്നേ. വിഷയം ഇവിടെ നിത്യജീവൻ്റെ മൊഴി ഇല്ലാഞ്ഞിട്ടല്ല. യവൻ വന്നത് നിത്യജീവൻ്റെ മൊഴിക്ക് വേണ്ടിയിട്ടല്ല. യവൻ വന്നത് വേറെ എന്തൊക്കെയോ നേടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് 30 വെള്ളിക്കാശ് അപ്പുറത്ത് നീട്ടിയപ്പോൾ അപ്പുറത്ത് ചാടിയേ. വടക്കേണ്ടിയിൽ പലയിടത്തും ഗർവാപ്പസി എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി പേര് പോകുന്നുണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. എനിക്കറിയത്തില്ല. പോകും. ആരായിരിക്കും പോവുക? ഈ ലോകത്തിലുള്ള മാനത്തിനും മഹത്വത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയാണ് ഇവിടെ വന്നതെങ്കിൽ അതിപ്പോൾ ഇവിടുത്തേനെക്കാട്ടിൽ കൂടുതലായിട്ട് അപ്പുറത്ത് തരാമെന്നാരെങ്കിലും പറഞ്ഞാൽ ഉടനെ ഇവരെന്ത് ചെയ്യും? തിരിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലെ ക്രിസ്തീയ മാർഗത്തിൽ കൂടിയിരിക്കുന്ന നിലവിലുള്ള ക്രിസ്ത്യാനികൾ, പാരമ്പര്യ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു ആകാശത്തുനിന്ന് പൊട്ടി വീണ ക്രിസ്ത്യാനിയൊന്നും അല്ലല്ലോ, ആണോ? പണ്ട് ഇവിടുന്ന് മതം മാറി വന്ന ക്രിസ്ത്യാനികളൊക്കെ തന്നെയല്ലേ ഇവിടെ കിടക്കുന്ന ഓർത്തഡോക്സും കത്തോലിക്കരും യാക്കോബാരും കൈ പറഞ്ഞ ബന്ധക്കോസുകാരെല്ലാവരും. അവരിപ്പം കൂടുതൽ ഞെളിയുന്നത് ഞങ്ങൾ പാരമ്പര്യ ക്രിസ്ത്യാനി എന്ന് തുടങ്ങിയ പാരമ്പര്യമാണെന്ന് ചോദിച്ചാൽ ഉത്തരം മുട്ടും. ആദാമിൻ്റെ പാരമ്പര്യം പറയാനുണ്ട്. ആദാം ക്രിസ്ത്യാനിയായിരുന്നു. ആദാം ഹിന്ദു ആയിരുന്നില്ല, ക്രിസ്ത്യാനി ആയിരുന്നില്ല. ഇവിടെ ഒരു തിരുമേനിയുടെ ഒരു ഇൻ്റർവ്യൂ കിടക്കുന്ന ഫേസ്ബുക്കിൽ കിടക്കുന്നുണ്ട്. തിരുമേനി പണ്ട് ദളിതനായിരുന്നു, ഒരു ദളിതത്തിൽ നിന്ന്. നല്ല കാര്യം. പക്ഷേ ആ ദളിതൻ എവിടെ നിന്ന് വന്നാ എന്ന് ചോദിക്കാൻ ബുദ്ധിയുള്ള ആരുമില്ല. നിങ്ങൾ കൂടി കിട്ടിയോ? പണ്ട് ഞങ്ങൾ പകലോമുറ്റം കുടുംബത്തിൽ നിന്ന് വന്നവരാണ്. വേറെ കുറേ പുള്ളികൾ അങ്ങനെ. ഞങ്ങളങ്ങ് കള്ളിയങ്കാട്ട് കുടുംബത്തിൽ നിന്ന്, പണ്ട് പോറ്റിമാരുടെ കുടുംബത്തിൽ നിന്ന് വന്നവർ. ഈ പോറ്റിമാരെവിടെ നിന്നാണ് വന്നേ? ആകാശത്തുനിന്ന് ഒരു ദിവസം ഒരു പോറ്റി നിലത്തോട്ട് വീഴുമായിരുന്നു. ആകാശത്തുനിന്ന് ഒരു ദിവസം ഒരു ദളിതൻ നിലത്തോട്ട് വീഴുമായിരുന്നു. എന്നിട്ട് പിന്നെ അതിനകത്തുനിന്ന് ഇങ്ങനെ പൊട്ടി മുളത്തതാണ് ദളിതരും പോറ്റിക്കാരും ക്രിയാനികളും, ആണോ? അങ്ങനെയാണെന്ന് അവരും അവകാശപ്പെടുന്നൊന്നുമില്ല. പക്ഷേ അവരുടെ ബുദ്ധിയെ ഉണർത്തി
നിങ്ങളുടെ ഈ പാരമ്പര്യം എവിടെയാണ് ആരംഭിച്ചതെന്ന് ഒന്ന് അന്വേഷിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു വിട്ടാൽ അവരാ അന്വേഷണത്തിന് വേണ്ടിയാണ് പോകുന്നതെങ്കിൽ എവിടെ വന്ന് നിൽക്കുമെന്നറിയാം? ആദമിൽ വന്ന് നിൽക്കും. ആദം ദളിതനാണെങ്കിൽ ഭൂമിയിലുള്ള സകല മനുഷ്യനും ദളിതനാണ്, അല്ലയോ? ആദം ദളിതനുമല്ല, പോറ്റിയല്ല, ഒന്നുമല്ല. ആദം ദൈവത്തിൻ്റെ മകനാണ്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യൻ ദൈവകൃപയെ വിട്ടു തെറ്റി, അല്ലെങ്കിൽ ദൈവത്തോടുള്ള അനുസരണക്കേട് കാണിച്ചു എന്നൊക്കെ പറയുന്ന വേദഭാഗം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അവനെ വീണ്ടും അവനെയും അവൻ്റെ സന്തതി പരമ്പരകളെയും വീണ്ടെടുക്കേണ്ടതിനായി സ്ത്രീയിൽ നിന്ന് ജനിച്ചൊരുവനായി ഒരുവൻ വരുമെന്നുള്ള സുവിശേഷം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലെ തുടങ്ങിയ സുവിശേഷമാണ്, അല്ലേ? ശത്രുവിൻ്റെ തലയെ, അവനെ തെറ്റിച്ചവൻ്റെ തലയെ, അവനെ തെറ്റിച്ചതാരാ? ഹവ്വയെ തെറ്റിച്ചതാരാ? സാത്താന്. എന്താ കാണിച്ചാ തെറ്റിച്ചേ? നിന്നെ ഞാൻ ഇന്ന് ഉരുട്ടിയിടും, മര്യാദയ്ക്ക് എൻ്റെ പുറകെ വന്നു. പേടിപ്പിച്ചാണോ? വെരട്ടിയൊന്നുമല്ല, വെരട്ട് മുഴുവൻ ഇതിനകത്താണ്. ഇവിടെ വെരട്ടല്, ഇവിടെ പലരും വെരട്ടിയ ഓരോരുത്തരെ കൂട്ടായ്മയ്ക്കല്ല ഞായറാഴ്ച വന്നില്ലെങ്കിലുണ്ടല്ലോ നിന്റെ ബിസിനസ് പൊട്ടിപ്പോവും. പേടിപ്പിച്ച കൂട്ടായ്മയ്ക്കൊട്ടിരുന്നു, പേടിപ്പിച്ച് കൂടെ നിർത്തുന്ന പരിപാടി മുഴുവൻ നമുക്കിടയിലുള്ള പുള്ളികളാണ് ചെയ്യുന്നത്. പിശാചി പേടിപ്പിച്ചല്ല ഹവ്വാമ്മച്ചെ കൊണ്ടുപോയാണോ? പ്രലോഭിപ്പിച്ചാ കൊണ്ടുപോയത്. എന്തെല്ലാം വാഗ്ദാനങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളാണ്, എന്തെല്ലാം മോഹങ്ങളാണ്. ഒന്ന്, ദൈവത്തെ പോലെ ആകാനുള്ള മോഹം. രണ്ട്, അവിടുത്തെ ഏറ്റവും സുന്ദരമായ സാധനം സ്വന്തമാക്കാൻ, ഏറ്റവും രുചിയുള്ള സാധനം സ്വന്തമാക്കാൻ. മോഹങ്ങളാണ്, പ്രലോഭനങ്ങളാണ്. ആ പ്രലോഭനങ്ങൾ ഇന്നും അവൻ തുടരുകയാണ്. യേശു കർത്താവിൻ്റെ മാർഗത്തിൽ ഭൗമികമായ ഒരു വിഷയത്തെയും ചൂണ്ടിക്കാണിച്ച് ആരെയും ഇന്ന് വരെ പ്രലോഭിപ്പിച്ചിട്ടില്ല. ഞാൻ ഭൂമിയിൽ വന്നത് നിങ്ങൾക്ക് നല്ല ജോലി തരാനാണെന്ന് കർത്താവ് പറഞ്ഞോ? നിങ്ങൾക്ക് നല്ലൊരു വീട് തരാനാണ് ഞാൻ ഈ ഭൂമിയിലോട്ട് വന്നത്. എന്നെ അനുഗമിക്കും, നിന്റെ കടബാധ്യത മാറ്റാൻ ഞാൻ വന്നത്. നീ എന്നിട്ട് അവിടെ കടബാധ്യതയാണെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്, എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞ് കർത്താവ് ആരെയും വിളിച്ചോ? പക്ഷേ കർത്താവ് അങ്ങനെ വിളിച്ചെന്നും പറഞ്ഞ് ഒത്തിരി പേര് ഇവിടെ പലരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നടക്കട്ടെ. കർത്താവ് പക്ഷേ ഒരൊറ്റ കാര്യം പറഞ്ഞേ വിളിച്ചുള്ളൂ, നിനക്ക് ജീവൻ തരാൻ, അതും സമൃദ്ധിയായി തരാൻ. എൻ്റെ പിന്നാലെ വാ, നിത്യജീവന്റെ വാതിൽ ഞാൻ, എന്നിലൂടെ അല്ലാതെ അങ്ങോട്ട് ആർക്കും വരാൻ പറ്റത്തില്ല. ഞാൻ നല്ല ഇടയനാ, നല്ല ഇടയൻ. ആടുകൾക്ക് വേണ്ടി ജീവൻ, എൻ്റെ ജീവനെ ഞാൻ നിങ്ങൾക്ക് തരാം. ശിഷ്യന്മാർ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി വന്നു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരും ഈ സുവിശേഷം 10 പേരോട് വിളിച്ചു പറഞ്ഞിട്ട് പറയുകയാണ്, ഞങ്ങൾ നിങ്ങളോട് സുവിശേഷം പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഈ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കാൻ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ ശ്രേഷ്ഠത ലോകത്തിൻ്റെ ചവറായി നിൽക്കുക എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൽ വെളിപ്പെട്ട മഹത്വം എന്തായിരുന്നു? ലോകത്തിലെ ഏറ്റവും ചെറിയ ദാസനായി നിൽക്കുക എന്നുള്ളതായിരുന്നു. അവനെല്ലാമാണ്, പക്ഷേ എല്ലാവരുടെയും മുമ്പിൽ അവൻ ഏറ്റവും താഴ്ന്നു നിൽക്കാൻ, തന്നെ താഴ്ത്തി നിൽക്കാൻ, അതാണ് യേശു കർത്താവ് ചെയ്തത്. പക്ഷെ പിതാവ് അതുകൊണ്ട് എന്ത് ചെയ്തെന്നറിയാമോ? അവനെ ഏറ്റവും അധികം ഉയർത്തി സകല നാമത്തിനും മേലായ നാമം. യേശു കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ വാസസ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ യേശു പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് ഇവരെ ഇങ്ങനെ വിളിച്ചു വേർതിരിച്ച് കർത്താവ് തൻ്റെ പിന്നാലെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇവർക്ക് വിശന്നാൽ കർത്താവ് അവർക്ക് എന്ത് ചെയ്യുമായിരുന്നു? ആഹാരം കൊടുക്കുമായിരുന്നു. രോഗിയായാൽ കർത്താവ് അവർക്ക് എന്ത് ചെയ്യുമായിരുന്നു? സൗഖ്യം കൊടുക്കുമായിരുന്നു. പക്ഷെ ചില ആളുകൾ കർത്താവിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് ജനത്തെ മുഴുവൻ പറഞ്ഞെന്നറിയാവോ? രോഗികളാണെങ്കിൽ ഇങ്ങോട്ട് പോര്, ഇവിടെ എന്തുണ്ട്? സൗഖ്യമുണ്ട്. വിശന്നിരിക്കുകയാണോ? ഇങ്ങോട്ട് പോര്. വിശപ്പ് മാറ്റുമെന്ന് മാത്രമല്ല, അക്കൗണ്ടിൽ കൊട്ട കണക്കിന് നിറയ്ക്കാൻ തക്കവണ്ണം ഇവിടുന്ന് വാരിക്കൊണ്ട് പോകുകയും ചെയ്യാം. കർത്താവ് നമ്മളെ ദരിദ്രനാക്കത്തില്ല. ഇഷ്ടം പോലെ കണ്ട കർത്താവിൻ്റെ കൂടെ പോയ ശിഷ്യന്മാരാരെങ്കിലും എല്ലാവരുടെയും വീട്ടിലിപ്പോൾ കൊട്ടക്കണക്കിന് അപ്പം ഉണ്ടെന്ന്. ശിഷ്യന്മാരുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ ഓരോരുത്തരെ ക്ഷണിക്കുന്നത്. എന്നിട്ട് സാക്ഷ്യമോ, പണ്ട് ഞാൻ ഒന്നുമല്ലായിരുന്നു, തകർന്ന തരിപ്പണമായി, വീടില്ല കൂടില്ല ഒന്നുമില്ല, പക്ഷെ കർത്താവിനെ സ്വീകരിച്ച് നാൾ മുതൽ ദൈവം എന്നെ ഉയർത്തി. ഇന്ന് ഈ ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ഞാനാണെന്നൊക്കെ അങ്ങ് സ്വയം തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളോട് വീണ്ടും പറയാം, മക്കളെ നിങ്ങളെ ചേർക്കാൻ ഞാൻ വരും, നിങ്ങളെ ചേർക്കാൻ ഞാൻ വരും. ഈ ഭൂമിയിൽ നിക്ഷേപം കൂടുന്നതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്. ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങളൊട്ട് സ്വരൂപിക്കുകയും ചെയ്യരുത്. ഇത് കള്ളം തുരുന്ന് മോട്ടിക്കുന്ന നാടാ. പുഴുവെടുക്കും. ഇവിടെ ഏത് സാധനം ഒന്നുകിൽ നീ സമ്പാദിച്ച സ്വന്തമെന്ന് കരുതിയ സാധനം എന്ത് ചെയ്തിട്ടുണ്ട്? പുഴുവെടുത്തു.
അല്ലെങ്കിൽ നീ സമ്പാദിച്ച് വെച്ചത് വല്ലവരും മോട്ടിച്ചുകൊണ്ട് പോകും. ഇനി ഇതിൽ അന്തും സംഭവിക്കുന്നില്ല, എന്ത് സംഭവിക്കുന്നറിയോ? തുരുമ്പെടുക്കും. ഇങ്ങനല്ലേ? തുരുമ്പെടുക്കാത്ത ലോകത്തിലൊന്നാണ് സ്വർണം. പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ കളൻ ചെയ്യും, എടുത്തോണ്ട് പോകും. നമ്മൾ എത്ര വില കൂടിയ വസ്ത്രം മേടിച്ചാലും കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും? കീറിപ്പോവും. നമ്മളെത്ര മനോഹരമായി പണിഞ്ഞ പെരയും കുറേ കഴിയുമ്പം ഇടിഞ്ഞു പോകും. ഇന്നലെ വൈകിട്ട് എനിക്ക് വലിയ സങ്കടം തോന്നി. ഞങ്ങളുടെ ഭാര്യ 2 ദിവസം മുമ്പ് ഉണ്ടാക്കിയ നല്ലൊരു കൂട്ടാനുണ്ടായിരുന്നു. അത് കുറച്ച് മാറ്റി അവിടെ വെച്ചു. നമുക്ക് നാളെ കഴിക്കാം, നല്ല കാര്യം, നല്ല ബുദ്ധിയാണ്, നാളെ കഴിക്കാം. പക്ഷേ നാളെ തമ്പുരാൻ കഴിക്കാൻ വേറെ ചില സാധനങ്ങൾ തന്നു. ഇത് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ വേറെ ചിലടത്ത് പോയി വേറെ കഴിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഇത് കഴിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴോ പുഴുവരിച്ചു. പുഴുവരിച്ചില്ല, കേടായി. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഭക്ഷണങ്ങൾ നാളെ ഞാൻ എന്ത് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ നിങ്ങൾ എന്താ കഴിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മളാണോ തീരുമാനിച്ചിരിക്കുന്നത്? നമ്മൾ വൈകിട്ട് കഴിക്കാം, നാളെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് മാറ്റി വയ്ക്കും. പക്ഷേ കഴിക്കാൻ ചിലപ്പം പറ്റിയില്ലെന്ന് വരുന്നു. ആ സാധനം അങ്ങ് പോവുകയും ചെയ്യും. ഒരു സാധനവും ഈ ഭൂമിയിൽ ശാശ്വതമായതില്ല. എന്നാൽ ഞാൻ നിങ്ങൾക്ക് വച്ചിരിക്കുന്ന അവകാശത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞു. അത് വാടത്തില്ല, മാലിന്യമേൽക്കത്തില്ല, ഒരാളും മോട്ടിച്ചുകൊണ്ട് പോകത്തില്ല, വാട്ടമില്ല, മാലിന്യമില്ല, ക്ഷയിക്കത്തുമില്ല. പക്ഷെ ഇവിടെ നമ്മൾ മോഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും എല്ലാം ഈ പറയുന്ന സാധനങ്ങളാണ്. അതിൻ്റെ കാരണം എന്നറിയാമോ? അതിൻ്റെ കാരണം നമ്മൾ കാണുന്നതിലാണ് വിശ്വസിക്കുന്നത്. കാണാൻ പറ്റുന്ന കാര്യം, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുകയും അതിനു വേണ്ടി മോഹിക്കുകയും ചെയ്യും. എന്നാൽ കർത്താവിനെ പിൻപറ്റിയവർ പറയുകയാണ്, കാണാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതാണ് വിശ്വാസം. അതിൻ്റെ ഉറപ്പ് ഹൃദയത്തിൽ ഉറപ്പിക്കുന്നതാണ് വിശ്വാസം. അതുകൊണ്ടാണ് അപ്പസ്തോലന്മാരും അബ്രഹാമും ഒക്കെ എന്ത് ചെയ്യുന്നറിയാം? ദൈവം ശില്പിയായി നിർമ്മിച്ചതിനെ മാത്രം ലക്ഷ്യമിട്ട് യാത്ര ചെയ്തത്. അതുമാത്രം ലക്ഷ്യമിട്ട് യാത്ര ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും നിരാശ ഉണ്ടാവില്ല. അങ്ങനെ യാത്ര ചെയ്യാനായിട്ടാണ് പൗലോസും ശിഷ്യന്മാരെ പരിശീലിപ്പിക്കുന്നത്. പൗലോസ് തെസ്സലോനിക്കർക്ക് നല്ല ആർക്ക് ലേഖനം എഴുതിയാലും പഠിപ്പിച്ചിട്ടുള്ളത് മുഴുവൻ അതാ. അങ്ങനെ പഠിപ്പിച്ചു വന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളോട് 5-ാം അധ്യായത്തിൻ്റെ പ്രാരംഭത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മളെ ചേർക്കാൻ നമ്മുടെ കർത്താവ് വരും. ആ കർത്താവ് വരുന്ന വരവിന് ഒരുങ്ങിയിരിക്കാൻ നമുക്ക് പറ്റണം. അതുകൊണ്ട് നിങ്ങൾ സുബോധമുള്ളവരായത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് തയ്യാറായിട്ടിരുന്നോണം. ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നവർ ലോകത്തിൻ്റെ മോഹങ്ങളിൽപ്പെട്ട് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുക. നിങ്ങൾ ആ ഉറങ്ങുന്നവരുടെ ഇടയിൽ നിന്നൊക്കെ ഉണർന്ന് കർത്താവിൻ്റെ വരവിന് വേണ്ടി തയ്യാറായി നിൽക്കണം. ആ തയ്യാറായി നിൽക്കുമ്പോൾ നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യണം? പ്രബോധിപ്പിക്കുന്നവരായിരിക്കണം. വിശ്വാസം, സ്നേഹം ഒരു കവചമായി നിങ്ങളിൽ ഉണ്ടാകണം. നിങ്ങളുടെ ശിരസ്ത്രമായിട്ട് നിൽക്കേണ്ടത് രക്ഷയുടെ പ്രത്യാശയാണ്. ഇതായിരിക്കണം നിങ്ങളുടെ തലയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവനാണ്. ഈ പ്രത്യാശ നിങ്ങളുടെ എപ്പോൾ തല ഉയർത്തിയാലും ആ മുഖത്ത് പ്രത്യാശയുടെ ശക്തി വെളിപ്പെട്ട് കാണണം. സ്തോത്രം പിതാവേ. ഇതാണ് 5-ാം അധ്യായത്തിൽ പഠിപ്പിച്ചു വന്നത്. ഇതെല്ലാം പഠിപ്പിച്ചു വന്നിട്ട് ഇപ്പം നമ്മളോട് പറയുക, ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞും പഠിപ്പിച്ചും തരുന്ന ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അവഗണിക്കരുത്. ഈ ഉപദേശങ്ങളെ നിങ്ങൾ നിസ്സാരവൽക്കരിക്കരുത്. അങ്ങനെ നിസ്സാരവൽക്കരിച്ചാൽ എന്ത് സംഭവിക്കും? അങ്ങനെ നിസ്സാരവൽക്കരിച്ചാൽ നിങ്ങൾ പോകുന്നെങ്കിൽ നിങ്ങളെ വിട്ടുകളയാന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും വരുന്നു, വിട്ടുകളയാന്ന് പറഞ്ഞാൽ എങ്ങോട്ട്? ശത്രുവിന് ഏൽപ്പിക്കും. അപ്പോൾ ശത്രു എന്ത് ചെയ്യും? ഈ പുളിച്ചു പോകുന്നതും നശിച്ചു പോകുന്നതും ദ്രവിച്ചു പോകുന്നതുമായ സാധനങ്ങളൊക്കെ വാരിക്കോരിയൊക്കെ നമുക്ക് തരും കേട്ടോ. എന്നിട്ട് നമ്മളോട് പറയും ദൈവം നമ്മളെ അനുഗ്രഹിച്ചത്. അപ്പം നമ്മളോ ഞാനത് വാക്യം അത്ര ശ്രദ്ധിച്ചില്ലെങ്കിലും ഉപദേശം അത്ര പാലിച്ചൊന്നുമില്ലെങ്കിലും ദൈവം എന്നെ അനുഗ്രഹിക്കുന്നുണ്ടല്ലോ, അതിന് എന്നാ വേണം? അനുഗ്രഹം എന്ന് പറഞ്ഞവർ കണക്കാക്കി വെച്ചിരിക്കുന്ന സംഗതി മുഴുവൻ എവിടുത്തുക? ഭൂമിയിലുള്ള. നമുക്ക് പലർക്കും പറ്റുന്ന പറ്റ അവിടെയാണ്. നമ്മൾ ഈ ദൈവം അനുഗ്രഹിച്ചു എന്ന് സാക്ഷ്യം പറയുന്ന ആളുകളുണ്ടല്ലോ. കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു വല്ലവനായിരുന്നു എന്നൊക്കെ പറയുന്നത്. കർത്താവിനെ കഴിഞ്ഞ ആഴ്ച കണ്ണിനെ കണ്ണുനീര് നല്ലേ, അങ്ങനല്ലേ? കണ്ണിനെ കണ്ണുനീര് വരാതെ കർത്താവ് സൂക്ഷിച്ചു. കണ്ണുനീര് വന്നാൽ വലിയ കുഴപ്പമെന്നാ ഇത് ചോദിക്കും. കണ്ണുനീര് വരാതെ, കാലിനെ വീഴാതെ. ഭയങ്കരം. പ്രാണനെ മരണത്തിൽ നിന്ന് മരിക്കരുത്, നീ ഇവിടെ ഇരുന്നു എത്ര കാലം ഇരിക്കുന്നു നമുക്ക് നോക്കാം. ഒരാഴ്ച പ്രാണനെ മരണത്തോടൊക്കെ എന്ത് പേടിയെന്നറിയോ? പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മരണത്തെ ഭയപ്പെടുന്ന. വചനത്തിന് നേരെ ഓപ്പോസിറ്റാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന എബ്രായലേഖനത്തിൽ പഠിപ്പിക്കുന്നത് മരണഭീതി മാറ്റപ്പെടുമെന്ന്. മരണത്തെ വെല്ലുവിളിക്കുന്നവർ, മരണമേ നിൻ്റെ ജയം എവിടെയെന്ന് ചോദിക്കുന്നവരാ ദൈവത്തെ അനുഗമിക്കുന്നവർ. ഇവർ മരണത്തെ ഭയപ്പെട്ടിട്ട് ഒരു എനിക്ക് മരിക്കാൻ പറ്റിയില്ലല്ലോ, മരണത്തിൽ തന്നെ കാത്തല്ലോ എന്ന്. അങ്ങനെ മരണത്തിൽ നിന്ന് കാത്തു, കണ്ണിനെ കാത്തു, കണ്ണുനീര് കാത്തു എന്നൊക്കെ പറയുന്ന ആളുകളോട് തിരിച്ചൊരു കാര്യം ചോദിക്കണം. കർത്താവ് പറയുന്ന ഏതെങ്കിലും കാര്യം നീ അനുസരിച്ചിട്ടുണ്ടോ?
കർത്താവിൻ്റെ വചനപ്രകാരം തന്നെയാണോ സഹോദരി നിങ്ങൾ ജീവിക്കുന്നത്? അന്നേരം എന്തായിരിക്കും മറുപടി പറയുക? പാട്ട് പാടുമ്പോൾ പാട്ടുകാരൻ എഴുതി വെച്ചതുകൊണ്ട് അറിയാതെ അങ്ങ് പാടും. എൻ്റെ ദൈവത്താൽ തൻ്റെ വചനം പോലെ ആണോ എന്ന് ആരെങ്കിലും വ്യക്തിപരമായിട്ടൊന്ന് വിളിച്ചു നിർത്തി എണ്ണിപ്പിച്ച് നിർത്തിയല്ല എന്ന് ചോദിച്ചാൽ ധൈര്യത്തോടെ ഞാൻ കർത്താവ് പറയുന്ന വചനപ്രകാരം തന്നെയാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? ഇല്ല. കർത്താവ് കഴിഞ്ഞ ആഴ്ച എനിക്ക് നല്ലവനും വല്ലവനുമായിരുന്നു എന്ന സാക്ഷ്യം പറയുന്നിടത്ത് ആ കാണിച്ച ധൈര്യം ഈ പറയുന്ന വാക്കിനുണ്ടാവുമോ? കിട്ടുന്നുണ്ടോ? എഴുന്നേറ്റ് എന്ന് സാക്ഷ്യം പറയുമ്പോൾ കർത്താവ് കഴിഞ്ഞ ആഴ്ച എനിക്ക് നല്ലവനും വല്ലവനുമായിരുന്നു, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും ഒക്കെ വിടുവിച്ചു. ഓക്കെ, അതേ ധൈര്യത്തോടെ കർത്താവിൻ്റെ വചനം പൂർണ്ണമായും അനുസരിച്ച് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ഒരാഴ്ച ജീവിച്ചതെന്ന് സാക്ഷ്യം കേൾക്കാൻ പറ്റൂ? മറ്റേത് പറയുന്നതിന് ഭയങ്കര സന്തോഷമാണ്. രണ്ടാമത് പറഞ്ഞ കാര്യങ്ങൾ അവിടെയാണ് നമ്മൾ അബദ്ധത്തിലാണ് കിടക്കുന്നതെന്ന് തിരിച്ചറിയേണ്ടത്. നമ്മൾ ഏറ്റവും ധൈര്യത്തോടെയും അഭിമാനത്തോടെയും ഉറപ്പോടെയും പറയാൻ പറ്റേണ്ട കാര്യം എന്താണെന്നറിയാമോ? ഞാൻ കർത്താവിനെ അനുഗമിച്ചു. പൗലോസ് പറഞ്ഞ വാക്ക്, ഞാൻ നല്ലപോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. കർത്താവ് എന്നെ കാത്തു എന്നല്ല, ഞാൻ വിശ്വാസം കാത്തു എന്ന് പറയുന്ന സാക്ഷ്യങ്ങളാണ് നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടതല്ലേ. നീ അവിശ്വസ്തനായാലും കർത്താവ് വിശ്വസ്തനായി പാർക്കുന്നത് കർത്താവിൻ്റെ മഹത്വം. ആയുസ് നിനക്ക് നീട്ടി തന്നിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് നിന്നോടുള്ള സ്നേഹം കൊണ്ടാകാം. ഇതിനൊന്നും ഒരു തർക്കവും നമുക്കില്ല. നീ വിശന്നിരുന്നപ്പോൾ നിനക്ക് ആഹാരം തരാൻ കർത്താവിന് മനസ്സുണ്ട്, കർത്താവ് തന്നു, അതിന് നമുക്ക് തർക്കമില്ല. നല്ല വസ്ത്രം കർത്താവ് തന്നെങ്കിൽ നല്ലത്, നമുക്ക് സന്തോഷമേ ഉള്ളൂ. വലിയ ദുഃഖകരമായ വിഷയങ്ങൾ വന്ന് കരഞ്ഞ് ഒരു പരുവമാകേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് കണ്ണിൽ ഒരല്പം പോലും കണ്ണുനീര് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കാതെ കാത്തു സൂക്ഷിക്കാനും ഈ കർത്താവിനറിയാം. അതിലും നമുക്ക് തർക്കമൊന്നുമില്ല. അതൊക്കെ കർത്താവിൻ്റെ വിശ്വസ്തതയാണ്, കർത്താവിൻ്റെ സ്നേഹമാണ്. പക്ഷേ എന്നും അങ്ങനെ തന്നെ കർത്താവ് ഇവിടെ സൂക്ഷിക്കും, അങ്ങനെ തന്നെ ഇവിടെ നിലനിർത്തും എന്ന ചിന്തയിലാണ് നീ യാത്ര ചെയ്യുന്നതെങ്കിൽ കർത്താവ് അങ്ങനെ വാക്കൊന്നും ആരോടും കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷെ കർത്താവ് കൊടുത്തിരിക്കുന്നൊരു വാക്കുണ്ട്. ആ വാക്കെന്നറിയാമോ? ലോകാവസാനത്തുള്ള എല്ലാ നാളും എന്നെ അനുഗമിച്ചാൽ നീ ഒരു നാളും നശിക്കത്തില്ല. ലോകാവസാനം വരെ ഏത് സമയത്ത് ഞാൻ നിന്റെ കൂടെ. അപ്പോൾ കർത്താവിനെ ഞാൻ കൃത്യതയോടെ അനുഗമിച്ചു. കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണെന്നറിയാമോ? കർത്താവ് നമുക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിച്ച്, പിതാവേ ഇവർക്ക് വീടൊന്നുമില്ല, അതുകൊണ്ട് ഇവരെൻ്റെ നാമമൊക്കെ വിളിച്ച് രക്ഷിക്കപ്പെട്ട് ഒരുപാട് നിന്നയൊക്കെ സഹിച്ച് അവർ നിന്ന സമൂഹത്തിൽ നിന്നൊക്കെ അവർ ഇറങ്ങി വന്ന് അവരുടെ ബന്ധുക്കളൊക്കെ ഇവരെ ഇങ്ങനെ ഒറ്റപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ട് പിതാവേ ഇവർക്ക് അവരുടെ മുമ്പിൽ പിതാവേ നീ ഇവരെ മാനിക്കണം കേട്ടോ, നല്ലൊരു വീടുമൊക്കെ കൊടുത്ത് ഇവരുടെ പിള്ളേർക്ക് പഠിക്കാൻ കഴിവൊക്കെ കൊടുത്ത് നല്ല ജോലിയൊക്കെ കൊടുത്ത് പിതാവേ ഇവരെ മാനിക്കണം കേട്ടോ. അങ്ങനെയാണോ കർത്താവ് പ്രാർത്ഥിച്ചത്? അങ്ങനെയാണ്. പ്രസന്ന സഹോദരനെ നോക്കിയിട്ട് കർത്താവ് പിതാവിനോട് പറയാം, അവരുടെ കുടുംബക്കാരെല്ലാം ഹിന്ദുവിൽ തുടരുക, അവന് കഷ്ടപ്പെട്ട് അവൻ എൻ്റെ പുറകെ ഇത്ര പാടുപെട്ടൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് അവരുടെ ദേശത്ത് നിന്ന് അവരെ മറ്റ് സഹോദരങ്ങളെക്കാട്ടിലൊക്കെ പിതാവെ ഇവനെ മാനിക്കണം, നല്ലൊരു വീടുമൊക്കെ കൊടുത്ത് പറ്റുമെങ്കിൽ 2 ഏക്കർ ഭൂമി അവരുടെ നടുവിൽ ഇവർക്ക് കൊടുക്കണം. അങ്ങനെയൊക്കെ പിതാവിനോട് കർത്താവ് പ്രാർത്ഥിച്ച് വാങ്ങിച്ചു തരുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എൻ്റെ അറിവിലില്ല. പക്ഷേ കർത്താവ് ഒരു കാര്യം പ്രാർത്ഥിച്ചു, പിതാവേ ലോകസ്ഥാപനത്തിന് മുമ്പ് എനിക്ക് നിൻ്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വമുണ്ട്, ആ മഹത്വത്തിലേക്ക് നീ എന്നെ കൈക്കൊള്ളുന്നുണ്ടല്ലോ, ആ മഹത്വത്തിലേക്ക് ഇവരെയും എന്ത് ചെയ്യണം? കൈക്കൊള്ളുന്നത്. ഞാനും നീയും ഒന്നായിരിക്കുന്നതല്ലേ, ഇവരെയും പ്രാർത്ഥിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ബാക്കി ഈ നമ്മൾ പറയുന്ന സാക്ഷ്യവാക്കുകളിൽ 99% സാക്ഷ്യവാക്കുകളും നമ്മുടെ ഹൃദയത്തിലെ തോന്നലുകൊണ്ടങ്ങ് പറഞ്ഞു പോകുന്ന കേട്ടോ. പിടി കിട്ടുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ സാക്ഷ്യവാക്കുകൾ കർത്താവും ഞാനും ഒന്നായിട്ടാണ് ഇരിക്കുന്നത്. യേശു ക്രിസ്തുവും ഞാനും ഒന്നായിരിക്കുന്നു. ഞാൻ യേശുവിനെ അനുകരിക്കുന്നു. പൗലോസിൻ്റെ സാക്ഷ്യവാക്കുകളില്ലേ, ഞാൻ യേശു ക്രിസ്തുവിനെ അനുകരിച്ചതുപോലെ നിങ്ങളും എന്നെ അനുകരിപ്പീൻ. ഞാൻ ആരെ അനുകരിച്ചു? യേശുവിനെ അനുകരിച്ചു. ആര് പറയുക? പൗലോസിനെ യേശു അനുകരിച്ചു എന്നല്ല, യേശുവിനെ പൗലോസ് അനുകരിച്ചു. അപ്പോൾ ഈ ഉപദേശങ്ങളെ നമുക്ക് തരുന്ന ഈ ഉപദേശങ്ങളെ നമ്മൾ അവഗണിച്ചു പോയാൽ അടുത്ത സ്റ്റെപ്പ് എന്നാണെന്നറിയോ? ശത്രുവിന് ഏൽപ്പിച്ചു കൊടുക്കും. ശത്രുവിന് ഏൽപ്പിച്ചു കൊടുത്താലുള്ള പ്രശ്നം എന്നറിയോ? അപ്പോൾ നിനക്ക് ഇതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ളത് അപ്പുറത്തെ മാർബിൾ പള്ളിയൊക്കെ ആണെന്ന് തോന്നും, ഇപ്പുറത്തെ സഭയാണെന്ന് തോന്നും. അവിടെ ആൾ കൂടുന്ന ഇടമാണ് കുറച്ചുകൂടി ബെറ്റർ. അവിടെ ആകുമ്പോൾ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്, നല്ല അടിപൊളി സെമിത്തേരി ഉണ്ട്. ഒരു കല്യാണമൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ കാറുകളൊക്കെ വല്ല കൂടിയ കാറുള്ള ആളുകളൊക്കെയാണ് അവിടെ കൂടിപ്പോകുന്നത്. അവരൊക്കെ വീട്ടിലോട്ട് മുറ്റത്തോട്ടൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഗമയല്ലയോ? അവരുടെ കൂട്ടായ്മയിലാണ് നമ്മുടെ കളക്ടറൊക്കെ പോകുന്നത്. വലിയ വലിയ സിനിമാ നടന്മാരും നടിമാരും ഒക്കെ പോകുന്ന പ്രാർത്ഥന കൂട്ടമാണെന്ന്. അതൊക്കെ നല്ലതാണെന്ന് തോന്നും.
അപ്പോൾ പതിയെ എന്ത് ചെയ്യാൻ പോകും? അങ്ങോട്ട് ചായും. ലോകത്തിൻ്റെ മഹത്വത്തിലേക്ക് പതിയെ പോകാനിടയാവും. അത് ജീവിതത്തിൽ സംഭവിക്കരുത്. അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, കർത്താവ് എന്ത് ചെയ്യുക? വിടുക. നമുക്ക് 1-2 വാക്യങ്ങളിലേക്ക് വേഗം വരാം. സങ്കീർത്തന പുസ്തകം 51:11 എടുത്തേ. സങ്കീർത്തന പുസ്തകം 51:11. ദാവീദ് ആവശ്യപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയുമരുത്. എവിടെയാ വിഷയം കിടക്കുന്നത്? നിങ്ങൾ ആത്മാവിനെ കെടുത്തരുതേ. നിങ്ങൾക്ക് ആത്മാവിനെ സ്ഥിരമായിട്ടിരിക്കേണ്ടതിനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ കെടുത്തി കളഞ്ഞിട്ട് പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ദാവീദ് പറയുന്നു, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. ആത്മാവിൽ ഇരിക്കുന്നിടത്തോളം ആനന്ദവും ബലവും മറ്റൊന്നിലില്ല. സ്തോത്രം. നമുക്ക് വേറൊരു വാചകം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63:10. വേഗത്തിൽ പോകാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. അവിടെയും കർത്താവ് പറയുന്നു, എന്നാൽ അവർ മത്സരിച്ചു, അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു, താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് എന്ത് ചെയ്യരുതെന്ന്? മത്സരിക്കരുത്. പരിശുദ്ധാത്മാവിനോട് മത്സരിക്കരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഒരുപാട് വാക്യങ്ങൾ തിരുവെഴുത്തിലുണ്ട്. നമ്മൾ പൗലോസ് അപ്പോസ്തലൻ ഈ ഭാഗം നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ചിന്ത അവിടെയാണ്. ആത്മാവിനെ കെടുത്തരുത് എന്ന് പറഞ്ഞാൽ ആത്മാവിനെ തുച്ഛീകരിക്കരുത്, ആത്മാവിനെ ഉപേക്ഷയായി കാണരുതെന്ന് പറഞ്ഞാൽ ആത്മാവ് നടത്തുന്ന ഈ വചനങ്ങൾ, ആത്മാവ് തരുന്ന ഈ വചനങ്ങളെ നിസ്സാരമാക്കി കളയരുതേ എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 51-ാമത്തെ വാക്യം നിർത്തി. അപ്പോസ്തല പ്രവൃത്തി 7:51. നിന്റെ 51. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമേ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. അവിടെ സ്തേഫാനോസിന്റെ പ്രഭാഷണം, ആ പ്രഭാഷണത്തിന്റെ ഭാഗമായിട്ട് സ്തേഫാനോസ് യഹൂദന്മാരുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചു പറയാണ്, നിങ്ങളുടെ പിതാക്കന്മാർ ശാഠ്യവും മത്സരവും ഉള്ളവരായിരുന്നു, അവർ പരിശുദ്ധാത്മാവിനെ തള്ളിക്കളഞ്ഞു. പ്രവാചകന്മാരിലെ ആരെയാണ് നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, ഇന്ന് പൗലോസ് അപ്പോസ്തലൻ ലേഖനം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഈ ലേഖനത്തെ നമ്മൾ അവഗണിച്ചു പോയാൽ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തെ നമ്മൾ ഗണ്യമാക്കാതെ പോയാൽ ഈ ചോദ്യങ്ങൾ നമുക്ക് നേരെയും ഉണ്ടാവും. പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശത്തെ നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്തതുപോലെ നീയും എന്ത് ചെയ്യാൻ പോവാ? അവഗണിച്ച് കളയാൻ പോവുകയാണോ എന്ന ചിന്ത ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് എഫേസ്യ ലേഖനം 4:30 വന്നേ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. വളരെ ക്ലിയർ ആയി പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അടുത്ത വാക്ക്, എല്ലാ കയ്പും കോപവും ക്രോധവും ആക്രോശവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞ് പോകട്ടെ. ഇതെല്ലാം നിങ്ങളെ വിട്ടൊഴിയണം. ഇത് തന്നെയാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മളോട്, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ എപ്പോഴും എല്ലാവരോടും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. ഇത് തന്നെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോഴും പറയുന്നു, എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവും നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവേൻ. ഇത് തന്നെയല്ലേ തെസ്സലോനിക്ക ലേഖനത്തിലും പഠിപ്പിക്കുന്നത്. ഇപ്പം എവിടെയും ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ വാശി, നമ്മുടെ മത്സരം, നമ്മുടെ കോപം, നമ്മുടെ പിണക്കം, ഈർഷ്യ, ഇത് ഹൃദയങ്ങളിൽ നിന്ന് പോകുന്നില്ല എങ്കിൽ, ഇത്രയെല്ലാം പരിശുദ്ധാത്മാവ് സംസാരിച്ചിട്ട് ഇപ്പോഴും ആളുകളോട് ഹൃദയത്തിനകത്ത് കയ്പാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ലഭിച്ച ആത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് വാശിയാണ് ചിലരോടെങ്കിൽ, ഇപ്പോഴും നിങ്ങൾക്ക് ചിലരോട് ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളതെങ്കിൽ, ഇപ്പോഴും ചിലർക്ക് ഉപകാരം ചെയ്യാൻ നിങ്ങളുടെ കൈ അറയ്ക്കുന്നെങ്കിൽ, നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് എന്ത് ചെയ്യുന്നവരാ? മത്സരിക്കുന്നവരാ. അതാണ് പഴയ നിയമവാക്യങ്ങളിലൂടെ ഒക്കെ നമ്മൾ മനസ്സിലാക്കി വന്നത്. അപ്പോൾ നിങ്ങൾ ആത്മാവിനെ കെടുത്തരുത് എന്ന് പറയുമ്പോൾ, ആത്മാവ് നമ്മളെ പ്രബോധിപ്പിച്ച് നടത്തുന്ന വഴികളിലൂടെ സന്തോഷത്തോടെ പോകാൻ ശ്രമം നടത്തുമ്പോൾ നമ്മളോടൊപ്പം നടന്നവർ ഒരുപക്ഷെ നമ്മളെ വേദനിപ്പിക്കുന്ന പല അനുഭവങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകാം. നമ്മളെക്കുറിച്ച് എല്ലാ തിന്മയും ദൂഷണവും ഒക്കെ പറഞ്ഞെന്നിരിക്കാം. അവർ നമ്മുടെ ശത്രുവായി തീർന്നെന്നിരിക്കാം. നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി പല തന്ത്രങ്ങളും പണിഞ്ഞെന്നിരിക്കാം. പലരോടും പലതും പറഞ്ഞെന്നിരിക്കാം. പക്ഷേ അവർക്ക് വിശക്കുന്നു എന്ന് കേട്ടാൽ
അവർക്ക് ദാഹിക്കുന്നു എന്ന് കേട്ടാൽ കണക്കായിപ്പോയി, അനുഭവിക്കട്ടെ. അങ്ങനെയാണോ നിൻ്റെ അന്തർഗതം ആദ്യമേ നിന്നോട് പറയുന്നതെങ്കിൽ ഇവിടെ കിട്ടുന്നുണ്ടോ? ഒരു കുഴപ്പവുമില്ല, ഒരു കുഴപ്പമില്ല, പണ്ട് നമ്മളെ കുറേ അറിഞ്ഞല്ലേ, അനുഭവിക്കട്ടെ. ഇത് ഹൃദയത്തിൽ ഒരു സന്തോഷമാണ് നമുക്കുണ്ടാകുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഒത്തിരി വചനം പഠിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ സന്തോഷം പുറമേ പ്രകടിപ്പിക്കത്തില്ല. അയ്യോ അങ്ങനെ പറ്റിയോ, കഷ്ടമായിപ്പോയി കേട്ടോ, അപ്പോഴുള്ളിൽ പറയും കണക്കായിപ്പോയത്, കഷ്ടമായിപ്പോയത്. നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോഴും ഉള്ളിൽ എന്താ പറയും? കണക്കായിപ്പോയി, കുഴപ്പമില്ല. അതുകൊണ്ട് കർത്താവ് നിങ്ങളുടെ മുഖത്തെ ഭാവത്തെ നോക്കിയല്ല നിങ്ങളെ വിവേചിക്കുന്നത്, അവൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നു. ഹൃദയത്തില് ഇത് വാർത്ത കേട്ടപ്പോൾ ഹൃദയത്തിൽ മിന്നൽ പോലെ സന്തോഷമായിരുന്നോ വന്നതെന്ന് കർത്താവ് ഒന്ന് പരിശോധിക്കും. ഇവിടെയാണ് ഞാൻ എന്നെ തന്നെ ത്യജിക്കുക എന്ന് പറയുന്ന വാക്കിന്റെ പ്രസക്തി കിടക്കുന്നത്. ഞാൻ എന്നെ ത്യജിച്ചിട്ടല്ലാതെ എനിക്ക് എൻ്റെ ശത്രുവിനെ വിശക്കുന്നു എന്ന് കാണുമ്പോൾ അവനോട് മനസ്സലിവ് വരത്തില്ല. ഞാൻ എന്നെ ഉയർത്തി നിർത്തിയാൽ ശത്രുവിന് വിശക്കുന്നുണ്ട് കേട്ടോ, ശത്രു ഇപ്പോൾ പട്ടിണിയിലാണ് കേട്ടോ എന്ന് കേട്ടാൽ ഭയങ്കര സന്തോഷം. ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ ഒരുപാട് നിപ്പായും ഷിഗല്ലയും ഒക്കെ വന്ന ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ഇടതുപക്ഷക്കാർക്ക് ഭയങ്കര സന്തോഷം. മരിക്കട്ടെ. മുമ്പ് ഞങ്ങളുടെ മന്ത്രി എന്തെല്ലാം പറഞ്ഞതാ, ഞങ്ങളുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ കാലത്ത് നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു, ഇപ്പോഴോ സന്തോഷം. രണ്ടെണ്ണം മനസ്സിലാകുന്നുണ്ടോ? ഷിഗല്ല വന്നത് കേട്ടപ്പോൾ രണ്ടെണ്ണം കൂടിയാണ്. ഇതേ സെയിം മൈൻഡ് തന്നെയല്ലേ ആത്മീയത എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിലുള്ളത്? നമ്മൾ അവരെക്കുറിച്ച് പറയും, നമ്മളതേ മനസ്സിലാണ് നമ്മൾ വരും തമ്മിൽ എന്നാ വ്യത്യാസം? പണ്ട് ഞാൻ വയ്യാതെ കിടന്നപ്പോൾ എന്തെല്ലാം പറഞ്ഞുണ്ടാക്കിയത്, ഇപ്പോഴോ അനുഭവിക്കട്ടെ. ഇതാണ് ഹൃദയത്തിനകത്തുനിന്ന് ഉയരുന്ന തുടിപ്പെങ്കിൽ മനുഷ്യൻ ലോകത്തെ കർത്തൃത്വം നടത്തുന്ന ലോകത്തിൻ്റെ അധിപതി തന്നെയാണ് ഇപ്പോഴും നിന്നെ കർത്തൃത്വം നടത്തുന്നത്. ഇത് തന്നെത്താൻ ത്യജിച്ചിട്ടല്ലാതെ കഴിയത്തില്ല. എൻ്റെ ഈഗോ, എൻ്റെ മത്സരബുദ്ധി, എൻ്റെ ചലഞ്ചിങ് മൈൻഡ് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് മാത്രമേ എനിക്ക് യേശുവിനെ അനുഗമിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഗ്രഹിപ്പിച്ചിരിക്കുന്ന ഈ സത്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ലോകത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചു പോകുന്ന, അല്ലെങ്കിൽ ആ മനസ്സിൽ ആനന്ദിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മൾ അഥവാ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മടങ്ങി വന്ന് കർത്താവിനോടൊന്ന്, കർത്താവേ അങ്ങയുടെ ആത്മാവിൽ എന്നെ ശക്തിപ്പെടുത്തണമേ, അവിടുത്തെ ആത്മാവ് ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ എന്നെ സഹായിക്കണമേ. ഞാൻ ലോകമനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചു പോയി, ഞാനൊരു ലോകമനുഷ്യനല്ല, ഞാൻ ആത്മീയനാണ്, കർത്താവിൻ്റെ മകനാണ് എന്ന് പറഞ്ഞ് കർത്താവിനോട് കുറ്റങ്ങളേറ്റു പറഞ്ഞ് നിരപ്പ് പ്രാപിക്കാനൊരു മനസ്സ് നമുക്കുണ്ടാകാതെ പോയാൽ നമ്മുടെ ഹൃദയം, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് പിന്നെയും പിന്നെയും ഹൃദയത്തെ കഠിനപ്പെടുത്തിയ പോലെ നിങ്ങൾ അതിനും ഇങ്ങനെ ഒരു കുറ്റം, ഇത് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചത് ശരിയായില്ല കേട്ടോ എന്ന് പരിശുദ്ധാത്മാവിനെ നമ്മളോട് പറഞ്ഞു തന്നിരിക്കട്ടെ. നിൻ്റെ ശത്രുവിന് ഇന്ന ഒരു അപകടം പറ്റി, അല്ലെങ്കിൽ നിനക്ക് ദ്രോഹം ചെയ്ത ആൾ ഇന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ അവരങ്ങനെ പോകുന്നതെന്ന് കേട്ടപ്പോൾ നീ പെട്ടെന്ന് നിൻ്റെ ഹൃദയത്തിലൊരു കുളിർമ, ഒരു സന്തോഷം ഫീൽ ചെയ്തില്ലേ? അത് ശരിയല്ല, നിനക്ക് പറ്റിയതല്ലത് എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞാൽ ശരിയാ, എനിക്കത് പാടില്ലായിരുന്നു, ഞാനങ്ങനെ ചിന്തിച്ചുപോയി, തോറ്റുപോയി, തെറ്റിപ്പോയി, അയ്യോ ഈ അരിഷ്ട ശരീരത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് കർത്താവിനോട് പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാനുള്ള മനസ്സിന് പകരം അങ്ങനെ ചിന്തിച്ചു പോയി, അതൊന്നും കുഴപ്പമില്ല, ഇച്ചിരി അതൊക്കെ അങ്ങനെ അത് കുറച്ചുള്ള കുറച്ച് അനുഗ്രഹം മതി. അവൾ വാശി കയറിയിട്ട് പിന്നെ പറയുന്നത് കുറച്ചുള്ള അനുഗ്രഹമൊക്കെ മതി, അങ്ങനെയാണ് എനിക്ക് അങ്ങനെ വലിയ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് പറയുന്ന ഒരു ചിന്ത മനസ്സിനകത്തുനിന്ന് കുതിച്ചുയരുന്നതെങ്കിൽ സെയിം നിങ്ങളുടെ പിതാക്കന്മാർ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ടും പിന്നെയും കഠിനപ്പെടുത്തിയതുപോലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുറവുകളെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടും നിങ്ങൾ പിന്നെയും അതിന് ന്യായീകരണം പറഞ്ഞിട്ട് അതേ കാര്യത്തെ മഹത്വീകരിച്ചുകൊണ്ട് ചിന്തിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ തുടരുന്നത് തെറ്റില്ല എന്ന് സ്വയത്തെ ബോധ്യപ്പെടുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ചിന്ത വന്നെങ്കിൽ, അങ്ങനെയൊക്കെ ആരാ ചിന്തിക്കാത്ത ഇങ്ങനെ ഞാനിപ്പോൾ ഈയിടെ അടുത്ത സമയത്ത് ആരോട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അത് ഞാൻ കർത്താവൊന്നും അല്ലല്ലോ, വർഷങ്ങളായിട്ട് ഇപ്പോഴും പറയാം ഞാൻ കർത്താവൊന്നും, അങ്ങനെ ക്ഷമിക്കാൻ ഞാൻ കർത്താവൊന്നും അല്ലല്ലോ, അല്ലേ? കർത്താവ് നിന്നിലില്ലേ? പറ, കർത്താവ് എന്നിലില്ല എന്ന് പറ. ഞാൻ കർത്താവ് എന്നിലുള്ളപ്പോൾ ഞാനും കർത്താവും ആരായി? ഒന്നായി, അല്ലേ? കർത്താവ് എന്നിൽ വസിക്കുന്നെങ്കിൽ ഞാനും കർത്താവും. ഇടയ്ക്ക് നമ്മളങ്ങ് പറയും അതിന് ഞാൻ കർത്താവൊന്നും അല്ലല്ലോ, അങ്ങനെയൊക്കെ ഇപ്പോൾ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ ആ പാസ്റ്റർ ചെയ്തില്ലേ, അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ, എന്നെ വചനം പഠിപ്പിക്കുന്നത് നിങ്ങൾ അങ്ങനെയാണോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കൊരു ബദൽ വാചക കസറത്തിലൂടെ നമ്മുടെ ഭാഗത്തെ ഒന്ന് ലളിതവൽക്കരിച്ചിട്ട് നമ്മുടെ മനസ്സാക്ഷിയിൽ കുറ്റബോധം വരാതിരിക്കാൻ
നമ്മൾ തന്നെ ഒരു പരിശ്രമം നടത്തുന്ന പ്രക്രിയ ഉണ്ടെന്ന്. സ്വന്തം മനസ്സാക്ഷി പോലും സ്വയത്തെ കുറ്റപ്പെടുത്തുന്ന നിലയിലേക്ക് ഉയരാതെ വണ്ണം അതിനെ ആശ്വസിപ്പിച്ച് അടക്കി നിർത്താൻ നമ്മൾ കാണിക്കുന്ന പല പരിശ്രമങ്ങളും ഇതെല്ലാം ആരെ ദുഃഖിപ്പിക്കുന്ന പണിയാണെന്നറിയാം. നമ്മളെ ഗൈഡ് ചെയ്യുന്ന, നമുക്ക് കാര്യങ്ങൾ അപ്പോൾ പറഞ്ഞാൽ നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി നടത്തിക്കൊണ്ട് വരുമ്പോൾ വീണ്ടും ആ കുറവ് വരുന്നത് ചൂണ്ടിക്കാണിച്ച് തരുമ്പോൾ ആ ചൂണ്ടിക്കാണിച്ച് നമ്മളെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക ആണ് നമ്മളെ തന്നെ ന്യായീകരിക്കുന്നിടത്ത് സംഭവിക്കുന്നത്. ഇത് നിങ്ങളിൽ സംഭവിക്കരുത്. നമുക്ക് അടുത്ത വാക്യം തെസ്സലോനിക്ക ലേഖനത്തിൽ അടുത്തത് പ്രവചനം തുച്ഛീകരിക്കരുത്. ആത്മാവിനെ എടുത്തരുത്, പ്രവചനം തുച്ഛീകരിക്കരുത് എന്ന് പറഞ്ഞാൽ പ്രവചനത്തെ അവഗണിക്കരുത്. പ്രവചനമുണ്ട്, പ്രവചനത്തെ നിങ്ങൾ നിസ്സാരവൽക്കരിക്കരുത്. ഈ പറയുന്ന പ്രവചനം തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം മുഴുവൻ പ്രവചനമല്ലേ? വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചല്ലേ പറയുന്നത്? ആ പറഞ്ഞ പ്രവചനങ്ങൾ പറഞ്ഞിട്ടാണ് പറഞ്ഞത് നിങ്ങൾ അതിനെ എന്ത് ചെയ്യരുത്, പറയുന്ന കാര്യങ്ങൾ തുച്ഛീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി കാത്തു നിൽക്കുന്ന നിങ്ങൾ എങ്ങനെ ആകരുത്? നിങ്ങൾ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നവർ ആകരുത്. എപ്പോഴും എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. എന്താ കർത്താവ് തനിക്കുള്ളവരെ ചേർക്കാനായിട്ട് നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കൾ. ഇത് പ്രവചനമാണ്, അതുകൊണ്ട് നിങ്ങൾ ഇനി ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞ് പ്രബോധിപ്പിക്കുക. പക്ഷെ അതിനെ നിങ്ങൾ അവഗണിച്ചാൽ നിങ്ങൾ ചെയ്യുന്ന എന്താണെന്നറിയാമോ? പ്രവചനത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? തുച്ഛീകരിക്കുകയാണ്. നമുക്ക് 2 വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 14:3. പ്രവാചക ദൗത്യങ്ങൾ, പ്രവചനം എന്തിനാണ് ഈ പ്രവചനങ്ങൾ നടത്തുന്നത്? 1 കൊരിന്ത്യർ ലേഖനം 14 പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് അറിയാമോ? ആത്മീക വർധനം, പ്രവചനം ആവശ്യമുണ്ട്. അത് ആത്മീക വർധനവിനാ. അപ്പൊ ഈ പ്രവചനം പഠിച്ചിട്ട് ആത്മീക വർധനവ് വരുന്നില്ലെങ്കിൽ പ്രവചനത്തെ നീ എന്ത് ചെയ്തു? പറഞ്ഞു മനസ്സിലായി? പ്രവചനം തരുന്നത് നിനക്ക് എന്തുണ്ടാകാനാ? ആത്മീയ വർധനയ്ക്ക്. ആത്മീയ വർധനം ഉണ്ടായില്ലെങ്കിൽ നാളെ ഇതുവരെ നീ ചെയ്ത പണി എന്താ? പ്രവചനമല്ല. പ്രവചനത്തെ തുച്ഛീകരിക്കുക, അവഗണിക്കുക. നമ്മൾ പ്രവചനം എന്ന് കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും എല്ലാം നാളെ ഗൾഫിൽ പോകുമോ, വാതിൽ തുറക്കും, വീട് കിട്ടുമോ, അല്ലേ? ഇതൊക്കെ അതൊന്നും അല്ല പ്രവചനം. പ്രവചനം എന്ന് പറഞ്ഞാൽ നാളെ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറയുന്ന കാര്യങ്ങളാണ് പ്രവചനം. അതിനെ ഈ തിരുവെഴുത്തിനകത്ത് ഇപ്പം ഈ 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം ഒരു പ്രവചനമല്ലേ? അതിനെ നിസാരവൽക്കരിക്കരുത്. നമുക്ക് ചില വാക്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നോക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ, അത് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി. എന്തിനു വേണ്ടിയാണെന്ന് എഴുതിയിട്ടുണ്ട്. എന്തിനാണ് ഈ പ്രവചനം നിയമിച്ചിരിക്കുന്നത്? എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഉള്ള ഐക്യവും തികഞ്ഞ പുരുഷത്വവും പ്രാപിക്കേണ്ടതിന് അതിനുവേണ്ടി ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളും വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കുമാകുന്നു. അതിനുവേണ്ടി അത് നൽകിയിരിക്കുന്നത്. പ്രവചന ശുശ്രൂഷ ഒരു ചർച്ചിനകത്ത്, ഒരു കൂട്ടത്തിനകത്ത് പ്രവചനം നടന്നാൽ ആ കൂട്ടത്തിലുള്ളവർ ആ പ്രവചനം ഏറ്റെടുത്താൽ ആ കൂട്ടത്തിൽ എന്ത് പ്രത്യേകത ഉണ്ടാവും? ആ കൂട്ടത്തിലുള്ളവർ ക്രിസ്തു എന്ന തലയോളം വളരുന്നത് കാണാൻ പറ്റും. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ അവർ ഐക്യതയുള്ളവരായിരിക്കും, അവർ യഥാസ്ഥാനപ്പെടുന്നവരായിരിക്കും. അതാണ് പ്രവചന ശുശ്രൂഷയിലൂടെ ആ കൂട്ടായ്മയ്ക്കകത്ത് നിറവേറേണ്ടത്. അതിനുവേണ്ടിയാണ് ദൈവം പ്രവാചകനെ നിയമിച്ചിരിക്കുന്നത്. അവിടെ ഉള്ളവർ പ്രവചനത്തെ തുച്ഛീകരിക്കാതെ പ്രവചനം ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അവരിൽ ഉണ്ടാകേണ്ടുന്ന മാറ്റം ഈ പറയുന്ന കാര്യങ്ങളാണ്. ഇവയൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ 2-3 കൂട്ടം കാര്യങ്ങൾ ചിന്തിക്കണം. ഒന്നുകിൽ അവർക്കിടയിൽ ഈ പ്രവചനം നടന്നിട്ടില്ല, അവർക്കിടയിൽ വന്ന് പറയുന്നത് പ്രവചനമേ അല്ല, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പ്രവചനങ്ങളെ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? തുച്ഛീകരിക്കുന്നു, തള്ളിക്കളയുന്നു. അങ്ങനെ വേണം കരുതാൻ. കർത്താവ് നിയമിച്ചിട്ടുള്ള പ്രവാചകൻ പ്രവചിക്കുമ്പോൾ പ്രവചനം ഏറ്റെടുക്കുന്നവരായിട്ട് മാറിയാൽ ആ കൂട്ടായ്മയിൽ സംഭവിക്കുന്നത് അവിടെയുള്ള വിശുദ്ധന്മാർ യഥാസ്ഥാനപ്പെടും. അവർ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ ഐക്യതയുള്ളവരായി മാറും. ഭിന്നാഭിപ്രായമല്ല, അവർ ക്രിസ്തു എന്ന തലയോളം വളരും. അങ്ങനെയാണ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പ്രവചനത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം തരുന്നത്. 1 തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്കർ 4:7-8 എടുത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനാണ് വിളിച്ചത്. ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെയല്ല, തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ. കർത്താവ് നമ്മളെ അശുദ്ധിക്കല്ല വിളിച്ചത്, വിശുദ്ധീകരിക്കുന്നതിന്. അപ്പൊ ഇതിനെ തുച്ഛീകരിച്ചാൽ നിങ്ങൾ തുച്ഛീകരിക്കുന്നത് ആരെയാണെന്ന്? മനുഷ്യനെയല്ല, മനുഷ്യനെയല്ല, പരിശുദ്ധാത്മാവിനെ. ഇത് പഠിപ്പിക്കുന്ന വ്യക്തിയെയല്ല, മറിച്ച് നിങ്ങൾ തള്ളിക്കളയുന്ന ആരെയായിരിക്കും? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. 1 കൊരിന്ത്യർ ലേഖനം 12:10 കൂടി വായിക്കാം. അവിടെയും എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നതെന്ന്.
1 കൊരിന്ത്യർ 12:10 അവിടെയും എഴുതിയിരിക്കുന്നത് 12:10. ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം, എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ. ആ ഭാഗത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് വിവിധ ശുശ്രൂഷകളുണ്ട്. പക്ഷേ ഈ ശുശ്രൂഷകളെല്ലാം ചെയ്യുന്നത് പരിശുദ്ധാത്മാവ്. അത് വിവേചനപരമുണ്ട്, രോഗസൗഖ്യപരമുണ്ട്, അന്യഭാഷാപരമുണ്ട്, പ്രവചനപരമുണ്ട്. ഈ വരങ്ങളെല്ലാം നടത്തുന്നവരാണ് പരിശുദ്ധാത്മാവ്. അപ്പം പരിശുദ്ധാത്മാവിനുള്ള ശുശ്രൂഷകളെ നിങ്ങൾ നിഷേധിക്കാതിരിക്കുക. നമുക്കിനി പ്രവചനം നമ്മൾ 1 കൊരിന്ത്യർ 14:3 നമ്മൾ കണ്ടു. പ്രവചനം എന്തിനു വേണ്ടി? ആത്മീയ വർദ്ധനവിനും ആശ്വാസത്തിന് പ്രബോധനം. 1 കൊരിന്ത്യർ 14:3 എന്തിനാണ് പ്രവചനം? ഈ പ്രവചിക്കുന്നതിനും ആത്മീയ വർദ്ധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് എന്തുണ്ടാകണം? നമുക്ക് ആത്മീയ വർദ്ധനം ഉണ്ടാകണം, ആശ്വാസവും പ്രബോധനം ഉണ്ടാകണം, ആശ്വാസം ഉണ്ടാകണം. അപ്പൊ ഈ വചനം നമുക്ക് ഈ വചനം തുച്ഛീകരിക്കുന്നവന്റെ ജീവിതത്തിൽ എന്തുണ്ടാകത്തില്ല? പ്രബോധനം ഉണ്ടാകത്തില്ല, ആത്മീയ വർദ്ധനം ഉണ്ടാകത്തില്ല. അപ്പൊ പ്രവചനം എന്ന് പറയുന്നത് പ്രവചനം ദൈവത്തിന്റെ ആത്മാവ് നിയമിച്ച പ്രവാചകൻ ആ ആത്മാവിലാണ് പ്രവചിക്കുന്നതെങ്കിൽ ആ പ്രവചനത്തിന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, കേൾക്കുന്നവനിൽ എന്തുണ്ടാകണം? ആത്മീയ വർദ്ധന. ഭൗതിക വർദ്ധനമല്ല, ഭൗതിക സന്തോഷവുമല്ല, ആത്മീയ വർദ്ധനവും ആശ്വാസവും ഉണ്ടാകണം. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ പ്രവചനം, കള്ളപ്രവചനം നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. നമ്മുടെ അതുകൂടെ ഒന്ന് ചിന്തിച്ചു പോകാം. 1 യോഹന്നാൻ 4:1 നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഭാഗമാണ്. കള്ളപ്രവാചകന്മാരും ഇടയ്ക്കുണ്ട് കേട്ടോ. പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ള ആത്മാക്കളെ വന്ന് പറയുന്ന പ്രവാചകനെല്ലാം ദൈവത്തിൻ്റെ പ്രവാചകനല്ല. വന്ന് കേൾക്കുന്ന പ്രഭാഷണമെല്ലാം ദൈവം നിയമിച്ച പ്രഭാഷണവുമല്ല. ഒരു പ്രവാചകൻ പ്രവചിക്കുമ്പോൾ പ്രവാചകൻ ദൈവത്തിൽ നിന്നുള്ളതാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. അതാണ് തെസ്സലോനിക്ക ലേഖനത്തിലും പറഞ്ഞ സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണം. അപ്പോൾ നല്ല ശോധന ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് ശോധന ചെയ്യാൻ പറ്റുക? പണ്ടൊരു സഹോദരി വേറൊരാളോട് പറഞ്ഞതാണ്, അത് ചില ശുശ്രൂഷകരൊക്കെ സഭയിൽ കയറി വരുമ്പോൾ വിവേചനപരം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ദൈവം വിവേചനപരം തന്നിട്ടുണ്ട്. അപ്പോൾ മറ്റേ സഹോദരി ചോദിച്ചു, എങ്ങനെയാണ് വിവേചിക്കുന്നത്? അത് ഒരുത്തൻ പുൾപ്പിറ്റിൽ കയറി ദൈവവചനം പ്രസംഗിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഞാനൊരു 2 മിനിറ്റ് അവന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കും, കർത്താവേ ഇവൻ കർത്താവിൻ്റെ ആത്മാവിലുള്ളവനാണോ അല്ലയോ എന്നെനിക്ക് കാണിച്ചു തരണം. അങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചില കാഴ്ചയൊക്കെ കാണും. അന്നൊരു ഒരു പ്രാവിനെയൊക്കെയാണ് കാണുന്നതെങ്കിൽ ആളാരാണ്? ദൈവത്തിൽ നിന്നുള്ളവൻ. മറിച്ച് കാക്കയാണ് കാണുന്നതെങ്കിൽ അവനാൾ ക്ലിയർ അല്ല. അങ്ങനെ വിവേചിച്ച് കണ്ടെത്തുന്ന ആളുകളുണ്ട്. ഇങ്ങനെയാണോ വിവേചിക്കേണ്ടത്? അല്ല. സകലവും ശോധന ചെയ്യാൻ പറയുമ്പോൾ ഇങ്ങനെയാണോ ശോധന ചെയ്യേണ്ടത്? ശോധന ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. നമുക്ക് ആ ഭാഗത്തെക്കുറിച്ചൊന്ന് പഠിക്കാം. മത്തായിയുടെ സുവിശേഷം 7:15 മുതൽ 23 വരെയുള്ള ഭാഗം ഒന്ന് വായിച്ചു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 15 മുതലോ? കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചോളുവേൻ. കർത്താവ് വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചോളണം. അപ്പൊ കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കേണ്ട വഴി കർത്താവ് പറഞ്ഞുതരും. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. മറ്റേ സഹോദരി പറഞ്ഞ പോലെ കണ്ണടച്ച് പിടിച്ച് പ്രാവിനെയാണോ കാണുന്നത്, സൂര്യനെയാണോ കാണുന്നത്, ചന്ദ്രനെയാണോ കാണുന്നത്, കുരങ്ങിനെയാണോ കാണുന്നത്, തോക്കാണോ കാണുന്നത്, ആനയാണോ കാണുന്നത്? അങ്ങനൊന്നും അല്ല കേട്ടോ. കള്ളപ്രവാചകന്മാരെ എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്ന് കർത്താവ് പറഞ്ഞുതരും. വായിച്ചു. അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരും. വേഷം എങ്ങനെ ഇരിക്കും? ആടുകളുടെ വേഷം. കണ്ണടച്ചാൽ ഇവരെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും? നല്ല ആട് പോലൊക്കെ കാണും, പക്ഷെ അത് വേഷമാണ്. കണ്ണടച്ചാൽ പ്രാവ് പോലൊക്കെ ഇരിക്കും, പക്ഷെ അത് വേഷമാണ്. കർത്താവ് പറഞ്ഞ കാര്യം. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. നിങ്ങളുടെ അടുക്കൽ വരും. ആരുടെ വേഷം കൊണ്ട് വരും? ആടുകളുടെ വേഷം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾ ആരെയും ആടുകൾ എന്ന് പറയുന്നത്? കർത്താവിൻ്റെ വേലക്കാരെ ആടുകൾ. നമ്മൾ വിശ്വാസികളൊക്കെ നമ്മളിങ്ങനെ കർത്താവിൻ്റെ ആടുകളല്ലേ. അപ്പം കർത്താവിൻ്റെ വിശ്വാസി, കർത്താവ് തിരഞ്ഞെടുത്തവൻ എന്നൊക്കെയുള്ള രീതി വരും. എന്നിട്ട് അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. പക്ഷെ ആടിൻ്റെ പുറമേ ഉള്ള ഭാവമേ ഉള്ളൂ കേട്ടോ. നമ്മൾ പെന്തക്കോസുകാരുടെ ആടിൻ്റെ പുറമേ എങ്ങനെയായിരിക്കും? പെന്തക്കോസ് ആടിൻ്റെ പുറമേ എങ്ങനെയായിരിക്കും? ക്ലീൻ ഷേവ്, കമ്മലും മാലയും കാണത്തില്ല, ബൈബിള് കൈ കാണും, ഒത്തിരി കളറൊന്നും എടുത്തില്ല, കണ്ട ഒരു നല്ല തേജസ് അല്ലേ, ഒരു ചിരി, സ്തോത്രം, ഒരു ഹല്ലേലൂയ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ടാണ് ഈ ആടുകൾ വരുന്നത്. അങ്ങനെയുള്ളവർ. പക്ഷേ ഇതൊക്കെ പുറപ്പെടുവിക്കുമ്പോൾ ഇവരുടെ ഉള്ളം എങ്ങനെ ആയിരിക്കുന്നത് അറിയോ? കടിച്ചു കയറുന്ന ചെന്നായ്ക്കളാകുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തടുത്ത് പൊട്ടി പുറപ്പാടാണ്. ഇച്ചിരി കഴിയുമ്പോൾ
ഈ ആരാധനയും സ്തോത്രമൊക്കെ മാറിയിട്ട് പിന്നെ ചെന്നായ്ക്കളെ പോലെ കടിച്ച് കീറി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പോലും തമ്പുരാൻ ഇപ്പം വീഡിയോയിലൂടെ ലോകത്തെ മുഴുവൻ അത് അവരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തം വീഡിയോ എടുക്കും, അത് ലോകം മുഴുവൻ വൈറലാവും. ഇവരുടെ ഉള്ളം എങ്ങനെ ഇരിക്കുന്നു? കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അപ്പം നിങ്ങൾ നോക്കേണ്ടത് എങ്ങോട്ടാ? ഹൃദയത്തിലോട്ട്. ഇവൻ്റെ ഉള്ളം എങ്ങനെയുള്ളതാണ് നോക്കണ്ടേ? കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലാണോ? അടുത്ത വായിച്ച്. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. ഈ പറയുന്ന ശുശ്രൂഷകൻ കർത്താവിൻ്റെ പ്രവാചകനാണോ കർത്താവ് നിയമിച്ചതാണോ എന്നറിയണമെങ്കിൽ അവൻ്റെ പ്രവൃത്തി നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കണം. അവരുടെ ഫലം കൊണ്ടാണ് നിങ്ങൾ അവരെ എന്ത് ചെയ്യേണ്ടത്? തിരിച്ചറിയേണ്ടത്. അടുത്തത്, മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാറുണ്ടോ? ചോദ്യമാ. മുള്ളുമരമാണെങ്കിൽ അതിൽ നിന്ന് ഒരു കാരണത്താലും നിങ്ങൾക്ക് മുന്തിരിപ്പഴം കിട്ടത്തില്ല. അത്തിമരത്തിൽ നിന്ന് ഒരു കാരണത്താലും നിങ്ങൾക്ക് ഞെരിഞ്ഞിലിൽ നിന്ന് ഒരിക്കലും അത്തിപ്പഴവും പറിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വൃക്ഷം നോക്കണം, ഫലം നോക്കണം. വാക്ക് കൊണ്ടായില്ല, വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയണം. താഴോട്ട് വായിച്ചേ. നല്ല വൃക്ഷമെല്ലാം നല്ല ഫലം കായ്ക്കുന്നു, ചീത്ത വൃക്ഷം ചീത്ത ഫലം കായ്ക്കുന്നു. എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് പുറപ്പെടുന്ന ഫലങ്ങളെയാണ് നോക്കേണ്ടത്. പ്രവാചകനാണ്, പക്ഷേ പ്രഭാഷണമല്ല, അവനിൽ നിന്ന് പുറപ്പെടുന്ന ഫലത്തെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിടികിട്ടുന്നുണ്ടോ? ഇതാര് പറഞ്ഞു തന്നാ? നമ്മുടെ കർത്താവ് തന്നെ നമുക്ക് നേരിട്ട് പറഞ്ഞു. 23 വരെ വായിച്ചായിരുന്നു. ഇല്ല, നല്ല വൃക്ഷത്തിന് ചീത്ത ഫലവും ചീത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്ക്കാൻ കഴിയുകയില്ല. ദൈവം നിയമിച്ചിട്ടുള്ള പ്രവാചകനിൽ നിന്ന് ഒരിക്കലും കടിച്ചു കീറുന്ന ചെന്നായുടെ സ്വഭാവം വരത്തില്ല. അതിനകത്തൊന്നും ദൈവത്തിൻ്റെ സ്വഭാവമേ വരത്തുള്ളൂ, പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവമേ വരത്തുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ശത്രുവിന് വിശക്കുന്നെങ്കിൽ ആഹാരം കൊടുക്കാനാണ്, കാല് കഴുകാനാണ്, മറ്റുള്ളവരുടെ ദാസനാകാനാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പ്രവാചകനിലും എന്ത് ചെയ്യും? പ്രവാചകൻ ഹെഡ് വെയിറ്റ് ഇട്ടിരിക്കുമോ? പ്രവാചകൻ ആരെ പോലെ ആകും? കർത്താവിനെ പോലെ ആകും. നമ്മുടെ കാല് കഴുകാൻ തയ്യാറാകും. അങ്ങനെ ആകുന്നില്ലെങ്കിൽ അവൻ കർത്താവിൽ നിന്നുള്ള പ്രവാചകനെ അല്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. നമ്മൾ അവരെ പരിശോധിക്കുമ്പോൾ നമ്മളെ പരിശോധിക്കുന്നവരും കാണും കേട്ടോ. ഞാനിതെല്ലാം പ്രസംഗിക്കുമ്പോൾ എന്നെ നോക്കും. ഇവൻ തലക്കനം എടുത്തുകൊണ്ടിരിക്കുന്ന ഉപദേശിയാണോ, വലിയ പഠിപ്പീരുകാരനായിട്ട് നടക്കുകയാണോ, അതോ ശരിക്കും ദാസനായിട്ടാണോ? എൻ്റെ ജീവിതത്തെയാണ് സാക്ഷ്യം പറയേണ്ടത്. കർത്താവിനെക്കുറിച്ച് ഒരിക്കലും യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞു വിട്ട് ജയിലിൽ കിടന്നിട്ട്, നീ തന്നെയാണോ മശിയാതവനെയും വേറെ വല്ലവരെയും ഞങ്ങൾ നോക്കിയിരിക്കണം? അപ്പോൾ യേശു പറഞ്ഞ മറുപടിയുണ്ട്, എൻ്റെ പ്രസംഗമൊക്കെ ചെന്ന് പറയുന്നതാണോ? എൻ്റെ പ്രവൃത്തി. അപ്പോൾ നമുക്ക് സാക്ഷ്യം പറയാൻ അവിടെയാണ് ഉള്ളത്. നിങ്ങൾ എൻ്റെ പ്രവൃത്തി വിവേചിപ്പീൻ, എൻ്റെ പെരുമാറ്റം എങ്ങനെയുണ്ടെന്ന് നോക്കുവീൻ. എൻ്റെ പെരുമാറ്റം ഈ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ നിലവാരത്തിലാകുന്നില്ല എങ്കിൽ ഞാൻ എവിടെയൊക്കെയോ വഴി തെറ്റിയിരിക്കുന്നു എന്നർത്ഥം. ഒരു പ്രസംഗിസ്റ്റാകാൻ ആരെക്കൊണ്ടും പറ്റും? പറ്റത്തില്ലേ? അധ്യാപകനാകുന്ന വലിയ പാടൊന്നുള്ള കാര്യമല്ല. പക്ഷേ അധ്യാപകൻ തന്നെ മദ്യക്കച്ചവടം ചെയ്യും. മദ്യപിക്കരുതെന്ന് പിള്ളേരെ പഠിപ്പിക്കുന്ന അധ്യാപകൻ ഇപ്പം മദ്യം വിൽക്കുക. പല അധ്യാപകരും കുഴപ്പക്കാരായിട്ട് ഇപ്പോൾ പിടിക്കപ്പെട്ട ജയിലിൽ കിടക്കുക അല്ലേ? ഇവിടെയൊക്കെ വാർത്ത കണ്ടില്ലേ? അധ്യാപനമൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ അധ്യാപകൻ പഠിപ്പിക്കുന്ന സത്മാർഗം അധ്യാപകൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നില്ലെങ്കിൽ സത്മാർഗം പ്രസംഗിക്കാൻ പറ്റും, പക്ഷേ സത്മാർഗം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ അവൻ ആ സത്മാർഗത്തിൽ ജീവിക്കുന്നവനായിരിക്കും. അപ്പോൾ ഓക്കെ, ഇവിടെ കർത്താവ് പറയാ, എന്നിട്ട് വീണ്ടും പറഞ്ഞു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിടുന്നു. അപ്പോൾ ഇന്ന് കാണുന്നതിൽ ഏതാണ്ട് 90% ചിലപ്പോൾ നമ്മളെയും വെട്ടി തീയിലിടാനുള്ള സാധ്യത ഉണ്ട്. നമ്മളാ കൂട്ടത്തിലുള്ളതാണോ എന്ന് സ്വയം പരിശോധിച്ചു. നമ്മൾ വേറൊരാളെ മാർക്കിടുന്നതിലും ഭേദം നമ്മൾ സ്വയം മാർക്കിടുന്നതാണ് നല്ലത്. അടുത്തത്, ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുന്നത്. എപ്പോഴും പ്രാർത്ഥിക്കുന്നവനെ അല്ല. ചിലർ പറയത്തില്ല, ഒരു ദിവസം 4 മണിക്കൂർ പ്രാർത്ഥിക്കും, 8 മണിക്കൂർ പ്രാർത്ഥിക്കും, 12 മണിക്കൂർ പ്രാർത്ഥിക്കും, എപ്പോഴും പ്രാർത്ഥിക്കും. എപ്പോഴും കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതുകൊണ്ട് ഇവൻ എൻ്റെ ആളാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾ അവനെ പരിശോധിക്കണം. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു നോക്കിയല്ല പരിശോധിക്കേണ്ടത്. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നുണ്ടെന്നോ നിങ്ങൾ നോക്കേണ്ടത്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവൻ അല്ലേ? അടുത്തത്, സ്വർഗരാജ്യത്തിൽ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിനാണ് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യം. ഓക്കെ, നമുക്ക് അവിടെ വിടാം. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി. ശരി, ആ പുള്ളി പറഞ്ഞപ്പോൾ തന്നെ ഭൂതം ഓടിപ്പോകുന്നത് ഞാനും കണ്ട. പുള്ളി കർത്താവേന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടൊന്നും ആയില്ല. ഭൂതം പോകുന്നോ പ്രവചിക്കുന്നത് അച്ചട്ടായിട്ട് നടക്കുന്നോ എന്നുള്ളതല്ല സഹോദരങ്ങളെ നോക്കേണ്ടത്. ഇന്ന് പല ശുശ്രൂഷകരും ലോകത്തിന്റെ മുമ്പിൽ മുഴുവൻ അവകാശപ്പെടുന്നത് അടയാളം പറഞ്ഞിട്ടാ അല്ലേ? ഭൂതം, ഞാൻ പറഞ്ഞപ്പം ഭൂതം പോയി എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ഞാൻ എന്തോ ചെയ്യും? ഞാൻ ഭൂതത്തോട് പറയും, ഭൂതമേ
നീ ആ തെങ്ങയിലെ ഒരു തേങ്ങ താഴോട്ട് ഇട്ടിട്ട് പൊയ്ക്കോ. അപ്പോൾ ഭൂതം തെങ്ങയിലെ തേങ്ങ താഴെ ഇടുന്നത് ഞാൻ കണ്ടു. കറക്റ്റ് ഭൂതത്തെ തന്നെയാണ് ഞാൻ ഇറക്കിയത്. നിനക്ക് ബോധ്യപ്പെട്ടോ? അങ്ങനെ ജനത്തെ ബോധ്യപ്പെടുത്തുക. ഞാൻ എന്ത് ചെയ്തു? ഭൂതത്തെ പുറത്താക്കി. ഞാൻ പറഞ്ഞുകൊണ്ട് ഭൂതം പോയത് കണ്ടോ? പിന്നെ നിങ്ങളുടെ വീട്ടിലെ ഇന്ന വടക്കേ മുറിയിൽ ഇന്ന മുറിക്കകത്ത് ഇന്ന പെട്ടിക്കകത്ത് ഇന്ന അറയ്ക്കകത്ത് നിങ്ങളുടെ വസ്തുവിൻ്റെ ആധാരം ഇരിപ്പില്ലേ? കറക്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ തെളിയിക്കുന്നത്? ഞാൻ പ്രവചിച്ചത് കറക്റ്റല്ലേ എന്ന് തെളിയിക്കുക, പാടുപെട്ട് തെളിയിക്കുക. പരിശുദ്ധാത്മാവ് താൻ പരിശുദ്ധാത്മാവിലാണെന്ന് തെളിയിക്കാനായിട്ട് പെടാപ്പാട് പെട്ടിട്ടില്ല. അതിൻ്റെ ആവശ്യവുമില്ല. പറയാനുള്ളത് പറഞ്ഞു. സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ സ്വീകരിക്കുക. ഞാൻ പറയുന്നത് പരിശുദ്ധാത്മാവിലാണെന്ന് തെളിയിച്ച് സർട്ടിഫിക്കറ്റ് അതിന് വേറെ തെളിവൂടെ കൊടുത്ത് പറയിപ്പിക്കുന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇവിടെ ഇവർ പറയുന്നത് നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു. അച്ചട്ടായിരുന്നില്ലേ പ്രവചനം? ആയിരുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി. നിന്റെ നാമത്തിൽ ഒരുപാട് വീര്യപ്രവർത്തികൾ ചെയ്തില്ലേ? ചെയ്തു. പക്ഷേ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്താണെന്നറിയാവോ? അധർമ്മം പ്രവർത്തിക്കുന്നവരെ പിന്നെ ഞാൻ ഒരു നാളും അറിയുന്നില്ല. നമ്മൾ കർത്താവിനെ അറിയുന്നതിനേക്കാൾ ഏറ്റവും വലിയ പ്രസക്തി കർത്താവ് നമ്മളെ അറിയാന്നുള്ളൂ. നിങ്ങൾ പ്രവർത്തിച്ചതെല്ലാം എന്തായിരുന്നു? അധർമ്മമാ. നിങ്ങൾ പ്രവചിച്ചതൊക്കെ, നിങ്ങൾ ഭാവിയും ഭൂതം പറഞ്ഞതെല്ലാം ഓക്കെ, ഭൂതത്തെ ഓടിച്ചതും ഓക്കെ, വീര്യപ്രവൃത്തി ചെയ്തതൊക്കെ, മരിച്ചവനെ പിടിച്ച് എണ്ണിപ്പിച്ചു. ഇന്ത്യയിൽ ആരും ചെയ്തിട്ടില്ല. എല്ലാം ആഫ്രിക്കയിലുള്ളവരെ ഇപ്പം മരിച്ചവരെ എണ്ണിപ്പിക്കുന്നു. വീഡിയോയുമായിട്ടാണ് പോകുന്നത് സെമിത്തേരിയിലോട്ട്. മരിച്ചവരെ എണ്ണിപ്പിക്കും. അതുകൊണ്ടാണല്ലോ വീഡിയോ കിട്ടുന്നത്. കിട്ടൂ. ഇവിടെ അത് കണ്ടിട്ട് ഒത്തിരി പേര് മരിച്ച ബോഡിയുടെ മുമ്പിൽ എണ്ണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എണ്ണിക്കാതെ വന്നു. നാണം കിട്ടും പോയി. അവിടെ സായിപ്പ് യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റോട്ടെ. അപ്പോൾ ക്യാമറക്കാരൻ ഇങ്ങനെ നിൽക്കുക കറക്റ്റ് പോസിൽ. അപ്പോൾ എന്താ മരിച്ചവൻ എണ്ണിറ്റ് വന്നു. ഇത് കണ്ട് നമ്മുടെ പാവം പിടിച്ച പല സഹോദരിമാരും ഭർത്താവിൻ്റെ മരണക്കിടക്കെ കിടന്ന് കട്ടിലെടുക്കുക ചെന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ എണ്ണിക്കാൻ പറയും. എണ്ണിക്കൂ. അങ്ങനെ തെളിയിക്കാനുള്ള ശ്രമത്തിലാണ്. ആരെയും തെളിയിക്കേണ്ടതും ബോധ്യപ്പെടുത്തേണ്ടതും കാര്യം നമുക്ക് ഇല്ല. ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക. അധർമ്മം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുക. അധർമ്മം വരാതിരിക്കുക. വേറെ ഒരു വീര്യപ്രവൃത്തി നടന്നില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് കർത്താവ് പറഞ്ഞൊരു വാക്കാണ്. അപ്പോൾ ഏത് പ്രവാചകനെ നിങ്ങൾ ശോധന ചെയ്യുമ്പോൾ അവരുടെ പ്രവൃത്തിയാണ് അവിടെ നടക്കേണ്ട. അത്ഭുതങ്ങളെ അല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പ്രവൃത്തിയാണ്. നമുക്ക് ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം ഒന്ന് എടുത്താട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വേദഭാവം. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട്. ഈ പൗലോസ് അപ്പോസ്തലനാണ് എബ്രായ ലേഖനം എഴുതിയെന്നാണ് ഒരുമാതിരി എല്ലാവരും വിശ്വസിക്കുന്നത്. പോട്ടെ, എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്, 11 മുതലുള്ള ഭാഗം പറയുകയാണ്. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട്. എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യപാഠങ്ങൾ തന്നെ വീണ്ടും ഉപദേശിച്ചു തരേണ്ടത് ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലാണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനാകും. മതി. ശ്രദ്ധിച്ചേ, പാല് കുടിക്കുന്ന അളവിലാണ് നിങ്ങൾ ഇപ്പോഴും തുടരുന്നതെങ്കിൽ കട്ടിയായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും വലിയ ചില ആളുകൾ, ഞാൻ ഈ അടുത്ത സമയത്ത് 1-2 ബൈബിൾ ക്ലാസ് എടുത്ത സമയത്ത് അതിൽ 1-2 പേര് ഒരു അഭിപ്രായം പറഞ്ഞത്, പക്ഷെ ഭയങ്കര കട്ടിയായ കാര്യമാണ് പറയുന്നത് കേട്ടോ, ഭയങ്കര ആഴമേറിയ കാര്യമാണ് പറയുന്നത്. ഒരു സഹോദരൻ പറഞ്ഞത്, ഞങ്ങൾ പോകുന്നിടത്ത് ഇത്രയും കട്ടിയായ കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. ഞാൻ പറഞ്ഞത് വല്ലതും മനസ്സിലായി, പക്ഷേ അതെന്താണ്? കട്ടിയാണ്. വേറൊരാൾ നിർദ്ദേശിക്കുന്ന ഇത്രയും കട്ടിയിലൊന്നും പറയില്ല, ഇച്ചിരി എന്ത് ചെയ്യണം? ഡയലൂട്ട് ചെയ്ത് പറ. ഇത്രയും കട്ടി എനിക്ക് തന്നെ തോന്നാറുണ്ട്, നമ്മൾ ഉപദേശം ഇനി കട്ടിയായിട്ട് അവർക്ക് തോന്നുന്നുണ്ടോ എന്ന്. അല്ല, ഞാൻ എന്ത് വേണം? നിങ്ങൾ പറഞ്ഞേ, കട്ടിയുള്ളത് പറയണോ അതോ കട്ടി കുറഞ്ഞു പറയണോ? കട്ടി കുറച്ച് പറഞ്ഞാൽ വലിയ കുഴപ്പം വരത്തില്ല, ആർക്കും കേടില്ല. കട്ടി കൂട്ടി പറഞ്ഞാൽ അത് ദഹിക്കാൻ ഇച്ചിരി പാടാ. നിങ്ങൾ ഏത് ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു പ്രശ്നം. ഒരു കാര്യം ഉറപ്പിച്ചോ, നിങ്ങൾ കട്ടി കുറഞ്ഞത് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ആരാന്നറിയാമോ? ശിശുക്കളാ. അങ്ങനെ തുടർന്നാൽ മതിയോ? ശിശുക്കളായി തുടർന്നാലുള്ള സ്ഥിതി എന്നാണെന്നറിയാമോ? നീതിയുടെ വചനത്തെ സംബന്ധിച്ചിടത്തോളം അവൻ പരിചയമില്ലാത്തവനായി മാറും. അങ്ങനെ എഴുതിയിരിക്കുന്നല്ലേ 13-ാമത്തെ വാക്യം. പാല് കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനാകുന്നു. നീതിയുടെ, അപ്പൊ പാല് മാത്രം കട്ടി കുറഞ്ഞത് കഴിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് ഏതിന്റെ പരിചയം ഉണ്ടാകത്തില്ല? നീതിയുടെ വചനത്തെ സംബന്ധിച്ച് പരിചയം ഇല്ല. കാരണം നീതിയുടെ വചനം അവിടെ പറയാൻ പറ്റത്തില്ല. നീതിയുടെ വചനം അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവർ വരുന്ന ഭാരം, അവർ ഹൃദയവേദനയോടെയാണ് വരുന്നത്. പണ്ടൊരാൾ പറഞ്ഞു, കൂട്ടായ്മയിൽ വരുന്നവർ പലവിധ പ്രയാസങ്ങളോടെയാണ് വരുന്നത്. അവർക്ക് ആശ്വാസം ഉണ്ടാകണം നമ്മുടെ പ്രസംഗത്തിൽ, വേണ്ടേ?
വന്നിരിക്കുന്നവർ പല പ്രശ്നങ്ങൾ, പല ടെൻഷനുകൾ, എന്തെല്ലാം വിഷയങ്ങൾ, ചിലപ്പോൾ രോഗമുണ്ടായിരിക്കും പലതും. അപ്പോൾ വന്നിരിക്കുന്നവർ ഒരു ഇച്ചിരി ആശ്വാസത്തിനാണ് നിങ്ങളുടെ അടുക്കലോട്ട് വരുന്നത്. നിങ്ങൾ അപ്പോഴത്തേക്ക് ഇങ്ങനെ വലിയ കട്ടിയായ വചനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാലും അപ്പോൾ വരുന്നവരോട് എന്ത് ചെയ്യണം? സഹോദരി വിഷമിക്കേണ്ട, ഇന്ന് രാത്രി നിനക്ക് വിടുതല കേട്ടോ, നിന്നെ കണ്ണുനീര് ദൈവം കാണുന്നുണ്ട് കേട്ടോ, നീ സംശയിക്കേണ്ട കേട്ടോ, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാമോ, വിശ്വസിക്കാമോ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്തൊരു ആശ്വാസം, എന്തൊരു സുഖമാണ്, എന്തൊരു സന്തോഷമാണ്. അവിടെ നീതിയുടെ വചനമൊക്കെ പറഞ്ഞിട്ട് അവരെ ആകപ്പാടെ വിരട്ടി, അയ്യോ ഇത് കഠിന ഉപദേശം, ഇത് ആർക്ക് സ്വീകരിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാൽ അവർ കൂട്ടായ്മ വിട്ടു പോകില്ലയോ? അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. അയ്യോ ഈ ഉപദേശം നിങ്ങൾ അന്നുണ്ടായിരുന്ന യേശുവിനൊന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു. ഞാൻ മനസ്സിലായി, ഈ ഉപദേശം നിങ്ങൾ അന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യായിരുന്നു? ഈ ഉപദേശം ആർക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു? യേശുവിനൊന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു. കാരണം യേശു കട്ടിയായത് പറഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം എന്ത് ചെയ്തു? ഓ ഇത് കഠിന വാക്ക് എന്ന് പറഞ്ഞ് അവരെല്ലാം എന്ത് ചെയ്തു? പോയി. അയ്യോ ഞാൻ പറഞ്ഞ കഠിന വാക്കാണോ, സഭയിൽ ആരും വരുന്നില്ലല്ലോ, എല്ലാം വന്നാൽ പിന്നെ ഇനിയും നാളെ മുതൽ ഇച്ചിരി കട്ടി കുറയ്ക്കാം. അങ്ങനെ കട്ടി കുറയ്ക്കാമെന്ന് കർത്താവ് വിചാരിച്ചോ? ഇല്ല. കർത്താവ് പറഞ്ഞു ഓക്കെ, ശരിയന്മാർ വലിയ കാര്യത്തിൽ പറഞ്ഞു, നീ കട്ടിയായ കാര്യമൊക്കെ പറയാം, ആളുകൾ പോയിക്കൊണ്ടിരിക്കുക, നിങ്ങൾക്കും വേണം എന്ത് ചെയ്യാം? കട്ടി കുറയ്ക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. നിങ്ങളെ ആരാക്കി നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല, വെറും ശിശുക്കളാക്കി നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് നീതിയുടെ വചനം തരും, കട്ടിയായ കാര്യമൊക്കെ തരും. അത് ബലപ്പെട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ എൻ്റെ പുറകെ അനുഗമിക്കാം. അപ്പൊ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾക്ക് വേണേ എന്ത് ചെയ്യാം? അപ്പൊ ശിഷ്യന്മാർ പറയാ ഞങ്ങൾ അങ്ങോട്ട് പോകാനാ. ഈ കട്ടിയായത് പറഞ്ഞപ്പോൾ ഞങ്ങൾ കട്ടിയായതും കഴിച്ചു, ഞങ്ങൾക്ക് അതുകൊണ്ട് എന്ത് പറ്റി? ഞങ്ങൾക്കിപ്പോൾ എന്ത് മതി? കട്ടിയായത് മതി. നിത്യജീവന്റെ മൊഴിയാണ് നിങ്ങൾ കേൾക്കുന്നത്. ഞങ്ങൾക്ക് അതാണ് വേണ്ടത്. ഞങ്ങൾക്കതാ വേണ്ടത്, ഈ ലോകത്തിൻ്റെ കാര്യങ്ങളല്ല. ഇവിടുത്തെ സൗഖ്യങ്ങളും ഇവിടുത്തെ ഞങ്ങളുടെ ഭാവിയും ഭൂതവും ഒന്നുമല്ല ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞങ്ങൾ നാളെ ഇവിടുത്തെ വലിയ പുള്ളി ആകുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. ഞങ്ങൾക്കൊന്നറിഞ്ഞാൽ മതി, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നിത്യജീവൻ ഞങ്ങളിൽ നിലനിർത്താനായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? അതിൽ തുടരാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അങ്ങയുടെ മഹത്വം ഞങ്ങളിൽ വെളിപ്പെടണം. അതിനുവേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണം? ഇതാണ് അപ്പസ്തോലന്മാരുടെ ലക്ഷ്യം. അപ്പോൾ ഇവിടെ പറയുന്നു, നമ്മളോട് തെസ്സലോനിക്ക ലേഖനത്തിൽ എന്താ പറയുന്നത്? നിങ്ങൾ സകലവും ശോധന ചെയ്ത് മുറുകെ പിടിക്കണം. സകലതും ശോധന ചെയ്ത് മുറുകെ പിടിക്കണമെങ്കിൽ ഇതിങ്ങനെ തിരിച്ചും മറിച്ചും നോക്കിയാൽ ആവും. കുറച്ച് നോട്ട് കൈ കിട്ടി, അതിനകത്ത് കള്ളനോട്ടുണ്ട്, കള്ളനോട്ടും നല്ല നോട്ടും നോക്കിയിട്ട് നല്ല നോട്ട് മാത്രം എടുത്താൽ മതി, കള്ളനോട്ട് ഇവിടെ വെച്ചാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം നിങ്ങൾ എന്തിനു ശ്രമിക്കും? ബുദ്ധിയുള്ളവനാണെങ്കിൽ കള്ള നോട്ട് എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നല്ല നോട്ട് എന്തൊക്കെയാണ് എന്ന് അന്വേഷിക്കാൻ തയ്യാറാകത്തില്ല. ആര് തയ്യാറാകത്തില്ലേ? ബുദ്ധിയുള്ളവർ തയ്യാറാകും. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീനെന്നൊരു ഉപദേശം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നെങ്കിൽ നിങ്ങളിൽ ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യുന്നറിയാമോ? ഈ നല്ലത് എന്താണെന്ന് അറിയാനൊരു ആഗ്രഹം ഉണ്ടാവും. എങ്കിലല്ലേ നല്ലതും മുറുകെ പിടിക്കാൻ പറ്റുന്നത്, തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇത് തന്നെയാണ് എബ്രായ ലേഖനത്തിലും പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കേൾപ്പാൻ നിങ്ങൾ അങ്ങനെയുള്ളവരാ, മന്ദതയുള്ളവരാ. അപ്പോൾ ഇനി നിങ്ങൾ തീരുമാനിക്കണം, ഈ വചനം ഇങ്ങനെ കേൾക്കുമ്പോൾ മന്ദതയാണ് അനുഭവപ്പെടുന്നെങ്കിൽ ആ മന്ദത മാറ്റിത്തരാൻ പ്രാർത്ഥിച്ചു. കാര്യം ഇത് കേട്ടെങ്കിലേ നിങ്ങൾക്ക് നാളെ നല്ലത് മുറുകെ പിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കേൾപ്പാൻ മന്ദതയുള്ളവരായി തീർന്നുകൊണ്ട് തെളിയിച്ചു തരാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാ. ഉപദേഷ്ടാവെന്ന് പറഞ്ഞാൽ മനസ്സിലായി, കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ തക്കവണ്ണം അറിവ് ഉള്ളവനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആകേണ്ട പ്രായത്തിലെത്തേണ്ട സമയമായി. എന്നിട്ട് നിങ്ങളിപ്പോഴും എന്ത് ചെയ്യുക? പാല് കുടിച്ചുകൊണ്ടിരിക്കുക. അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും 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 അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അരുളപ്പാടുകളുടെ ആദ്യം നമ്മൾ 6-ാം അധ്യായത്തിന് 1 മുതൽ വായിച്ചു, അവിടെ ഇരിക്കുന്നുണ്ടോ? അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലുള്ള വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ അത് തന്നെ ഇട്ടിട്ട് പലർക്കും തയ്ക്കുന്നില്ല. അഥവാ ആരെങ്കിലും ഇതൊക്കെ തന്നെയല്ലേ പിന്നെയും പറയുന്നത്? മാനസാന്തരപ്പെടണം, പിന്നെ മരിച്ചവരുടെ പുനരുത്ഥാനം, അതൊക്കെ അടിസ്ഥാന ഉപദേശങ്ങൾ. അതും കഴിഞ്ഞുണ്ട് വേറെ കുറേ കാര്യങ്ങൾ. എന്നും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കലല്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് വരെ കേട്ടോണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് വിഭിന്നമായിട്ട് കട്ടിയേറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നൊരു ലെവലിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ അവിടെ തന്നെ ഇരുന്ന് പോകും. നിങ്ങൾ അവിടെ നിന്ന് വളരണം. അതാണ് 6-ാം അധ്യായത്തിൽ വരുമ്പോൾ പറയുന്നത്. എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇട്ടുകൊണ്ടിരിക്കാതെ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ടിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കണം. ഇതാണ് 5-ാം അധ്യായത്തിൻ്റെ അവസാനം വരുമ്പോൾ 14-ാം വാക്യം വായിച്ചേ.
ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും അല്ലല്ല സോറി, ഈ എബ്രായർ 5-ന്റെ 14 13 14 വായിച്ചു, ഒന്നുകൂടി വായിച്ചു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനാകുന്നു, അവൻ ശിശുവാണല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തിരിഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അപ്പൊ 2 ഭക്ഷണം, ഒന്ന് പാലും ഒന്ന് കട്ടിയായ ആഹാരം. കട്ടിയായ ആഹാരവും പാലായ ആഹാരവും. കട്ടിയായ ആഹാരം കഴിച്ചു കഴിയുമ്പോഴേ പാലായിരുന്നെന്നും കട്ടിയാണെന്നും മനസ്സിലാക്കുന്നു. പാല് കുടിക്കുന്ന ലെവലിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ നീതിയുടെ വചനം സംബന്ധിച്ച് പരിചയമില്ലാത്തവരാണ്. കട്ടിയായുള്ള ആഹാരം കഴിച്ചാലോ എന്തായിരിക്കും ഗുണം? എന്താണ്? നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ. നന്മ തിന്മകളെ തിരിച്ചറിയാതെ എങ്ങനെയാ സകലതും ശോധന ചെയ്യാൻ പറ്റുക? പണ്ട് ചില കാര്യങ്ങൾ ഞങ്ങൾ കൂട്ടുസഹോദരന്മാരിങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഞങ്ങളെ നയിക്കാൻ ദൈവം നിയമിച്ചിട്ടുന്ന അന്നത്തെ സൂക്ഷകനുണ്ടായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, നമ്മൾ ആരെയും ഒന്നും പറയാൻ പോകണ്ട, അതാണോ ശരി? ഈ ഊതി വീഴ്ത്തലിൻ്റെ കാര്യമാണ്. ഉന്തി വീഴ്ത്തല്, ഭൂമിയിൽ അനുഗ്രഹങ്ങളെ മാവ് കുഴയ്ക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടും, കന്നാലിയുടെ വേറുവേർപ്പ് അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്ന ഉപദേശമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഉപദേശത്തെക്കുറിച്ച് ഇങ്ങനെ വട്ടമിരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പം കൂട്ടത്തിൽ പ്രായമുള്ള ഞങ്ങളുടെ എൽഡറായിട്ട് ഏറ്റവും സീനിയറായിട്ടുള്ള മൂപ്പനായ ഒരാൾ പറയുകയാണ്, ആരെയും വിമർശിക്കേണ്ട സഹോദരങ്ങളെ, അപ്പം അതാണോ ശരി, ഇതാണോ ശരി എന്ന് എങ്ങനെ അറിയാം? അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ വേറൊരു മൂപ്പൻ ആ മൂപ്പനോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ സഭയെ നയിക്കും? അതാണോ ശരി, ഇതാണോ ശരി എന്ന് അറിയാൻ വയ്യാത്ത നിങ്ങളെങ്ങനെ ജനത്തെ ഉപദേശിക്കുമെന്ന് ചോദിച്ചു. അത് മനസ്സിലായോ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഉപദേഷ്ടാവാണെങ്കിൽ എന്ത് ചെയ്യണം? ഉപദേഷ്ടാവ് ശരിയും തെറ്റും തിരിച്ചറിയാൻ പ്രാപ്തിയുള്ളവനായിരിക്കണം. അപ്പോഴാണ് ഒരു ഉപദേശം തെറ്റാണോ ഒരു ഉപദേശം ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് കട്ടിയായ ആഹാരം കഴിച്ചെങ്കിൽ മാത്രമേ എന്ത് മനസ്സിലാക്കാൻ പറ്റൂ? തിന്മകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്ക് മാത്രമേ തഴക്കത്താൽ. അപ്പോൾ ഇതിന് സമാനമായ കുറേ വാക്യങ്ങൾ നമുക്ക് വീണ്ടും വായിക്കാം. അപ്പസ്തോല പ്രവൃത്തി 17:11 വേഗത്തിൽ വായിച്ചു. അപ്പസ്തോല പ്രവൃത്തി 17:11 നോക്കി. 11 അവർ തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമരായിരുന്നു. ബെരോവയിൽ ചെന്നപ്പോൾ ബെരോവയിലെ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ പൗലോസ് പറഞ്ഞൊരു കാര്യമാണ്, ഈ ബെരോവക്കാരുണ്ടല്ലോ തെസലോനിക്കയിലുള്ളവരെക്കാളിൽ ഉത്തമന്മാരായിരുന്നു. എന്താ കാര്യം? അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയൊന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു. ഞങ്ങൾ പ്രസംഗിക്കുന്നത് കേട്ടയച്ച് സന്തോഷത്തോടെ എണ്ണീറ്റ് പോകുക അല്ല അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ പ്രസംഗിക്കുന്നത് തിരുവെഴുത്ത് അങ്ങനെ തന്നെയാണോ എന്ന് അവർ ദിനം പ്രതി എന്ത് ചെയ്യും? അപ്പൊ എല്ലാ ദിവസവും അവർ തിരുവെഴുത്തുമായിട്ടിരിക്കും. ഈ പറഞ്ഞൊക്കെ പരിശോധിക്കും. പിടി കിട്ടുന്നുണ്ടോ? ഇത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അതോ ഇവിടെ വന്ന് ഇങ്ങനെ എഴുതിയെടുക്കലും ബുക്കിൽ നോക്കിയും ഈ ഇരിപ്പ് മാത്രമേ ഉള്ളൂ? ഇത് വീട്ടിൽ ചെന്നിട്ട് എല്ലാ ദിവസവും ഈ പറയുന്ന കാര്യങ്ങൾ ശരി തന്നെയാണോ എന്ന് പരിശോധിക്കുന്നുണ്ടോ? പരിശോധിക്കണം. മനസ്സിലായോ? വാക്കസറത്ത് കൊണ്ടും വാചക കസറത്ത് കൊണ്ടും ഒക്കെ നമുക്ക് പലരെയും നമ്മുടെ പ്രസംഗത്തിൻ്റെ പുറകെ കൊണ്ടുപോകാൻ പറ്റും. പലരും അങ്ങനെ വഴിതെറ്റി പോകാറുണ്ട്. അതുകൊണ്ടാണ് ഈ തിരുവെഴുത്തുകൾ പെറുക്കിയെടുത്തിട്ട് അതിൽ നിന്ന് പഠിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. ഇതിന് മാത്രം വാക്യങ്ങൾ പറയണമെന്നൊക്കെ ചിലർ ചോദിച്ചു. ഓരോ കാര്യത്തിനും നമുക്ക് തിരുവെഴുത്തിന് തെളിവ് വേണം. ആശയങ്ങൾ സ്ഥാപിക്കാൻ തിരുവെഴുത്തെടുക്കുക അല്ല ചെയ്യേണ്ടത്. ആശയങ്ങൾ തിരുവെഴുത്തിൻ പ്രകാരം ശരിയാണോ എന്ന് പരിശോധിച്ചിട്ട് തിരുവെഴുത്ത് എന്ത് പറയുന്നോ അത് പഠിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ഇവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. ഈ ബെരോവയക്കാർ തെസലോനിക്കയിലുള്ളവരെക്കാട്ടിൽ തെസലോനിക്കരോടാണ് നമുക്കിപ്പോൾ ലേഖനം എഴുതിയ ആ തെസലോനിക്കർക്ക് കൊടുത്ത ഒരു ലേഖനമാണ് നമ്മളെടുത്ത് പഠിക്കുന്നത്. തെസലോനിക്കർക്ക് കൊടുത്ത ലേഖനത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കാൻ. ആരോടാ പറഞ്ഞേ? തെസലോനിക്കരോട്. ആ തെസലോനിക്കരെക്കാട്ടിൽ ഉത്തമന്മാരാണ് ആര്? ബെരോവയക്കാർ. അവരോട് പ്രത്യേകിച്ച് പറയേണ്ടി ഒന്നും വന്നില്ല എന്നെനിക്ക് തോന്നുന്നു. അവർ ഓൾറെഡി എന്ത് ചെയ്യുമായിരുന്നു? ഈ പറയുന്നത് തിരുവെഴുത്ത് പരിശോധിച്ചിട്ട് നല്ലത് സ്വീകരിക്കും. അപ്പം നല്ലത് സ്വീകരിക്കണമെങ്കിൽ ഇവർ എങ്ങനെയാണ് നല്ലത് സ്വീകരിക്കുന്നത്? നല്ലതാണെന്ന് എങ്ങനെ തിരിച്ചറിയുന്നത്? തിരുവെഴുത്ത് വെച്ചിട്ടാണ് പരിശോധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ബാങ്കിൽ പോയി നോട്ടിടാൻ നിർത്തും. ബാങ്കിലെ നോട്ടുകാരൻ ഈ നോട്ടിടുന്ന മെഷീനകത്തോട്ട് ഇടും. അതിനകത്തോട്ട് ഇട്ടിട്ടാണ് നല്ലതാണോ എന്ന് പറയുന്നത്. കേട്ട പ്രസംഗമെല്ലാം എവിടെ ഇടണം? തിരുവെഴുത്തിനകത്തിട്ട് പരിശോധിക്കണം. തിരുവെഴുത്ത് ഇങ്ങനെ തന്നെയാണോ പറയുന്നത്? അപ്പം അങ്ങനെയായിരുന്നു അവർ ചെയ്തിരുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വെച്ച്. റോമാ ലേഖനം 2:2.
എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിൻ്റെ വിധി സത്യാനുസൃതമായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അതുതന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് തെറ്റിയൊഴിയുമെന്ന് നനയ്ക്കുന്നുവോ? അല്ല, ദൈവത്തിൻ്റെ റോമർ 12:9. കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. അതാണോ? തിന്മയെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവേൻ. അവിടെയും പറയുന്ന വാക്ക് ശ്രദ്ധിക്കണേ. തിന്മയെ വെറുത്തിട്ട് നല്ലതിനോട് പറ്റിക്കൊള്ളുവേൻ. നല്ലതും തിന്മയും തിരിച്ചറിയുന്നില്ലെങ്കിൽ എങ്ങനെയാ വെറുക്കുന്നതും പറ്റുന്നതും? പിടി കിട്ടുന്നുണ്ടോ? തിന്മയെ വെറുത്തിട്ട് നല്ലതിനോട് പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ തിന്മ എന്താണെന്നും തിരിച്ചറിയണം, നന്മ എന്താണെന്നും അറിയണം. എങ്കിലേ വെറുക്കേണ്ടത് ഏതാണെന്നും പറ്റിച്ചേരേണ്ടത് ഏതാണെന്നും അറിയത്തുള്ളൂ. ഇതിൻ്റെ രണ്ടാമത്തെ ഈ റോമർ 12:2 വായിച്ചേ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് ഒന്ന് ശ്രദ്ധിക്കണേ, വളരെ കീ പോയിന്റാണിത്. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുബുദ്ധിക്ക് നിങ്ങളിൽ ഉണ്ടാകേണ്ട രൂപാന്തരം, നിങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകണം. എന്തിനുള്ള രൂപാന്തരമാണ്? മനസ്സ് ലോകത്തോട് അനുരൂപപ്പെടുകയല്ല, ലോകത്തിന്റെ സിസ്റ്റം അനുസരിച്ചല്ല. നമ്മൾ പലപ്പോഴും ഒരാളുടെ സന്ദേശം കേൾക്കുമ്പോൾ നല്ല മെസ്സേജ് ആയിരുന്നു കേട്ടോ, അവിടെ ഒരുപാട് പേർക്ക് സൗഖ്യം കിട്ടി, എന്താ ആളുകളാണ് വരുന്നതെന്നറിയാമോ? നമ്മളതെങ്ങനെയാണ് അതിനെ ഇത് ചെയ്തേ? ലോകത്തിൻ്റെ സിസ്റ്റം വെച്ചിട്ട്. ലോകത്തിൽ ഒരു നല്ല പ്രഭാഷകൻ ഉണ്ടെങ്കിൽ ആ പ്രഭാഷണം കേൾക്കാൻ ലോകത്തിൽ ആൾ കൂടും, ഇല്ലേ? അപ്പം ലോകത്തിൻ്റെ സ്കെയിൽ വെച്ചിട്ടാണ് നമ്മളൊരു ശുശ്രൂഷകൻ്റെ ശുശ്രൂഷയെ അളക്കുന്നതെങ്കിൽ ആൾ കൂടാത്തതും ആരും വരാത്തതും കടുപ്പമേറിയ കാര്യം പറയുന്നതും ഇടയ്ക്കൊന്ന് ചിരിക്കാനോ തമാശിക്കാനോ ഒന്നുമില്ലാത്ത ഒരു സന്ദേശമൊക്കെ ആണെങ്കിൽ ആ സന്ദേശമൊന്നും നമുക്ക് വേണ്ടാന്ന് വയ്ക്കുന്ന ലെവലിലേക്ക് പോകും. അതുകൊണ്ട് ഇവിടെ റോമർക്ക് എഴുതിയ ലേഖനം 12:2 1 വാക്യം പറഞ്ഞ് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയാണെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് 2 വാക്യത്തിൽ പറഞ്ഞ് നിങ്ങൾ കഷ്ടപ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾ ഈ ലോകത്തോട് എന്ത് ചെയ്യരുത്? അനുരൂപരാകരുത്. ലോകത്തോട് അനുരൂപപ്പെടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഏതാണെന്ന് അറിയാമോ? നന്മയും പ്രസാദവും പൂർണ്ണതയും. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന്. ദൈവഹിതത്തിൽ മാത്രമേ എന്തുള്ളൂ? നന്മയും പ്രസാദകരവും പൂർണ്ണതയുമുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്നാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. ഒരു സന്ദേശം വന്നാൽ ദൈവത്തിൻ്റെ ഹിതം എന്താണ്, ദൈവവചനം എന്ത് പറയുന്നു, ആ ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തുക എന്നാണ് 2 വാക്യത്തിൽ പറയുന്നത്. അതിൻ്റെ ആ 12 തന്നെ താഴോട്ട് വരുമ്പോൾ അടുത്ത വാക്യം എഴുതും, 9 വാക്യം. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തിന്മയെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവേൻ. സ്നേഹത്തിനകത്തും എന്തുണ്ട്? വ്യാജമുണ്ട്. സ്നേഹത്തിനകത്തും കണ്ടാ സ്നേഹമാണ്, പക്ഷെ സ്നേഹമല്ല, വ്യാജമാണ്. സ്നേഹം നിങ്ങളുടേത് എങ്ങനെ ആയിരിക്കണം? നിർവ്യാജമായിരിക്കണം. നിർവ്യാജം എന്ന് പറഞ്ഞാൽ വ്യാജമില്ലാത്തത്, കാപഠ്യമില്ലാത്ത സ്നേഹമായിരിക്കണം. സ്നേഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. 1 കൊരിന്ത്യർ ലേഖനം 2:14-15. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 2 അധ്യായത്തിൻ്റെ 14-15. എന്നാൽ ലൗകിക മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ആത്മീയനോ സകലത്തെ ദൈവത്തിന്റെ വചനം നമ്മൾ പറഞ്ഞാലും ആത്മീയനല്ലെങ്കിൽ അവനത് ഭോഷത്വമായിട്ട് തോന്നത്തുള്ളൂ. ഞാൻ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ തിരുവചനം വെച്ച് എന്ത് ചെയ്യണം? പരിശോധിക്കണം. തെസ്സലോനിക്കരെക്കാട്ടിൽ ഉത്തമന്മാരായിരുന്നു ബരോവേക്കാർ. കാരണം തിരുവഴുത്ത് അങ്ങനെ തന്നെയാണോ എന്ന് അവരെന്ത് ചെയ്യുമായിരുന്നു? പരിശോധിച്ചുകൊണ്ട്. അപ്പൊ ഇത് കേട്ടിട്ടും ഈ തിരുവഴുത്ത് വെച്ച് പരിശോധിച്ചിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ എത്തിപ്പിടി കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ആത്മീയരല്ലെന്ന്. ഒന്നുകൂടെ വായിച്ച വാക്യം. എന്നാൽ ലൗകിക മനുഷ്യൻ നിങ്ങൾ ലൗകിക ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ ഈ വചനം വായിച്ചാൽ നിങ്ങൾക്ക് തലേ കയറണമെന്നില്ല. ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ഉപദേശത്തെ കൈക്കൊള്ളാൻ പറ്റത്തില്ല. അതവന് ഭോഷത്വമാകുന്നു. ദൈവത്തിന്റെ വചനം ലൗകികന്മാർക്ക് എങ്ങനെ തോന്നും? ഭോഷത്വമാകുന്നു. അതുകൊണ്ടാണ് പല സഹോദരിമാരും സഹോദരന്മാരും ചില വേളകളിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ആ വചനത്തിൽ അങ്ങനെ പലതും കാണും.
സൗരി വചനം ഇങ്ങനെയല്ലേ പറയുന്നേ, തിരുവെഴുത്ത് ഇങ്ങനെയല്ലേ പറയുന്നേ. ആ വചനത്തിൽ അങ്ങനെ പലതും പറയും. അങ്ങനെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അത് നമുക്കങ്ങനെ പറഞ്ഞു. അപ്പോൾ വേദോത്വത്തിൽ അങ്ങനെ പലതും കാണും. അങ്ങനെയൊന്നും ഇപ്പം ജീവിക്കാൻ ഇപ്പം ആർക്കാ പറ്റുന്നത് എന്നൊക്കെ നമ്മൾ തന്നെ പറഞ്ഞിട്ടില്ലേ? വേറെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിന് കാരണമായി എഴുതി വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ല വേറെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാരാണ്? ലൗകികന്മാരാണ്. കാരണം അവർക്ക് ഈ വചനം എങ്ങനെ തോന്നൂ? ഭോഷത്വമായിട്ടേ തോന്നൂ. അടുത്തത് ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ, കാര്യം എന്നാന്ന് വെച്ചാൽ ആ വചനം ആത്മീയമായിട്ട് വിവേചിക്കേണ്ട വചനമാകിയാൽ അവന് ഗ്രഹിക്കാൻ കഴിയുന്നതുമല്ല. അവർക്കത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. കാരണം അവർ ആത്മീയമായിട്ട് അത്രേ വളർന്നിട്ടുള്ളൂ. അതുകൊണ്ട് ആ വചനത്തിലേക്ക് അവർക്ക് വരാൻ പറ്റത്തില്ല. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, എന്നാൽ ആത്മീകനോ ആ വചനത്തിന്റെ ആഴവും അർത്ഥവും അറിഞ്ഞ് തന്റെ പോരായ്മ തിരിച്ചറിഞ്ഞ് തിരുത്തും. ന്യായീകരണം കണ്ടെത്തുകയല്ല ചെയ്തത്. തന്റെ പോരായ്മ കണ്ടറിഞ്ഞ് ആത്മീകൻ ആ വചനത്തെ മനസ്സിലാക്കി ആ വചനത്തോട് ചേർന്ന് കർത്താവിൻ്റെ മനസ്സുള്ളവനായി മാറാൻ ഏൽപ്പിച്ചു കൊടുക്കും. നമുക്ക് മറ്റൊരു വാക്യം വായിക്കാം. എഫേസ്യ ലേഖനം 5:10 വാക്യം. എഫേസ്യർ എഴുതിയ ലേഖനം 5:10 വാക്യം. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ശ്രദ്ധിക്കണേ, അവിടെ ഈ വെളിച്ചത്തിനുള്ളവരായി മാറണം, ഇരുട്ടിൻ്റെ ദുഷ്പ്രവൃത്തികളെ വിട്ട് വെളിച്ചത്തോട് ചേരണമെന്ന് പറയുന്ന പഠിപ്പിച്ച ഭാഗം നമ്മൾ പഠിച്ചിട്ടുള്ള വിഷയമാണ്. അവിടെ ഈ വചനം നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ റിസൾട്ട് എന്നാണെന്നറിയാമോ? സകല സദ്ഗുണവും നീതിയും സത്യവുമല്ലോ. സത്യവും. അപ്പോൾ തിരുവെഴുത്തിനകത്തു നിന്ന് മാത്രമേ നീതി എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ, സദ്ഗുണം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ, സത്യം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഒരു പ്രഭാഷണം കേട്ടതുകൊണ്ടായില്ല. ആ പ്രഭാഷണത്തെ നമ്മൾ പരിശോധിച്ചിട്ട് തിരുവചനപ്രകാരം വെച്ച് പരിശോധിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. സകല സദ്ഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. അപ്പം നമ്മൾ പരിശോധിക്കുമ്പം നമ്മൾ പരിശോധിച്ച് ശരിയുടെ പക്ഷത്താണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും അറിയാമോ? സദ്ഗുണമായിരിക്കും. അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? നീതിയായിരിക്കും, സത്യമായിരിക്കും. സത്യമേ. ഇത് മൂന്നും യേശു സ്വയത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പിതാവ് സദ്ഗുണനാകയാൽ സദ്ഗുണനാരാണ്? നമ്മുടെ സർവ്വസ്വനായ ആ സദ്ഗുണം നമുക്ക് റിസൾട്ടിൽ വരും. നമ്മൾ തിരുവെഴുത്ത് പരിശോധിച്ചാണ് യാത്ര ചെയ്യുന്നത്. അവൻ നമ്മുടെ നീതി യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. നമ്മൾ വചനത്തിനൊത്താൻ നിൽക്കുന്നെങ്കിൽ നമ്മൾ യേശുവിൻ്റെ നീതി നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. അവൻ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും. നമ്മൾ ശരിക്കും നമ്മൾ ഈ വചനം പരിശോധിച്ചിട്ടാണ് നിൽക്കുന്നെങ്കിൽ നമ്മൾ ആരെ പോലെ ആകും? പിതാവിനെ പോലെ, പുത്രനെ പോലെ, സദ്ഗുണനായി, നീതിയുള്ളവനായി, സത്യമുള്ളവനായി. പറഞ്ഞു മനസ്സിലായി? ഇതാണ് റിസൾട്ട്, ഇതാണ് ഫലം. അപ്പം ഇതിനാണ് നമ്മളോട് പറഞ്ഞത്, ശോധന ചെയ്ത് നിങ്ങൾ ഒരു കാര്യങ്ങളെ സ്വീകരിക്കാവൂ. തിരുവെഴുത്ത് എങ്ങനെയോ എന്ന് പരിശോധിക്കുക. ഫിലിപ്പിയ ലേഖനം 1:9 മുതലുള്ള വേദഭാഗം. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട്. ഇനി ഇതിവിടെ ഒന്ന് ശ്രദ്ധിക്കുന്നത്, ഞാൻ സമയം പോകുന്നുണ്ട്, ഇത് ഓടിച്ചു പോകുന്നത്. ഈ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കാറാകണമെന്ന് ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയരെ നോക്കി ഫിലിപ്പിയർക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണിത്. എന്തോ പ്രാർത്ഥിച്ചെന്നറിയാമോ? യേശു ക്രിസ്തുവിന്റെ നാളിൽ. നമ്മൾ തെസ്സലോനിക്ക ലേഖനം പഠിക്കുന്ന എവിടെയാ? കർത്താവിന്റെ നാള് സംബന്ധിച്ച അല്ലേ? തെസ്സലോനിക്ക 5:5 വേണേ ഒന്ന് ഓർത്തു, ഒന്നുകൂടെ ഓർത്തു, നമ്മൾ മറന്നുപോലെ. 1 തെസ്സലോനിക്ക ലേഖനം 5:1 വാക്യം എന്താ പറയുന്നത്? സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾ എഴുതിയറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രി വരുമ്പോൾ കർത്താവിന്റെ നാൾ വരുന്നു. അപ്പൊ കർത്താവിന്റെ നാളിന് വേണ്ടി നിങ്ങളെ ഒരുക്കുകയാണ് നമ്മൾ 1 തെസ്സലോനിക്ക 5 പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതേ കാര്യം തന്നെ അല്ലയോ എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്? അല്ല, ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്? അവിടെ പറഞ്ഞ നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിച്ചിട്ട് ക്രിസ്തുവിന്റെ നാളിലേക്ക് നിങ്ങൾ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരണം. ഇതന്നെയാണ് നമ്മൾ എഫേസ്യ ലേഖനത്തിൽ പഠിച്ചത്. നീതി ഫലമുള്ളവരായി മാറണം. സകല സദ്ഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇതെന്തിനു വേണ്ടിയാ? ഫിലിപ്പിയരോട് പറയുന്നു, കർത്താവിൻ്റെ നാളിലേക്ക്.
തെസ്സലോനിക്ക ലേഖനവും നമ്മളെ ഇത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. കർത്താവിൻ്റെ നാളിലേക്ക്, കർത്താവിൻ്റെ നാൾ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയുള്ളവരായി മാറണം? ഭേദാഭേദങ്ങളെ വിവേചിച്ചിട്ട് കർത്താവിൻ്റെ നാളിൽ നിങ്ങൾ ശരിയായത് മുറുകെ പിടിച്ച് നിർമ്മലന്മാരായി, ഇടർച്ചയില്ലാത്തവരായി, ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി മാറണം. അപ്പൊ അതിനു മുമ്പ് എന്ത് വേണം? ഭേദാഭേദങ്ങളെ വിവേചിക്കണം. നിങ്ങൾ വിവേചിക്കുന്നവരായി മാറണം. അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനം പറഞ്ഞത് ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടി. പക്ഷെ ഈ ഭേദാഭേദങ്ങളെ വിവേചിക്കാൻ ഫിലിപ്പിയരോട് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയുന്നത് നിങ്ങൾ നോക്കി, ഒന്നുകൂടെ വായിച്ച 9-ാം വാക്യം. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ. ഇത് വലിയ വിഷയമാണ്. നിങ്ങളുടെ അവിടെയാണ് കിടക്കുന്ന വിഷയം, അവിടെയാണ് എൻ്റെ കുഴപ്പം. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട്. ഈ സ്നേഹം വേണം. ഈ നിങ്ങളുടെ സ്നേഹമാണ് എന്ത് ചെയ്യേണ്ടത്? പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വരണം. നമ്മൾ സ്നേഹത്തോട് അനുരൂപപ്പെടുന്ന വിഷയമൊക്കെ പഠിച്ചില്ലേ? ഏത് സ്നേഹത്തോടാ? സ്നേഹത്തോട് ഏകീഭവിച്ചിട്ടെന്നൊക്കെ പഠിച്ചില്ലേ? ഏത് സ്നേഹത്തോടാ? യേശുക്രിസ്തുവിനോട് അല്ലേ? യേശുവാണ് സ്നേഹസ്വരൂപൻ. അപ്പം നമ്മൾ യേശുക്രിസ്തുവിനോട് ഏകീഭവിക്കണം. യേശുവിൻ്റെ സ്നേഹം ആത്യന്തികമായി നമ്മളിൽ ഉണ്ടാകേണ്ടെന്ന കൽപ്പന അതാ, സ്നേഹം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. അപ്പൊ ഈ സ്നേഹത്തിൽ നിങ്ങൾ നിറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നറിയാമോ? ഭേദാഭേദങ്ങളെ വിവേചിക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെ പറയുന്നത് നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വരണം. അപ്പൊ ആദ്യം വർദ്ധിക്കേണ്ടത് ഏതാ? സ്നേഹം മേൽക്കുമേൽ വർദ്ധിക്കണം. സ്നേഹം മേൽക്കുമേൽ സകല വിവേകത്തിലും പരിജ്ഞാനത്തിലും വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. സ്നേഹത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ എത്താൻ പറ്റുള്ളൂ. അങ്ങനെ വർദ്ധിച്ചു വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഭേദാഭേദങ്ങളെ വിവേചിക്കാൻ പറ്റൂ. അപ്പൊ ഈ സ്നേഹത്തിൽ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നത്? സ്നേഹത്തിൽ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഏത് സ്നേഹത്തിൽ വർദ്ധിക്കുക? യേശു നമ്മുടെ സ്നേഹമല്ല. നമ്മുടെ സ്നേഹത്തിന്റെ മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വല്ലതും ചെയ്താൽ അങ്ങോട്ടുണ്ട്. നമുക്ക് അയാളുടെ സ്നേഹമുണ്ട് എന്നും പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വസ്തു എഴുതി കൊടുക്കാൻ പറ്റും. അതിന് ബുദ്ധിമുട്ടുണ്ട്, കാര്യമൊക്കെ ശരിയാണ്. നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റും, ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല 10-500 രൂപ വേണേ നമുക്ക് കൊടുക്കാം. അത്രയേ ഉള്ളൂ. നമുക്ക് ദോഷം വരാത്ത, നമുക്ക് നഷ്ടം വരാത്ത, നമ്മളില്ലാതായി പോകാത്ത, നമുക്കൊരു കുഴപ്പങ്ങളും വരാത്ത നിലയിലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയല്ലേ എല്ലാവരും ചെയ്തേ? അങ്ങനെ നാട്ടുകാരും ചെയ്ത്. പക്ഷെ കർത്താവ് എങ്ങനെയായിരുന്നു? തനിക്കുള്ളത് മുഴുവൻ തൻ്റെ പ്രാണനെയും കൂടി, എങ്ങനല്ലേ, തൻ്റെ പ്രാണനെയും കൂടി വെച്ച് തന്നുകൊണ്ടാണ് സ്നേഹം എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അപ്പം നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക, നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക, ത്യജിച്ച് കളയുക. നമുക്കുള്ളത് മുഴുവൻ കൊടുത്തുകൊണ്ടാളിന് വേണ്ടിയിട്ട് നിൽക്കുക. കർത്തൃമേശ സമയത്തൊക്കെ നമ്മളിത് പഠിക്കുന്ന വിഷയമാണ്. അപ്പം ആ നിലയിൽ, ആ പരിജ്ഞാനത്തിൽ, ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പരിജ്ഞാനത്തിൽ നമ്മൾ വളർന്നു വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഭേദാഭേദങ്ങളെ വിവേചിക്കാനും ക്രിസ്തുവിൻ്റെ നാളിൽ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ഒക്കെ ആയിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. നമ്മളീ പറയുന്ന കാര്യങ്ങൾ പലർക്കും കട്ടിയായ ഉപദേശമായി തോന്നുന്നതിൻ്റെ കാരണം, ഇങ്ങനെയൊക്കെ ആർക്ക് പറ്റും എന്ന് തോന്നുന്നതിൻ്റെ കാരണം അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർ ഏതിനോട് ഏകീഭവിച്ചിട്ടില്ല? ഇപ്പോഴും ക്രിസ്തുവിൻ്റെ സ്നേഹത്തോട് ഏകീഭവിച്ചിട്ടില്ല. അവരവരുടെ ജ്ഞാനത്തിൽ നിന്നുകൊണ്ട്, അവരുടെ ബുദ്ധിയിൽ നിന്നുകൊണ്ട്, അവരുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങളെ വിവേചിക്കുന്നത്. ചില ആളുകൾ ഇങ്ങനെ പറയും, സഹോദര ഒരുപാടങ്ങ് കൊടുക്കുകയൊന്നും വേണ്ട, കുറേ കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? വിളമ്പിയ കൈക്ക് തന്നെ ഇവരെന്ത് ചെയ്യും? കുത്തും. അതുകൊണ്ട് ഒരു പരിധിക്ക് ഒരുപാടങ്ങ് അടുപ്പിക്കണ്ട. ഒരുപാട് അടുപ്പിച്ചാൽ തലയിൽ കയറി നിരങ്ങിക്കളെ. അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? അപ്പം നമ്മൾ ഒരുപാടൊന്നും അടുപ്പിക്കാതെ ഒരു പരുവത്തിൽ നിർത്തണം. ഇത് ഏത് അനുഭവത്തിൽ നിന്ന് പറയുന്ന? അയാളുടെ അനുഭവത്തിൽ നിന്ന് പറയുന്ന. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന. നമ്മൾ സ്നേഹിച്ചവരൊക്കെ അവസാനം നമുക്ക് അപ്പം അത് കണ്ടും കേട്ടും ഒക്കെ അങ്ങ് നിൽക്കണം. അത് അയാളുടെ അനുഭവത്തിൽ, അയാളുടെ സ്നേഹത്തിൻ്റെ ലെവൽ അതാണ്. നമ്മൾ അയാളുടെ സ്നേഹത്തോടാണോ ഏകീഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്? അപ്പം എന്താ നിങ്ങൾ പെട്ടെന്ന് മറുപടി അത് ശരി എൻ്റെ അനുഭവത്തിലുണ്ട്, അത് ശരി എന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ കൂടുക നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും അതാ കറക്റ്റ്, എനിക്കത് പറ്റിയില്ല, സഹോദരാ ഞാൻ മടനായിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് വിലപിച്ചില്ലേ? നമ്മൾ അവനോട് കൂടെ കൂടുക, അവൻ്റെ ജ്ഞാനത്തോട്, അവൻ്റെ സ്നേഹത്തോട്, അവൻ്റെ ജ്ഞാനത്തോട്. അങ്ങനല്ല. അത് പറഞ്ഞ സഹോദര, ഇത് നിങ്ങളുടെ കാര്യം. പക്ഷെ ഞാൻ ഏകീഭവിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തോടാണ്. യേശുക്രിസ്തുവിൻ്റെ അനുഭവം വെച്ചിട്ട് എന്നോടൊന്ന് പറയട്ടെ.
എന്നെ സ്നേഹിച്ചിട്ട് ഞാൻ തലേ കയറി നിറങ്ങുന്നു. സ്തോത്രം കർത്താവേ. അല്ല, യേശു സ്നേഹിച്ചവരൊക്കെ യേശുവിനെ ആക്ഷേപിച്ചില്ലേ, നിന്ദിച്ചില്ലേ, പരിഹസിച്ചില്ലേ? എന്നിട്ട് യേശുവിന് സങ്കടം വല്ലതും തോന്നിയില്ല? നിങ്ങളെപ്പോലെ സങ്കടപ്പെട്ടോ? ഇല്ല. തിന്മയ്ക്ക് പകരം തിന്മയല്ല ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചു വരുന്നത്. അപ്പം നമ്മളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ചെന്തെങ്കിലും പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ടാകരുത്, അല്ലേ? നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവരെ തന്നെ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഉപകാരം? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ ആരെയാ സ്നേഹിക്കേണ്ടത്? ശത്രുവായിരിക്കുന്നവനെയാ സ്നേഹിക്കേണ്ടത്, അല്ലേ? അതാ യേശു കർത്താവ് ചെയ്തത്. അപ്പം നിങ്ങൾ ഈ സ്നേഹത്തിന്റെ പരിജ്ഞാനത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? യേശുവിൻ്റെ സ്നേഹത്തെയാണ് എപ്പോഴും കമ്പയർ ചെയ്യേണ്ടത്. നമ്മുടെ സ്നേഹമോ നമ്മുടെ അനുഭവങ്ങളൊന്നുമല്ല, യേശുവിൻ്റെ ജീവിതത്തെ കമ്പയർ ചെയ്യുക, യേശുവിൻ്റെ സ്നേഹത്തെ കമ്പയർ ചെയ്യുക. എന്നിട്ട് അങ്ങനെ ആയിത്തീരാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് പരിശോധിക്കുക, അതിലേക്ക് ഞാൻ വളരാൻ ശ്രമിക്കുക. അങ്ങനെ വളർന്നു വന്നെങ്കിൽ മാത്രമേ എനിക്ക് ഭേദാഭേദങ്ങൾ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഭേദാഭേദങ്ങളെ തിരിച്ചറിഞ്ഞ് വിവേചിച്ച് വന്നെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ നാളിൽ ഞാൻ ആരാകുള്ളൂ? നിർമ്മലനായിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ, ഇടർച്ചയില്ലാത്തവനായി നിൽക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി യേശു ക്രിസ്തുവിനാൽ നീതി ഫലം നിറഞ്ഞവനായി തീരാൻ എനിക്ക് അപ്പോഴേ കഴിയത്തുള്ളൂ എന്നാണ് ഫിലിപ്പിയ ലേഖനം 4:8 പറഞ്ഞിരിക്കുന്ന വാക്യം. 2 പത്രോസ് 2:1 മുതൽ 2-3 വാക്യം കൂടി വേഗത്തിൽ വായിച്ച് അവസാനിപ്പിക്കാം. 2 പത്രോസ് 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം. 2 പത്രോസ് 2:1 മുതൽ. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലക്ക് വാങ്ങിയ അതിനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശിശ്രനാശം. അപ്പൊ നിങ്ങൾക്കിടയിൽ ആരുണ്ടാകും? കള്ളപ്രവാചകൻ. മതഭേദങ്ങൾ എന്ന് പറഞ്ഞാൽ ആശയങ്ങൾ. മതം എന്ന് പറയുന്നത് ആശയമാണ്. അവൻ വ്യത്യസ്ത ആശയങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങളെ വിലക്ക് വാങ്ങിയ കർത്താവിന്റെ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടതിന് പകരം ഇവന്റെ വഴിയിലൂടെ കൊണ്ടുപോകും. അങ്ങനത്തെ കുറെ ജ്ഞാനി പ്രഭാഷകരൊക്കെ വരും, ശ്രദ്ധിച്ചോണം. പല കള്ള ഉപദേഷ്ടാക്കന്മാരുടെയും പരിപാടി അതാ. കർത്താവിൻ്റെ വഴിയിൽ നിന്ന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറയുന്ന പറഞ്ഞാൽ വാഗൊണ്ട് പറയണമെന്നില്ല. പെരുമാറ്റത്തിൽ നമ്മൾ ആർക്ക് തുല്യനാകും? അവനെ തള്ളിപ്പറയുന്നവന് തുല്യനാകും. നമ്മുടെ പല പെരുമാറ്റത്തിലും നമ്മൾ അതിന് തുല്യമാകുന്ന നിലയിലേക്ക് നമ്മളുടെ ഹൃദയത്തിനകത്തേക്ക് തെറ്റായ മതഭേദങ്ങളെ നുഴയിച്ചു കയറ്റുന്ന കള്ള ശുശ്രൂഷകന്മാർ നമുക്കിടയിലുണ്ട്. അവരെ നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഏത് ശുശ്രൂഷകൻ്റെ ശുശ്രൂഷയും ഏത് മതം പറഞ്ഞാലും ശരി, അത് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തോട് ഏകീഭവിക്കുന്നതും ക്രിസ്തു കാണിച്ചതും മാതൃക പ്രകാരമാണെങ്കിൽ മാത്രമേ എനിക്കതിലേക്ക് വളരാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ ആ വളർച്ചയ്ക്ക് ആഗ്രഹിക്കുന്നവനാണെങ്കിൽ മാത്രമേ ഈ ഭേദാഭേദം തിരിച്ചറിഞ്ഞ് ഈ ഇത് തെറ്റായ പ്രഭാഷണം, ഇതല്ല ശരി എന്ന് പറയാനായിട്ട് എനിക്ക് കഴിയുകയുള്ളൂ. പണ്ട് കഴിഞ്ഞ ദിവസം ഇതുപോലെ ഏതോ ഒരു പ്രസംഗത്തിനകത്ത് കണ്ടു, ഏലിയാവ് തീയിറക്കിയ പോലെ ചിലതിൻ്റെയൊക്കെ മേൽ ഈ ദിവസങ്ങളിൽ തീയിറങ്ങാൻ പോകുന്നു, ചിലതിനെയൊക്കെ ദൈവം ചുട്ടുകളയും. ഒരു വലിയ പ്രവാചകൻ പറയുക തീയിറക്കി കളയുമെന്ന്. ആ പ്രവാചകനെ വിമർശിച്ചാൽ യേശുവിൻ്റെ അടുക്ക് ശിഷ്യന്മാരൊരിക്കലും ഇങ്ങനെ പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടോ? ശമരിയയിലൂടെ പോയപ്പോൾ വൈകിട്ട് കിടക്കാനൊരിടം വേണമായിരുന്നു. അത് ചോദിച്ചപ്പോൾ കിടക്കാൻ ഇടമൊന്നും കൊടുക്കാതെ വന്നപ്പോൾ ശിഷ്യന്മാർ വന്നിട്ട് പറയുക, അതെ പണ്ട് ഏലിയാവ് തീയിറക്കിയതുപോലെ ഇമാരുടെ മണ്ടയ്ക്കോട്ട് തീയിറക്കാൻ പറഞ്ഞു. യേശു അന്നേരം പറഞ്ഞ മറുപടി എന്നറിയോ? നിങ്ങൾ ഏതാത്മാവിന് അധീനരാണ്? നിങ്ങൾ ഏതാത്മാവിനാണ് അധീനര്? യേശുവിൻ്റെ ലെവലെന്ന് പറയുന്നത് തന്നെ ഉപദ്രവിക്കുന്നവനെ, തന്നെ പരിഹസിക്കുന്നവനെതിരെ, തനിക്കെതിരെ ദൂഷണം പറയുന്നതിൻ്റെ മണ്ടയ്ക്ക് തീയിറക്കലല്ല. അതാണോ യേശുവിൻ്റെ സ്നേഹം? അങ്ങനത്തെ പ്രഭാഷകർ വരെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല എങ്കിൽ നിങ്ങൾ അപകടത്തിലാകും. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 14:14 മുതൽ വായിച്ച്. വേറൊരാൾ മീഖ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള ചില പ്രവാചകന്മാരുടെ ഗുണഗണങ്ങളും കൂടി നമുക്ക് പഠിക്കണമെന്ന്. എന്നോട് അരുളി ചെയ്തത്, പ്രവാചകന്മാർ എന്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്നു. കർത്താവ് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല കേട്ടോ. ഇവിടെ പത്രോസ് പറഞ്ഞ വിഷയമല്ല, പണ്ട് യിരെമ്യാവ് ഇതിനെ പറഞ്ഞിട്ടുണ്ട്. ചില പ്രവാചകന്മാർ എന്റെ നാമത്തിൽ എന്ത് ചെയ്യണം? ഭോഷ്ക് പ്രവചിക്കുന്നു. പ്രവാചകൻ പറയണ, ഞാൻ അവരെ അയച്ചിട്ടില്ല. കർത്താവ് അയക്കാത്ത പ്രവാചകന്മാർ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. അവരോട് കൽപ്പിച്ചിട്ടില്ല, ഞാൻ അവരോടൊന്നും കൽപ്പിച്ചിട്ടില്ല, അവരോട് സംസാരിച്ചിട്ടുമില്ല. വ്യാജ ദർശനവും പ്രശ്നവാക്യവും ഇല്ലാത്ത കാര്യവും
സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയും നിങ്ങളോട് പ്രവചിക്കുന്നു. അതുകൊണ്ട് യഹോവ ഞാൻ അയക്കാതെ എന്റെ നാമത്തിൽ പ്രവചിക്കുകയും ഈ ദേശത്ത് വാളും ക്ഷാമവും ഉണ്ടാകുകയില്ല എന്ന് പറയുകയും ചെയ്യുന്ന വാളും ക്ഷാമവും ഒന്നും ഉണ്ടാകുകയില്ല എന്നൊക്കെ പറയുന്ന പ്രവാചകൻ നിങ്ങൾ ഫേസ്ബുക്കിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് അറിയാം. ചിലപ്പം ഇന്ന് നിനക്കൊരു വഴി തുറക്കും, വിശ്വസിക്കുന്നോ? എനിക്ക് വഴി തുറക്കുന്ന ആര് പറഞ്ഞു നിന്നോട്? ആരും പറഞ്ഞൊന്നുമില്ല, പുള്ളി അങ്ങ് എഴുതുക നിനക്ക് ഇന്ന് ഒരു വിടുതലുണ്ട്. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. എന്നിട്ട് കർത്താവ് പറയാത്ത കാര്യം ഫേസ്ബുക്ക് വഴി നമ്മുടെ കാതിലെത്തിക്കുക, നമുക്ക് കർത്താവ് വഴി തുറക്കും പോകുന്നത്. കർത്താവ് അങ്ങനെ വല്ലതും പറഞ്ഞു? ഇല്ല. കർത്താവ് പറയാത്ത കാര്യങ്ങൾ വന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ ആയി ചമഞ്ഞ് നമ്മുടെ ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ നോക്കുന്ന കള്ളപ്രവാചകന്മാർ ഇന്നും ഇന്നലെയും ജനിച്ചതല്ല. അന്നേ യിരെമ്യാ പ്രവാചകന്റെ കാലം മുതലേ ഈ സൈസ് സാധനങ്ങളുണ്ട്. മീഖാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന് മുഴുവൻ ഒന്ന് പഠിക്കാൻ പോവാം. നമ്മൾ ഒരു സമയം എടുത്ത് പഠിക്കാൻ പോവാം. മീഖാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വേദഭാഗം നോക്കൂ. എന്നാൽ ഞാൻ പറഞ്ഞത് യാക്കോബിന്റെ തലവന്മാരും ഇസ്രായേൽ ഗൃഹത്തിന്റെ അധിപന്മാരുമായുള്ളവരെ കേൾപ്പീൻ. ന്യായം അറിയുന്നത് നിങ്ങൾക്ക് വിഹിതമല്ലയോ? നിങ്ങൾ നന്മയെ ദൂഷിച്ച് തിന്മയെ ഇച്ഛിക്കുന്നു. നിങ്ങൾ ത്വക്ക് അവരുടെ മേൽ നിന്നും മാംസം അവരുടെ അസ്ഥികളിൽ നിന്നും പറിച്ചു കളയുന്നു. നിങ്ങൾ എൻ്റെ ജനത്തിന്റെ മാംസം തിന്ന് അവരുടെ ത്വക്ക് അവരുടെ മേൽ ഉരിഞ്ഞു കളയുന്നു. നിങ്ങൾ അവരുടെ അസ്ഥികളെ ഓടിച്ച് കലത്തിലിടുവാൻ എന്ന പോലെയും കുട്ടകത്തിനകത്തെ മാംസം പോലെയും മുറിച്ചു കളയുന്നു. അന്ന് അവർ യഹോവയോട് നിലവിളിക്കും, എന്നാൽ അവൻ അവർക്ക് ഉത്തരമരുളുകയില്ല. അവർ ദുഷ്പ്രവർത്തികളെ ചെയ്തതിനൊത്തവണ്ണം അവൻ അക്കാലത്ത് തന്റെ മുഖം അവർക്ക് മറയ്ക്കും. ഇതാ മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, അന്ന് കർത്താവെ കർത്താവെ എന്ന് വിളിക്കും, ഞാൻ നിന്റെ പ്രാർത്ഥന കേൾക്കത്തില്ല. കാര്യം എന്താ പറയുക? നിങ്ങൾ എൻ്റെ ജനത്തെ വഞ്ചിച്ചു. അവരുടെ മാംസം നിങ്ങൾ ഭക്ഷണ വസ്തുവിനെ പോലെ കണ്ടു. നിങ്ങളുടെ ഉപജീവന മാർഗമായിട്ടാണ് നിങ്ങൾ വിശ്വാസികളെ കണ്ടത്. കള്ളപ്രവാചകന്മാരോട് പറയുക, നിങ്ങൾക്ക് ഉപജീവിക്കാൻ, നിങ്ങൾക്ക് വല്ലതും കഴിക്കാൻ ഉള്ളത്. എന്നിട്ട് താഴോട്ട് വീണ്ടും പറയാം, എൻ്റെ ജനത്തെ തെറ്റിച്ച് കളയും. പല്ലിന് കടിപ്പാൻ വല്ലതും ഉണ്ടെങ്കിൽ സമാധാനം പ്രസംഗിക്കുകയും അവരുടെ വായിൽ ഒന്നും വിട്ടുകൊടുക്കാത്തവന്റെ നേരെ വിശുദ്ധ യുദ്ധം ഘോഷിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരെ കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ദർശനം താഴോട്ട് നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി കേട്ടോ. അതിന് 11-ാം വാക്യം വരുമ്പോൾ അവിടെ വീണ്ടും പറയുന്നു, അതിലെ തലവന്മാർ സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്നു, അതിലെ പുരോഹിതന്മാർ കൂലി വാങ്ങി ഉപദേശിക്കുന്നു. കൂലിക്ക് പ്രസംഗിക്കാൻ നടക്കുന്നവർ ഉപദേശിക്കുന്നതിന് ഫീസ് മേടിക്കുക, പ്രവചിക്കുന്നതിന് ഫീസ് മേടിക്കുക. കള്ളപ്രവാചകന്മാരുടെ ലക്ഷണമാണ്. അതിലെ പ്രവാചകന്മാർ പണം വാങ്ങി ലക്ഷണം പറയുന്നു. പണം വാങ്ങിയിട്ട് പ്രവചനം പറയും, ലക്ഷണം പറയുക. ഇങ്ങനെയുള്ളവരെ നിങ്ങൾ സൂക്ഷിച്ചോണം. ഇവർക്ക് നേരെ കർത്താവിന്റെ ക്രോധം ഉദിക്കും. മീഖാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞ കാര്യമാണ്. ഈ പ്രവാചകന്മാരെ കുറിച്ച് കർത്താവും പറഞ്ഞു, അന്ന് കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് അന്ന് ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നത്. ഇയ്യോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞ വാക്ക് നോക്കി. നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്ന വാക്ക്, തെസ്സലോനിക്ക ലേഖനത്തിന്റെ ലാസ്റ്റ് നമ്മൾ വായിച്ച ആ വാക്യത്തിന്റെ അവസാന ഭാഗം എന്താ എഴുതിയിരിക്കുന്നത്? 1 തെസ്സലോനിക്കർ 5-ന്റെ എല്ലാവിധ ദോഷവും വായിച്ചില്ലായിരുന്നു. 1 തെസ്സലോനിക്കർ 5 22-ാമത്തെ വാക്യം നമ്മൾ ഇന്ന് എടുത്ത ലാസ്റ്റ് വാക്യം, സകലവിധ ദോഷവും അപ്പോൾ ഇത് ഞാൻ ക്ലോസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങളെല്ലാം ശോധന ചെയ്ത് മുറുകെ പിടിക്കണം. സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണം. ഭേദാഭേദങ്ങളെ തിരിച്ചറിയണം. സ്നേഹത്തിന്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾ വർദ്ധിച്ചു വന്നെങ്കിൽ മാത്രമേ ഭേദാഭേദങ്ങളെ തിരിച്ചറിഞ്ഞ് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും കർത്താവിന്റെ നാളിൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തിരുവെഴുത്ത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കണം. സ്നേഹത്തിൽ വർദ്ധിച്ചു വരണം. എന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിച്ച് നല്ലത് മുറുകെ പിടിക്കുന്ന മാത്രമല്ല 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സകലവിധ ദോഷവും വിട്ടകലണം. നമ്മൾ ഭേദാഭേദത്തെയൊക്കെ തിരിച്ചറിഞ്ഞു, ശരി മനസ്സിലാക്കി, പക്ഷെ ദോഷം വിട്ടകലാൻ നമുക്ക് ഇഷ്ടമില്ലാത്ത ദോഷമൊക്കെ നമ്മൾ വിട്ടകലും. ചില ദോഷങ്ങൾ നമുക്ക് ഇത്തിരി ഇഷ്ടമാണ്, അത് വിട്ടകലാൻ നമുക്ക് വലിയ താല്പര്യമില്ല. ബാക്കിയെല്ലാം ഓക്കെ. നമ്മൾ വചനം പഠിച്ചു, കള്ളപ്രവാചകനെ കണ്ടുപിടിച്ചു, ശരിയല്ലാത്ത പ്രസംഗവും മനസ്സിലാക്കി, തിരുവെഴുത്ത് ശോധന ചെയ്തു, എല്ലാം ഓക്കെയാണ്. അവൾ പ്രബോധിപ്പിക്കുന്നു, ഉൾക്കരുത്തില്ലാത്തവരെ താങ്ങുന്നുണ്ട്, ബലഹീനർക്ക് കരുത്ത് പകരുന്നുണ്ട്, പിന്നെ എല്ലായ്പ്പോഴും നന്മ ചെയ്യുന്നുമുണ്ട്. ഒരു തിന്മയ്ക്കും പകരം നമ്മൾ തിന്മ ചെയ്യാനും പോകുന്നില്ല. ഓക്കെ, നമ്മൾ ഗുഡ് ബോയ്, നല്ല കുഞ്ഞ്. തീർന്നില്ല. സകലവിധ ദോഷവും അതും കൂടിയുണ്ട്. സകലവിധ ദോഷവും വിട്ടകലണം. ദോഷത്തോടുള്ള നിന്റെ മനോഭാവം കൂടി കർത്താവ് നോക്കും. ബാക്കിയെല്ലാം ഓക്കെ, എല്ലാത്തിനും മാർക്ക്. പക്ഷെ ദോഷത്തോട് നിനക്ക് ഇത്തിരി ഇഷ്ടമാണ്. ചിലത് ദോഷമാണെന്ന് അറിയാമെങ്കിലും അതിനോട് ചേർന്നിരിക്കാൻ ഒരു താല്പര്യം അല്ലേ? ഇയ്യോബിനെ കുറിച്ച് 1-ാം വാക്യത്തിൽ എന്നാ പറഞ്ഞിരിക്കോ?
1-ാം അധ്യായം 1-ാം വാക്യം. ഊസ് ദേശത്തെ ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവത്തിന്റെ ഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. മനസ്സിലായി? ഇയ്യോബിനെ കുറിച്ചുള്ള സാക്ഷ്യമാണ്. കർത്താവ് അതും പരിശോധിക്കുന്നുണ്ട്. ദോഷം വിട്ടകലുന്നവനാണോ എന്നുള്ള പരിശോധന കൂടി കർത്താവ് നടത്തും. ബാക്കിയെല്ലാം ഉണ്ട്, ഇതും കൂടി ഉണ്ട്. ഇതും നമ്മൾ അനുസരിക്കണം. സദൃശവാക്യം 4:27. സദൃശവാക്യം പെട്ടെന്ന് എടുത്ത് 4:27. സദൃശവാക്യം 4:27. മറ്റൊരാൾ സദൃശവാക്യം 13:19 നോക്കി. 2 വാക്യം കൂടെ ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. സദൃശവാക്യം 4:27. ഒരാൾ മാത്രമേ ഉള്ളൂ ബൈബിൾ നോക്കുന്നത്. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുതേ, നിന്റെ കാലിനെ ദോഷം വിട്ടകലുമാറുക. കാലെന്ത് ചെയ്യണം? ദോഷത്തിൽ നിന്ന് ദോഷത്തെ നമ്മുടെ നമ്മൾ നടക്കുന്നത് ദോഷത്തിലോട്ടാണോ, ദൈവത്തിന് ഹിതകരമല്ലാത്ത കാര്യത്തിലേക്കാണോ? ദോഷം വിടാൻ കാലിന് തീരുമാനിക്കണം. അതിൻ്റെ 13:19. സദൃശവാക്യം തന്നെയാവും. സദൃശവാക്യം 13:19. ഇച്ഛാനിവൃത്തി മനസ്സിന് മധുരമാകുന്നു, ദോഷം വിട്ടകലുന്നതോ ദോഷന്മാർക്ക് വെറുക്കാം. ദോഷം വിട്ടകലുന്നത് അപ്പം ഭോഷന്മാർക്ക് അത് വ്യർത്ഥമാണെങ്കിൽ ആർക്കായിരിക്കും അത് നല്ലത്? ജ്ഞാനികൾക്ക് അല്ലേ? ദോഷം വിട്ടകലാൻ തയ്യാറല്ലാത്തവന് കർത്താവ് വിട്ട പേരെന്നറിയും മണ്ടൻ എന്ന്. എല്ലാം ഓക്കെയാ. അതുകൊണ്ടാണ് മുമ്പൊരിക്കലും ഒരു ഉദാഹരണം പറഞ്ഞത്, ചത്ത ഒരു ഈച്ച, തൈലക്കാരൻ തൈലമാണ്, നല്ല തൈലം എല്ലാം ഓക്കെ, പക്ഷെ ഒരു ഈച്ച ചത്തത് എടുത്ത് കളയാൻ ആകെ കടന്നോട്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് എന്താ പറ്റി? ആറുമാറാക്കി കളയും. അപ്പോൾ ദോഷം വിട്ടകലാനും കൂടി നമ്മൾ തയ്യാറാണ്. ബാക്കി എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സദൃശവാക്യം 16:6 കൂടി നോക്കി. അപ്പോൾ ദോഷം വിട്ടകലെന്ന് എങ്ങനെയാണെന്നറിയോ? യഹോവയോടുള്ള ഭക്തിയിലൂടെയാണ്. സകലവിധ ദോഷവും വിട്ടകലണമെങ്കിൽ ദൈവത്തോടുള്ള ഭക്തി, ദൈവത്തോടാണ് സ്നേഹമെങ്കിൽ, ദൈവത്തോടാണ് ആഗ്രഹമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ദോഷം വിട്ടകലാൻ ധൈര്യം കാണിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ദോഷം വിട്ടകലാൻ കഴിയത്തില്ല. ഒറ്റ വാക്യം കൂടെ തീത്തോസ് 1:14 വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. പുതിയ നിയമത്തിൽ തീത്തോസ് 1:14. 14-ാം വാക്യം. യഹൂദ കഥകളെയും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെ ശ്രദ്ധിക്കാതിരിക്കേണ്ടതിനും അവരെ കഠിനമായി ശാസിക്കുക. നമ്മളെ വഴിതെറ്റിക്കുന്ന ചില പുള്ളികളുണ്ട്. യഹൂദ കഥകളും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും മനുഷ്യന്റെ കൽപ്പനയും, അതും ദോഷമാണ്. അതും നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കാതിരിക്കേണ്ടത്. സത്യം വിട്ടകലുന്ന മനുഷ്യന്റെ കൽപ്പനയെ നമ്മൾ അകന്നു മാറണം. സത്യം വിട്ടകലുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്ന ആശയങ്ങൾ, യേശു ക്രിസ്തുവിൽ നമ്മളെ അകറ്റിക്കളയുന്ന കൽപ്പനകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മാറണം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒന്നുകൂടെ തെസ്സലോനിക്ക ലേഖനത്തിലെ വാക്യം ഒരാവർത്തിയുടെ വായിച്ച് അവസാനിപ്പിക്കാം. പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ, സകലവിധ ദോഷവും വിട്ടകലുവീൻ. ഇത് പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ നമുക്ക് തന്ന ഉപദേശമാണ്. നമ്മളിത് ഗൗനിക്കുന്നില്ല എങ്കിൽ നമ്മൾ ആത്മാവിനെ കെടുത്തുന്നവനായി മാറും. ഈ പ്രവചനങ്ങളെ സ്വീകരിക്കുന്നില്ല എങ്കിൽ, അംഗീകരിക്കുന്നില്ല എങ്കിൽ പ്രവചനത്തെ നമ്മൾ തുച്ഛീകരിക്കുന്നവനായി മാറും, ആത്മാവിനെ അനുസരിക്കാത്തവനായി മാറും. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. ഈ തിരുവെഴുത്ത് അനുസരിച്ച്, ആത്മാവിനെ അനുസരിച്ച്, ഈ പ്രവചനങ്ങളെ ശ്രദ്ധിച്ച്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിച്ച്, സകലവിധ ദോഷവും വിട്ടകന്ന് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇടയാകണം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഒരു നിമിഷം നമ്മൾ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ ദൈവസന്നിധി പ്രാർത്ഥന. ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗ്ഗപിതാവേ, അപ്പോൾ ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അവിടുത്തെ സ്നേഹത്തോടെ ഏകീഭവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചല്ലോ. ആ സ്നേഹത്തിൽ, ആ പരിജ്ഞാനത്തിൽ, ആ വിവേകത്തിൽ മേൽക്കുമേൽ വർദ്ധിച്ചു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഭേദാഭേദങ്ങളെ തിരിച്ചറിഞ്ഞ് ദോഷങ്ങളെ വിട്ടകന്ന് കർത്താവ് ലോകത്തോട് അനുരൂപപ്പെടാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള അവിടുത്തെ ഹിതമെന്തെന്ന് പരിശോധിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ക്രമീകരണം വരുത്തി മുന്നോട്ട് പോകാൻ ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നല്ലോ. കർത്താവെ, അതിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കേട്ട തിരുവെഴുത്തുകളെ അവഗണിക്കുമ്പോൾ അങ്ങേ തുച്ഛീകരിക്കുന്ന, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ലെവലിലേക്ക് ഞങ്ങൾ പോകാനിടയാകരുത് കർത്താവെ. ഈ തിരുവെഴുത്ത് ഞങ്ങളുടെ വീട്ടുജീവിതത്തിൽ കൂടുതൽ പ്രയോജനപ്രദമായി മാറുവാൻ, കർത്താവെ അങ്ങയോട് ചേർന്ന് നടക്കുവാൻ, വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഓരോ ദിവസവും തിരുവെഴുത്തുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നു എന്ന് പരിശോധിച്ചുറപ്പിച്ച് ബരോവയക്കാരെ പോലെ കർത്താവെ ജീവിപ്പാൻ ഞങ്ങളെയും അവിടുന്ന് സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ആത്മാവിൽ എല്ലാവരും ഒരുക്കണമെന്നാഥ.
കേട്ട തിരുവെടുത്ത് ആരുടെയും ഹൃദയങ്ങളിൽ ഒഴുകി പോകാനിടയാകുന്ന പരിശുദ്ധാത്മാവിൽ ബലപ്പെടുത്തി നടന്ന പ്രാർത്ഥന എടുക്കുന്ന സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹപുത്രൻ തമ്പുരാൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നാം എല്ലാവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടി ഇപ്പോഴെപ്പോഴും നീക്കം ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇത്രത്തോളം നേരം നമുക്ക് ജയനം നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ആമീൻ. കർത്താവേ, അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ.